5 വ്യത്യാസങ്ങൾ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചു. പ്രകടമായിട്ടൊരു 5 ഡിഫറൻസ്. അത് ഏഷ്യാനെറ്റിൽ നിന്നും മനോരമയിൽ നിന്നും 5 ഡിഫറൻസ് വേണം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ചിലപ്പോൾ കണ്ടാൽ തിരിച്ചറിയത്തില്ല. അവിടെ എപ്പോഴും മാതൃഭൂമി ന്യൂസ്, മനോരമ ന്യൂസ്, ഏഷ്യ ന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരു വാർത്താ മുറിയിലും 24 എന്ന് പറയില്ല. ചില ആൾക്കാർ ഏഷ്യാനെറ്റിനെ തകർത്ത അങ്ങനെയൊന്നുമില്ല. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കണം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഒരു കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു മനീഷ്, അത് തുറന്ന് സമ്മതിച്ചേ പറ്റൂ. ടെലിവിഷനുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ കടന്ന് പിൽക്കാലത്ത് അതിൻ്റെ മകൻ ടി വിയിലായി പിടിച്ചത് വിളിക്കുന്നത് അത് ശരിയല്ലല്ലോ എന്നുള്ള എൻ്റെ ധാരണ. ഞാൻ അത് വെച്ച് മാത്രം ഒരു കക്ഷിയുടെ പേരിലൊരു ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. നിരപരാധിയായ എൻ്റെ അച്ഛനെ കുറിച്ച് അയാൾ റെഫർ ചെയ്തു. അത് ഞാൻ ടോളറേറ്റ് ചെയ്യില്ല. ഇപ്പോഴും ആ കേസ് കിടപ്പുണ്ട്. ഞാൻ ശരിക്കും ഉണ്ടല്ല, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ഇന്നല്ലെങ്കിൽ നാളെ അത് കൊണ്ടുവരും. നമ്മുടെ ഈ ചർച്ചകളുടെ രീതി മാറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഫസ്റ്റിൽ തമിഴ് ആരംഭിക്കും, അത് കഴിഞ്ഞാൽ തെലുങ്ക് കൊണ്ടുവരും. 24 തമിഴ്, 24 തെലുഗു, 24 കന്നഡ. അതുപോലെ നമ്മൾ യൂട്യൂബിൽ ഒരു കിഡ്സ് ചാനൽ ആരംഭിക്കാൻ പോകും. കാര്യം മനീഷിന് കുറച്ച് കഴിയുമ്പം അന്ത അറുമയാണ് തമിഴിലെ എന്നെ കാണാൻ. ഡോക്ടർ അരുണൊക്കെ 24 വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യം എന്തായിരുന്നു. അരുണ് ഈ പുറപ്പുറത്ത് ഗ്രീക്കായിരുന്നു എപ്പോഴും, താഴെ ഇറങ്ങി. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ 24 ന്യൂസിൻ്റെ വാർത്താമേധാവി ആർ ശ്രീകണ്ഠൻ നായരാണ് ദ ക്യൂവിനൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം മനീഷ്, സുഖമായിരിക്കുന്നു? മലയാളിക്ക് ഏറ്റവും സുപരിചിതമായ അവതരണ ശൈലികളിലൊന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് അഭിനന്ദനമാണ്. 24 ന്യൂസ് എന്ന് പറയുന്ന വാർത്താ ചാനലിൻ്റെ ഏറ്റവും പ്രായക്കുറവ് എന്നൊക്കെ പറയാവുന്ന 6ാം വർഷത്തിൽ ഒന്നാമതെത്തി നിൽക്കുന്നു. നമ്മൾ സംസാരിക്കുന്ന ദിവസം ഒരു ചെറിയ കാര്യം കൊണ്ടുണ്ടായി, അതൊരു സന്തോഷമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഡിസംബർ 8 ആകുമ്പോഴേ 6 വർഷം തികയുന്നുള്ളൂ ഇത് പിറവിയെടുത്തിട്ട്. പക്ഷേ നമ്മൾ 60 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് എത്തി. ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഡിസംബറിലേ ഇത് പ്രതീക്ഷയുള്ളൂ. 6 കൊല്ലം കൊണ്ട് 6 മില്യൺ എന്നായിരുന്നു. പക്ഷേ ഇന്ന് ഈ ദിവസം നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം അത് 60 ലക്ഷത്തിലെത്തി, അത് ക്രോസ് ചെയ്തു. പല മലയാളികൾക്കെല്ലാം ഏറെക്കുറെ അറിയാവുന്നൊരു സബരിയാണ്, ഒരു യാത്രയാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന ആകാശവാണിയുടെ കണ്ടതും കേട്ടതുണ്ട്, ദൂരദർശൻ്റെ ഒരു നിമിഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് പല വാർത്താ ചാനലുകൾക്ക് ശേഷം 24ൻ്റെ തലപ്പത്തെത്തുകയാണ്. അല്ലെങ്കിൽ 24 എന്ന് പറയുന്ന വാർത്താ ചാനൽ സങ്കല്പം തന്നെ ഉണ്ടാക്കുകയാണ്. ശരിക്കും ഈ സക്സസിൻ്റെ സൂത്രവാക്യം എന്താണ് ഇപ്പോഴുള്ള? ഞാൻ ശരിക്കും മനുഷ്യനെ അറിയുന്ന പോലെ ഞാൻ ഏറ്റവും മലയാളികളുടെ ഇടയിൽ ശ്രദ്ധ നേടിയത് നമ്മൾ തമ്മിൽ എന്ന ടോക്ക് ഷോയിലൂടെയാണ്. അതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ടോക്ക് ഷോയും. അത് തന്നെ ഉണ്ടായത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ദൂരദർശനിൽ ഈ ഒരു നിമിഷം എന്നുള്ള പ്രോഗ്രാം ചെയ്ത് നടക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് വരുന്ന സമയമാണ്. അപ്പോൾ ഏഷ്യാനെറ്റുകാർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഒരു 1500 എപ്പിസോഡുള്ള ഒരു നിമിഷം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അന്ന് 13 എപ്പിസോഡാണ് ഏറ്റവും വലിയ ദൈർഘ്യം. ദൂരദർശൻ്റെ 13 എപ്പിസോഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 13-നപ്പുറം പോകുന്ന പ്രശ്നമില്ല, അതെന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കതിനുള്ളൊരു ആത്മവിശ്വാസമില്ല. എന്നോ അതല്ല, നമുക്ക് നോക്കാം, 1000 ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ മുൻകൂറായിട്ട് 1000 ചെയ്യണം, അത് കൊള്ളത്തില്ലെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പോൾ അത് ചെയ്തു തുടങ്ങി. കുറേ എപ്പിസോഡ്സ് പോയി കഴിഞ്ഞപ്പോൾ ആരാണെന്നറിയില്ല, ഇവർ പറഞ്ഞു ഇയാളിങ്ങനെ നാവിന് വയറിളക്കം പിടിച്ചോളൂ സംസാരിക്കുന്നുണ്ടല്ലോ, ഇയാളെ കൊണ്ട് നമുക്കൊരു ടോക്ക് ഷോ തുടങ്ങിയാലോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഈ ടോക്ക് ഷോ എന്ന് പറയുന്ന സങ്കല്പവും ഐഡിയ ഒന്നും അന്ന് കേരളത്തിൽ ആർക്കും പരിചയമില്ല, ഞാനും കണ്ടിട്ടില്ല ഒരു ടോക്ക് ഷോ. മാത്രമല്ല നമ്മൾ BBC ഒക്കെ അന്ന് പ്രക്ഷേപണം ഉണ്ടെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല, കേരളത്തിൽ അത് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഏഷ്യാനെറ്റുള്ള ആരോ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, എൻ്റെ ഒരു നിമിഷം അട്ടിമറിക്കാനുള്ള ശ്രമമാണ്, ഇവരെ ഏതോ കൂറ പ്രോഗ്രാം എടുത്ത് എന്നെ ഏൽപ്പിക്കാനുള്ള പണിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ റെസിസ്റ്റ് ചെയ്തു, എതിർത്തു. എനിക്കതറിയില്ല, ഞാനത് ചെയ്തുമില്ല, എനിക്കറിയാത്ത കാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്. കാരണം എനിക്ക് ആകാശവാണിയിൽ അന്ന് ജോലിയുണ്ട്, അതുകൊണ്ട് ഇത് ഇപ്പം നിർബന്ധമായിട്ട് ഇത് വേണമെന്നില്ല, അത്യാവശ്യം ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് തന്നെ മേലോട്ട് നോക്കി ആകാശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയം. പക്ഷേ ഇവർ ഒരു 4-5 കാസറ്റ് എടുത്ത് എൻ്റെ തന്നു. ഓപ്ര വിൻഫ്രീന്ന് അവർ ചെയ്ത പ്രശസ്തമായ ടോക്ക് ഷോ ആണ്. അപ്പോൾ ഞാൻ ഈ ടോക്ക് ഷോ എന്നത് അവരുടെ ആക്സെൻ്റൊക്കെ നമുക്കന്ന് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ഇംഗ്ലീഷ് പോലും നമ്മൾ കേട്ടില്ലാത്ത കാലമാണ്. അപ്പം നമുക്ക് ഈ മലയാളം ട്രാൻസ്ലേറ്റർ ഡെവലപ്ഡ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ ഞാനിത് കുറച്ച് ഇട്ട് കണ്ടു, എനിക്ക് വല്ലാണ്ട് ബോറടിക്കുകയും ചെയ്തു. മാത്രമല്ല സെക്സ് റിലേറ്റഡ് ടോപ്പിക്ക് അവരെൻ്റെ തന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇത് ഗൂഢാലോചന തന്നെ, നമ്മളെ തകർക്കാനുള്ള പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നാമത് ഇത് വഴങ്ങത്തില്ല. പിന്നെ എനിക്കൊരു വിശ്വാസമില്ല, ഒരാൾ ഇന്ന് ഇങ്ങനെ പറയുന്നു, ആൾ മുഴുവൻ കേൾക്കുന്നു, അതൊന്നും ശരിയാവത്തില്ല. പക്ഷേ അത് തുടങ്ങി, അത് ഹിറ്റായി ശരിക്കും. ഒരു 4 എപ്പിസോഡിൽ അതിലൊരു എപ്പിസോഡായിരുന്നു ഈ ചാരക്കേസ് കെട്ടുകഥയെന്ന് പറഞ്ഞ എപ്പിസോഡ്.
ശരിക്കും റിസ്ക് എടുത്താണ് നമ്മളത് ചെയ്തത്. കാരണം അന്നത് കെട്ടുകഥയെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്പി നാരായണനെയും ഒക്കെ തന്നെ അവിടെ ആളുടെ ഓടിച്ചിട്ട് അടിക്കാൻ നടക്കുന്ന സമയമാണ്. പിന്നെ മറ്റു എല്ലാ മാധ്യമങ്ങളും എതിരാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ തിരിച്ചൊരു സ്റ്റാൻഡ് എടുത്തെന്ന്. കണ്ണാടിയിൽ ടീം ഗോകുമാറൊക്കെ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു. നമ്മളൊരു കുറ്റവിചാരണ ഭ്രാന്തിൻ്റെ ബാക്കി പത്രം എന്ന ടൈറ്റിൽ വരെ എന്നിട്ടിരുന്നു. ഇത്രയും വർഷത്തിന് ശേഷമാണ് എനിക്കത് ഓർമ്മയുണ്ട്. പല ആൾക്കാരും എന്നോട് ചോദിച്ചു, ഇൻ കേസ് ഇവരൊക്കെ ചാരക്കേസിൽ പ്രതികളാണെന്ന് നിങ്ങൾ അകത്ത് പോകുമെന്ന് പറഞ്ഞു, ഇവരെ സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ നമുക്കും അറിയില്ലല്ലോ ആക്ച്വലി എന്താ സംഭവിക്കും. ഈ റോക്കറ്റ് ടെക്നോളജിയൊക്കെ നമുക്കെന്തറിയാം, ഇവർ പറയുന്നത് കേൾക്കാമെന്നല്ലാതെ. പക്ഷേ അതങ്ങനെ പോയി ടോക്ക് ഷോ ഹിറ്റായതുകൊണ്ട് ഒരു 870 എപ്പിസോഡിലാണ് നിർത്തി. 19 വർഷം നിരന്തരമായി പോയി പോയി. അപ്പോൾ ഞാൻ ഈ ഫ്ലവേഴ്സ് തുടങ്ങി, ഫ്ലവേഴ്സ് ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി, നല്ലൊരു വ്യത്യസ്തമുള്ള ചാനലാണ് എന്നൊക്കെ വരുന്ന സമയത്താണ് ഈ നമ്മുടെ ന്യൂസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ന്യൂസ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 ഡിസംബർ 8-നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അതുവരെയും ഇന്നുവരെയും എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷനിലുള്ള ഒരു അവതാരകനെ വാർത്താ ചാനൽ താങ്ങത്തില്ല. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞ ഈ വാർത്തയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ വാർത്തയല്ല ഇവർ ഉണ്ടാക്കും അറിയത്തില്ലെന്നാണ്. എന്നാൽ ഈ വാർത്ത വർക്ക് ചെയ്യുന്നവർ പറയുന്നത് യവന്മാർ 3-4 ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നില്ലത് ഇവന്മാർക്ക് കാര്യബോധമില്ല. ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ പരസ്പരം അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ മറ്റുള്ളടത്ത് എനിക്കറിയില്ല. പക്ഷേ ലോകത്തിൽ ഒരു സ്ഥലത്തും ഈ എൻ്റർടൈൻമെൻറ്റുകാർ ന്യൂസ് പ്രസൻറ്ററായിട്ട് വരത്തില്ല. ന്യൂസ് പ്രസൻറ്റർ എൻ്റർടൈൻമെൻറ്റ് പ്രസൻറ്ററായിട്ട് വരത്തില്ല. അതൊരു വലിയൊരു വേലിക്കെട്ട് അങ്ങനെ കിടക്കുക. ഈ വേലിക്കെട്ട് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചിന്ത. ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഏത് സ്റ്റൈലാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ എനിക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ആൾ ചാർത്തുന്നുണ്ട്. വളപ്പടിക്കും. അപ്പോൾ ഈ വളപ്പടിക്കുന്നതൊക്കെ കേരളത്തിലൊരു വലിയ പാപമായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ ഈ നമ്മുടെ ഈ മധു നായർ ന്യൂയോർക്ക് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, അയാൾ ഈ നാസയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ബോസ് അയാൾക്ക് ബോറടിക്കുമ്പോൾ വന്നിട്ട് ഇയാളുടെ മേശയുടെ പുറത്ത് കയറിയിട്ട് പറയും, 2 കോമഡി പറ, ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റ് അതാ, ഇങ്ങനെ ഹ്യൂമർ അറിയാം എന്നുള്ളത്. അത് ലോകത്തെ മാർക്കറ്റിൽ വലിയ വിലയുള്ളതാണെങ്കിൽ ഇവിടെ വളിപ്പാണ്, നാറ്റ കേസാണെന്ന് അയാൾ പറയുക. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ രാത്രി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോഴേ അത് അങ്ങേക്ക് തോന്നുന്ന പോലെ തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹാർട്ടിൻ്റെ അവിടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കള്ളം വെള്ളമൊന്നും ചേർക്കാത്തൊരു ഭാഷ ഉപയോഗിക്കാം. നമുക്ക് തോന്നുന്നതൊക്കെ നമ്മൾ പറയുക. ഇപ്പോൾ മലയാള മനോരമയെക്കുറിച്ചൊരു കാര്യം തോന്നുന്നത് മനോരമ നമ്മൾ പറയുക, ഇന്ത്യ വിഷൻ തോന്നുന്നത് ഇന്ത്യ വിഷൻ എന്ന് പറയുക. ആ ലൈനാണ് ഞാൻ സ്വീകരിച്ചത്. അപ്പോൾ എനിക്ക് അന്ന് ഒരുപക്ഷെ കിട്ടിയ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നോക്കിയപ്പോൾ രാത്രിയിലൊക്കെ ഞാൻ നോക്കിയപ്പം ആക്രമിച്ച് കയറാൻ പറ്റത്തില്ല. കാരണം ഏഷ്യൻ ന്യൂസൊക്കെ വിനുവി ജോണിനെ പോലുള്ള അവതാരകരൊക്കെ പ്രൈം ടൈമിൽ കത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. വർഷങ്ങളായിട്ട് അവരെ കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്കോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ പ്രേക്ഷകരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ അന്ന് മോർണിംഗ് ഷോ എന്നൊരു സാധനം നമ്മുടെ ന്യൂസ് ചാനലില്ല. ചാനലിനെ സംബന്ധിച്ച് അവിടോട്ട് കയറാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അവിടോട്ട് കയറാനൊക്കെ പോകുമ്പോൾ നമ്മുടെ ആൾ തന്നെ ചിരിക്കുക. കാര്യം ഇത്രയും കാലം പ്രൈം ടൈം പ്രോഗ്രാം ചെയ്ത ഒരാൾ മനുഷ്യൻ കാണാത്തൊരു സമയത്ത് ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ എപ്പോഴും കരുതുന്നത് എന്താ പറയുക മനീഷ്, അതായത് മനീഷിനെ അറിയും പോലെ നമ്മൾ ചെയ്യുന്നത് ഏത് സമയമായാലും അത് പ്രൈമാക്കുക എന്നുള്ള പ്രധാനം. അല്ല നമ്മൾ പ്രൈം ടൈം പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ ഞാനത് ഇതിൽ എൻ്റെ ലാംഗ്വേജിലാണ് ഞാൻ സംസാരിച്ചത്. അതും സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാകുന്ന. ഞാൻ ശരിക്കും ഫ്ലോറിൽ നിന്ന് തുമ്മിയിട്ടുണ്ട്. അതുപോലെ ഒരു ദിവസം ഒരുത്തൻ എന്നോട് ചോദിച്ചു, മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊടു. ഞാനൊന്ന് മടക്കി കുത്തി കാണിച്ചു. എനിക്ക് എന്നെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ ഈ മനുഷ്യരുടെ ഇടയ്ക്ക് താമസിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ഹ്യൂമൻ ലിമിറ്റേഷൻസും എനിക്കുണ്ട്. അപ്പോൾ ഞാനത് പെയിൻ്റൊക്കെ അടിച്ച് പുട്ടിയൊക്കെ ഇട്ട് അത് കുറച്ച് മറച്ചു വയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ആളുകൾക്ക് ഈ വായനക്കാരനും അല്ലെങ്കിൽ വാർത്താ അവതാരകനും അല്ലെങ്കിൽ ഈ മോർണിംഗ് ഷോ പ്രസൻറ്ററും അവരും തമ്മിലൊരു അകലമില്ല എന്ന് തെളിയിച്ചിടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പുകളായിരുന്നു. ഇതൊരു വീഡിയോ ചാനലാണെന്ന് വീഡിയോയിലെ ഒരു വാർത്താ ചാനലല്ല, അതിൻ്റെ വീഡിയോ ഗ്രാഫിക്സും മറ്റേതൊക്കെ കൊണ്ടുവന്ന് വീഡിയോ ഗെയിം ചാനൽ എന്നാണ് അവർ ചോദിച്ചത്, വീഡിയോ ഗെയിം. അപ്പോൾ ചില വാർത്താമുറിയിലൊന്നും ഇത് എടുത്തില്ലായിരുന്നു. സാധാരണ 4-5 ചാനലും വെച്ച് ശത്രുവിൻ്റെ ചാനലിനെ എങ്ങനെ ആക്രമിക്കണമെന്ന് ആളുകൾ പ്ലാൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇതിടുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇട്ട് തുടങ്ങിയത്. ഇപ്പം നമ്മൾ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് വാർക്ക് റേറ്റിംഗിൽ 1ാമത് വന്നു. അപ്പം ഞാൻ നോക്കുന്നത് ഇപ്പം എനിക്കിപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കളരിയാണ്. ഞാൻ അവിടെ പഠിച്ചതുകൊണ്ട് ചില ആൾക്കാർ ഏഷ്യാനെറ്റിനെ തകർത്ത അങ്ങനെയൊന്നുമില്ല. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കണം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു മനീഷ്, അത് തുറന്ന് സമ്മതിച്ചേ പറ്റൂ. കാരണം ഞാൻ കരുതിയത് ഈ കേരളത്തിൽ ഈ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. അവരെവിടെയൊക്കെ വെച്ചാൽ സംസാരിക്കും, വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഒരു 100 അടിക്കാൻ പോകും ഒന്നിച്ച്, അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട്. എന്നാൽ ഈ ടെലിവിഷനിലുള്ളൊരു ഞാനൊരിക്കൽ ഒരു ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്നൊരു കക്ഷി, അയാൾ സൂര്യ ടി വിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരു മഴ സമയത്ത് ഒരു സ്ഥലത്ത് ഒരു വരാന്തിൽ ആൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ട് പോകാൻ പറ്റാതെ നിൽക്കാതെ മനസ്സിലായപ്പോൾ ഞാൻ അയാളെ വണ്ടി കയറ്റി. അപ്പോൾ ഏഷ്യാൻ്റെ വണ്ടി എൻ്റെ കയ്യിലുള്ളത്.
ഞാൻ ഇതും കൊണ്ട് പോയപ്പം ഈ സൂര്യ ഓഫീസിൻ്റെ ഇപ്പുറത്തൊരു വളയം മഴ കോരി ചൊരിയുകയാണ്. എന്നപ്പോൾ അയാൾ പറഞ്ഞു ഞാനിവിടെ ഇറക്കിക്കൊള്ളാം. ഞാൻ വെച്ച് നിൻ്റെ തല വിട്ടു അവർ, നിന്നെ ഞാൻ അതിൻ്റെ വരാന്തേ കൊണ്ടിറക്കി വിടാമെന്ന്. എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. കേട്ടില്ല, പുള്ളി അവിടെ ഇറങ്ങി. എന്നിട്ട് മഴയത്തിറങ്ങി നടന്ന് സൂര്യയിലേക്ക് പോകുന്നു. ആ ഒരു കൾച്ചർ മാറ്റിയെടുക്കണമെന്ന് അന്നേ ഞാൻ ആഗ്രഹിച്ചാണ്. എന്നിട്ട് ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് എത്തിച്ചു. എന്നുവെച്ചാൽ നമ്മുടെ ചാനൽ ചിലപ്പോൾ കണ്ടാൽ തിരിച്ചറിയത്തില്ല. അവിടെ എപ്പോഴും മാതൃഭൂമി ന്യൂസ്, മനോരമ ന്യൂസ്, ഏഷ്യൻ ന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരു വാർത്താ മുറിയിലും 24 എന്ന് പറയില്ല. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ടായിരുന്നു, അവിടെ ആരെങ്കിലും ബർത്ത്ഡേ ആഘോഷിച്ച് 24th ആണെങ്കിൽ അവർ 23rd കഴിഞ്ഞ് അടുത്ത ദിവസം എന്നേ പറയും. കാര്യം ഇത് 24 എന്ന് പറഞ്ഞാൽ അവർ അഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഞാനൊരു 40 വർഷമായി മീഡിയ വന്നിട്ട് ഈ 40 ഇയേഴ്സിനിടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരു പേര് പറഞ്ഞുകൊണ്ടൊന്നും ഒരു ചാനലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് ആളുകൾക്ക് കാണാൻ പറ്റുന്ന സാധനം വേണം. പിന്നെ എനിക്ക് ഇപ്പം മനീഷ് എന്നോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഇത് വേറൊരാൾ എന്നോട് ഇടയ്ക്ക് ചോദിച്ചു കേട്ടോ. അതായത് നമ്മുടെ ഇതിൻ്റെ പ്രഭാരിയായിരിക്കുന്ന BJPയുടെ നമ്മുടെ മന്ത്രിയായിരുന്ന നമ്മുടെ INB മിനിസ്റ്ററായിരുന്ന ആളുണ്ടല്ലോ, നമ്മുടെ പ്രകാശ് ജാവദേക്കർ. അപ്പോൾ ഞാൻ ഈ പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തെ ഞാനൊരു കാര്യം, നമ്മുടെ ഈ ചാനൽ സംബന്ധിച്ചൊരു കാര്യത്തിന് ഒരു ശുപാർശ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരു കൊല്ലം അദ്ദേഹത്തെ കാണാൻ ശ്രമം നടത്തി ഡൽഹിയിൽ. എനിക്ക് പെർമിഷൻ കിട്ടിയില്ല. ഒരു ദിവസം അറിയുന്നു അദ്ദേഹം എന്നെ അന്വേഷിച്ച് നടക്കുന്നു കൊച്ചിയിൽ. ഞാൻ ഞെട്ടിപ്പോയി. ഒരു കൊല്ലം ഞാൻ കാണാൻ നടന്ന ആൾ. ഞാനിതിൽ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം ചുമ്മാ ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചാണ്. പക്ഷേ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ്. കാരണം ഒരു 850 ചാനൽ ഇത്ര കാലം കൺട്രോൾ ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ആകെ അത് എനിക്ക് 20 മിനിറ്റായിരുന്നു അനുവദിച്ചിരുന്നത്. പക്ഷേ 45 മിനിറ്റോളം അത് എന്നോട് സംസാരിച്ചു. അത് 25 മിനിറ്റും അത് എടുത്തതെന്തിനാണെന്നറിയോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ 850 ചാനൽ കൺട്രോൾ ചെയ്തിട്ടുള്ള ആളാണ്. ഒരു സ്ഥലത്തും ഒരു വാർത്താ അവതാരകൻ എൻ്റർടൈൻമെൻറ്റ് വന്നതല്ല. നിങ്ങളിപ്പോൾ എൻ്റർടൈൻമെൻറ്റിൽ നിൽക്കുന്നു, രാത്രിയിൽ ന്യൂസ് ചാനലിൽ നിൽക്കുന്നു, നിങ്ങളിത് ഡൈല്യൂട്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ എന്താണ് ആൾക്കാർ ഇത് രണ്ടും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു അവർ ശ്രീകണ്ഠൻ നായർ എന്ന വ്യക്തിയെ മാത്രമേ കാണുന്നുള്ളൂ, അവരയാൾ വാർത്ത നിൽക്കണം. ഞാൻ പറഞ്ഞു സാറൊക്കെ ഒരു കാര്യത്തിൽ ചിന്തിക്കാൻ മറന്നു പോരുത്. ഒരാളൊരു വീട്ടിൽ ഇരുന്നൊരു TV ആണ്, ഇത് ന്യൂസ് ചാനലാണോ എൻ്റർടൈൻമെൻറ്റ് ചാനലാണോ? ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് അവർ നോക്കത്തില്ല. ഇത് കാണബിളാണോ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം, അതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ലോകത്ത് ഒരു സ്ഥലത്തും ഇതില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, നല്ലതാണ് ചരിത്രമായല്ലോ, ഇനിയിപ്പോൾ അങ്ങനെ പ്രശ്നമില്ല. ഞാനെപ്പോഴും വിചാരിക്കുന്നറിയോ മനീഷ്, ഈ വാർത്താ ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എൻ്റർടൈൻമെൻറ്റ് ചാനൽ വർക്ക് ചെയ്യണം. കാര്യം അവിടെ 8ഉം 10ഉം ക്യാമറ എന്നുള്ള ഈ മൾട്ടി ക്യാം ഷൂട്ടും ഒക്കെ തന്നെ അതിനകത്ത് ഒരുപാട് കരവിരുതുണ്ടല്ലോ. അതുപോലെ തിരിച്ചും ഈ വാർത്താ മുറികളിൽ പോയി ഇവർ ജോലി ചെയ്യണം. ഇനി വാർത്താ മുറികളിൽ ഒരു സ്പീഡ് ഇവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം അവിടെ എടുക്കുന്ന ഒരു 120 കിലോമീറ്റർ സ്പീഡിലാണല്ലോ അവരെപ്പോഴും പോകുന്നത്. അപ്പോൾ ഇവർ കൊണ്ടും കൊടുത്ത് ഇവിടെ ഒരുപക്ഷെ ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്ന കാര്യം എന്താ അറിയുമോ, ഈ ഫ്ലവേഴ്സിലെയും 24ലെയും സ്റ്റാഫ് ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഫ്ലവേഴ്സിലെ പല ആൾക്കാരും 24ൽ ഡ്യൂട്ടിയിലായിരിക്കും, 24ലെ പല ഫ്ലവേഴ്സിലായിരിക്കും ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ആദ്യം മുതലേ ശ്രമിച്ചു. ഞാൻ ഈ പോയിട്ടുള്ള മനീഷ് അറിയുന്ന പല വാർത്താ ചാനലിൻ്റെയും പല ടെലിവിഷൻ ചാനലിൻ്റെയും വരാന്തി കയറിയെന്ന് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഏത് ചാനലിലൊക്കെ വർക്ക് ചെയ്യാത്തതിൻ്റെ ലിസ്റ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേരളത്തിൽ. അങ്ങനെ ഒരു പരിചയമുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായത് ഇവർ തമ്മിൽ ഭയങ്കര പകയാണ്. അതെന്തിനാണെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. അതിന് ആവശ്യമില്ല ശരിക്കും. കാരണം ഇവർ രണ്ട് ഇതിൽ വർക്ക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഈ പക എന്തിനാണെന്ന് എത്ര ആലോചിച്ചു. ഞാനും ഗോപകുമാറും തമ്മിലൊക്കെ ഏഷ്യാനെറ്റ് ഭയങ്കര ലോകിയായിരുന്നു. കാര്യം നമ്മൾ തമ്മിലും കണ്ണാടിയുടെ എഡിറ്റ് അപ്പുറം ഇപ്പുറം നടക്കും. ഞങ്ങൾ രാത്രി 12 മണിക്കൊക്കെ എഡിറ്റിൻ്റെ ബോറടിക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങി നാട്ടുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അവർ ഭയങ്കര ലോകിയായിരുന്നു. ഒരു നല്ലൊരു സിനർജി ഉണ്ടായിരുന്നു. ആ സിനർജിയിൽ ആളുകൾക്ക് പോകാൻ പറ്റണം. അങ്ങനെ പത്രത്തിലെ പ്രവർത്തകർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിലേ ടെലിവിഷൻ എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. ഇപ്പം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഞാനത് ഇത്രയും പോലെ ശ്രമിച്ചിട്ടും ഞാനത് പരാജയപ്പെട്ടു പോയി. ഞാനത് പരസ്യമായിട്ട് സമ്മതിക്കാൻ തയ്യാറാണ്. കാരണം ഒരു അണ്ണ് വീട്ട ആളുകൾ മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ചില ആൾക്കാർ ചോദിക്കുകയും നിങ്ങൾക്ക് ടെലിവിഷൻ ഫെഡറേഷൻ സംഘടനയില്ലേ, അതിനകത്ത് പോയി പറഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന ആൾക്കാർ തമ്മിൽ വല്ല ബന്ധം ഉണ്ടാകും. അവരൊന്നിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ സാർ പറഞ്ഞു ചേർത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊതുവെ നമ്മൾ 1ാം സ്ഥാനക്കാരെ തൊട്ട് പിന്നാലെയുള്ളവരൊക്കെ അനുകരിക്കുകയും അവരുടെ ശൈലിയിലേക്ക് വരികയാണ് പതിവ്. അതാണ് എപ്പോഴും രീതിയും. ഇപ്പോൾ ഇവിടെ ഫ്ലവർ 24 3ാമതോ 4ാമതോ 5ാമതോ നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ തുടക്കകാലത്ത് അതിനെ 1ാം സ്ഥാനക്കാരായ ഏഷ്യാനെറ്റ് അനുകരിക്കുന്നു. ഏഷ്യാനെറ്റ് അതിൻ്റെ ഒരു വടിവത്ത രീതിയിൽ നിന്ന് വാർത്ത അവതരിപ്പിക്കാൻ നൽകുന്നു, സ്റ്റുഡിയോയുടെ സ്റ്റൈല് മാറ്റുന്നു. ഒരു പൊളിച്ചുപണിയിലേക്ക് 24ൻ്റെ രീതിയിലേക്കുള്ള പൊളിച്ചുപണിയിലേക്ക് മനോരമ, മാതൃഭൂമി, ഈ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടർ അടക്കമുള്ള അതിൻ്റെ ശൈലി മാറ്റത്തിലേക്ക് ഇതിനെ ഒരു അനുകരണമാക്കുന്നൊരു സംഗതിയാണല്ലോ വന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു ശത്രുതയും മത്സര ബുദ്ധിയൊക്കെ അല്ല. അതെന്താ പറയുക മനുഷ്യ, നമുക്ക് ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞൊരു തമാശ പറയാം. ഞാൻ മോർണിംഗ് ഷോയിൽ പറഞ്ഞതാണ്.
അത് ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന ആ വണ്ടികൾ ചുവന്ന നിറത്തിലുള്ളതായിരിക്കും, അപ്പോൾ വാർത്താ ചാനൽ എല്ലാത്തിനും ചുവന്ന നിറമായിരിക്കും എന്ന് ഞാൻ അനൗൺസ് ചെയ്തു. കാരണം ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 24 എന്നുള്ള വാർത്താ ചാനലിനെ ഇവർ ലുക്ക് ആൻഡ് ഫീൽ അനുകരിച്ചിട്ട് ഇപ്പോൾ ഈ ചാനലുകൾ തമ്മിൽ പ്രേക്ഷകന് മാറിപ്പോകും. ഞാനതുകൊണ്ട് രണ്ട് കാര്യം ഞാൻ ആലോചിക്കുന്നത്. ഒന്ന്, ഞാൻ എൻ്റെ പടം എടുത്ത് എൻ്റെ സ്ക്രീനിൽ എപ്പോഴും ഒട്ടിച്ചു വെക്കുക, ഇത് ഇന്ന ചാനലാണ്, ISI മുദ്ര പോലെ മുദ്ര പോലെ അടുപ്പിച്ച്, അല്ലെങ്കിൽ 24 ഒറിജിനൽ എന്ന് എപ്പോഴും എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രസക്തിയില്ല. എൻ്റെ ഒരു നിരീക്ഷണത്തിലുണ്ടല്ലോ, ഇവർ ഒരു രീതിയിൽ ഈ ഡ്യൂപ്ലിക്കേറ്റുകൾക്ക് ഒരു നിലനിൽക്കാൻ പറ്റത്തില്ല. ഒറിജിനൽ ഉണ്ടല്ലോ അവിടെ. ഇപ്പം നമ്മൾ ദാസേട്ടനെ അനുകരിച്ച് എത്ര ആൾക്കാരുണ്ട്, ദാസേട്ടൻ നിലനിന്നുള്ളൂ. ഇപ്പോൾ മോഹൻലാലിനെ അനുകരിക്കുന്ന 100,000 കണക്കിന് ആൾക്കാരെ നമുക്ക് കേരളത്തിൽ കാണാം. അതുകൊണ്ട് വല്ല കാര്യമുണ്ട്, മോഹൻലാലിനെ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇവർ, പക്ഷേ താങ്കൾ പറഞ്ഞ കറക്റ്റാണ്, നമ്മൾ 4ാമത്തോ 5ാം സ്ഥാനത്തോ ഒക്കെ കിടക്കും. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു അൺകൺവെൻഷണലായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ഗ്രാഫിക്സും ഒക്കെ തന്നെ, ചില അൺറിയൽ ഷോസും ഒക്കെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അത് പെട്ടെന്ന്, പക്ഷേ ഞാൻ വരുത്താൻ ശ്രമിച്ച മാറ്റം എന്താണെന്നറിയാമോ? കേരളത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഇപ്പോൾ EK നായനാർക്ക് ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു. അതായത് അത് എന്ത് പറഞ്ഞാലും ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പം നമ്മൾ ജോൺ മുണ്ടക്കത്തിനെ കാണുമ്പോൾ മനോരമ എത്ര കൂലി എഴുതാൻ നിനക്ക് പൈസ തരുന്നുണ്ട് എന്ന് ചോദിച്ചാലും നായനാർ ചോദിക്കുകയാണെങ്കിൽ ഇത് പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട്. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് എത്ര കിട്ടുകൂടോ ശമ്പളം ഇല്ലാതെ, ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ എന്നോട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ലൈസൻസ് അത്. അപ്പോൾ നമുക്കൊരു ടെലിവിഷൻ ലൈസൻസ് കിട്ടണം ആൾക്കാരോട് ഇതൊക്കെ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ അഹങ്കാരമാണെന്ന് പറയും. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ന്യൂസൊക്കെ നമ്മൾ മലയാളം ഏഷ്യൻ ന്യൂസ് ആണല്ലോ ദൂരദർശൻ കഴിഞ്ഞാൽ, ദൂരദർശൻ ന്യൂസിലും ഒരു പരിധി വരുന്നുണ്ട്. എന്നാലും പക്ഷേ ദൂരദർശൻ ന്യൂസിലൊക്കെ നമ്മൾ കാണാത്ത ചില പ്രത്യേകതകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ മാറ്റർ ഓഫ് ഫാക്റ്റ് എന്ന് മാത്രമല്ല, അക്ഷരപേശം ഉണ്ടാകത്തില്ല, അവരുടെ സ്റ്റൈലിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല, വടിവത്ത് നിൽക്കും. പക്ഷേ ദൂരദർശൻ ന്യൂസിനൊരു പ്രത്യേകത ഉണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് കണ്ടാൽ ഉറക്കം വരുമെന്ന് പ്രശ്നം വരും. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഓരോ അന്നത്തെ രാജേശ്വരി മോഹനും അളകനന്ദയും ഇവരൊക്കെ വായിച്ച് ഉള്ള വാർത്തകളൊക്കെ കാണാൻ ആൾക്കാർക്ക് താല്പര്യമായിരുന്നു. ഇത് ഞാൻ ഈ ഏഷ്യൻ ന്യൂസൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഇവർ ടൈയൊക്കെ കെട്ടിയിരുന്ന് ഒക്കെ വാർത്ത വായിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ പടിഞ്ഞാറൻ നാടുകളിലൊക്കെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ വെച്ച് ആൾക്കാർ കോട്ട് സൂട്ടൊക്കെ ഇട്ട് ടൈ കെട്ടി, ഇവിടെ എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഞാനത് പറയുമ്പോൾ ഇവരെന്നെ കളിയാക്കുമായിരുന്നു. പലപ്പോഴും ഞാൻ പറയുമ്പോൾ ഇത് കോമഡി ഷോ അല്ല, നമ്മൾ തമ്മിലൊന്നും അല്ല ഇത്, ഏഷ്യാനെറ്റുള്ളപ്പോൾ അങ്ങനെ അവർ തന്നെ പറയുമായിരുന്നു. അവർ നമ്മളെ കളിയാക്കി. ഞാൻ പൊതു മീറ്റിങ്ങുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പൈൻ മീറ്റിംഗ് വരുമല്ലോ, ന്യൂസ് എന്ന ഏഷ്യാനെറ്റ് ഒന്നിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഇവരത് എനിക്ക് പക്ഷേ എന്നും എൻ്റെ ഒരു സംശയം, അത് നമ്മൾ ഇവിടുത്തെ റിസൾട്ട് നമ്മൾ ഇറങ്ങി എന്ത് കുഴപ്പം? അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കൊളി കിട്ടി, ഞാൻ എറിയാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ നമ്മളൊരു പുതുതായിട്ടൊരു ചാനൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ് വ്യത്യസ്തത എന്നാണല്ലോ. അല്ലെങ്കിൽ പുതിയൊരു സ്ക്രോൾ വരാനായിട്ട് ആരും വാർത്ത കാണുന്നില്ലല്ലോ, സ്ക്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ചാനലിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതെ. മാത്രമല്ല ആൾക്കാരെ കണ്ടുകൊണ്ടിരുന്ന ചാനലിൽ നിന്ന് മാറാൻ ഭയങ്കര പാടുമാണ്, ഒരു ബിഹേവിയറാണുള്ളത്. അപ്പോൾ 5 വ്യത്യാസങ്ങൾ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചു, പ്രകടമായിട്ടൊരു 5 ഡിഫറൻസ്. അത് ഏഷ്യാനെറ്റിൽ നിന്നും മനോരമയിൽ നിന്നും 5 ഡിഫറൻസ് വേണം. അങ്ങനെ തീരുമാനിച്ചാൽ ഒന്നായിരുന്നു നമ്മൾ ഈ പാൻറ് ഊരി കളയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുണ്ടെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മുണ്ടെടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഈ നമ്മളിൽ വായി കുഴക്കട്ടിട്ടുള്ള സംസാരിക്കുന്ന രീതിയുണ്ട്, സംസ്ഥാന വ്യാപകമായി എന്ന് പറയുന്നത്, ആ പരിപാടി നിർത്തി. അണ്ണാ ഭയങ്കര മഴയാണ് ആ സംഭവം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ലാംഗ്വേജ് അങ്ങ് ഭയങ്കര ഇൻഫോർമലാക്കി, അതും എക്സ്റ്റംപോറാക്കി, ആർട്ടിൽ നിന്ന് വരുന്ന ലാംഗ്വേജ് ആക്കി, നമ്മൾക്ക് മലയാളിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഭാഷയാക്കി ഇങ്ങനെ. അപ്പോൾ ഈ മുണ്ട് നമ്മൾ എടുത്തു കൊടുത്തപ്പോൾ ആൾക്കാരൊക്കെ ചെറിയ പ്രശ്നമുണ്ടായി. പക്ഷേ പിന്നീടാണ് ഇപ്പം കേരളത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള 2 സാധനമായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് മുണ്ടും, ഒന്ന് സൈക്കിളും. സൈക്കിളിൻ്റെ കാര്യം എന്തോ പറ്റി എനിക്ക് അറിയത്തില്ല, പക്ഷേ മുണ്ട് ഭയങ്കരമായിട്ട് ചിലവഴിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ. കാരണം മുണ്ടിനൊരു ബഹുമാനം കിട്ടിയിട്ടുണ്ട്. ഈ കോവിഡ് കാലമായപ്പോൾ പ്രത്യേകിച്ചും ഈ മുണ്ടൊക്കെ, ഞാൻ യഥാർത്ഥത്തിൽ കോവിഡിൻ്റെ മനീഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഈ കോവിഡിൻ്റെ മിക്കവാറും 20 മാസം ഉണ്ടായിരുന്നല്ലോ, ഞാൻ എല്ലാം കൂടി 4-5 ദിവസമേ മാറിയെന്നുള്ളൂ മോർണിംഗ് ഷോയിൽ നിന്ന്. ഞാൻ കോവിഡ് പിടിച്ചിരിക്കുക. കോവിഡ് പിടിച്ചപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഈ സാങ്കേതിക സാധ്യത ഉപയോഗിച്ച് ഈ സെറ്റിലേക്ക് ചെന്നിറങ്ങി ചെയ്യുന്നുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ 6-7 ദിവസം കോവിഡുമായിട്ട് വീട്ടിലുണ്ടായിരുന്നു. പലരും സംശയിച്ചു ഞാൻ ഓഫീസിലിരുന്ന് ഈ കോവിഡിൻ്റെ മരുന്നും കഴിച്ചുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആയിരുന്നില്ല, വീട്ടിൽ നിന്ന് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് ഞാനന്ന് ആൾക്കാരെ കുറച്ചുകൂടെ ഈ പേടിയില്ലാതാക്കുക എന്ന് പറയുന്ന ഉദ്യമമായിരുന്നു ഞാനന്ന് ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ നമ്മുടെ ഒന്നാമത് മുണ്ടിനൊരു സുഖമുണ്ടല്ലോ, അപ്പം മുണ്ടെടുത്ത് നടക്കുന്ന ഞാനൊരു സുഖമുണ്ട് നമ്മൾ. അപ്പോൾ ഈ മുണ്ടനായിട്ട് വാർത്തയിൽ ഇറങ്ങുക എന്ന് പറയുന്നത്, അപ്പോൾ ഒരു കുഴപ്പമില്ല, വാർത്തയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ നമ്മൾ തമ്മിൽ ചെയ്യുമ്പോൾ തന്നെ എന്നെക്കുറിച്ച് കേട്ടൊരു പരാതി, ഞാൻ ഈ അസ്ഥാനത്ത് കോമഡി അടിക്കുന്നായിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ കല്യാണ വീട്ടിൽ ദുഃഖ ബാൻഡ് അടിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. കാര്യം പറയുമ്പോൾ കാര്യമാണ്, തമാശ പോലെ തമാശ. പിന്നെ ഈ തമാശയ്ക്ക് എപ്പോഴും ഒരു
കുഴപ്പമുണ്ടല്ലോ, കൈവിട്ട കളിയാണല്ലോ, ചിലപ്പോൾ ചീറ്റി പോവും. അപ്പോൾ ചീറ്റി പോയാൽ നാറും, ആൾ ചീത്ത വിളിക്കും, അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ഇത് ഈ നമ്മളുടെ പ്രകടമായിട്ട് നമ്മൾ ഗ്രാഫിക്സിൽ കൊണ്ടുവന്ന മാറ്റം, സ്റ്റുഡിയോയിലൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങുന്നതൊക്കെ കാണിച്ചപ്പോൾ ആൾക്കാർ, അത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ നേരത്തെ വന്നെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ആ പൂരം നമ്മളൊരെണ്ണം ചെയ്തു, അത് നമുക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനുള്ള ഈ വിസാർട്ടി എന്ന് പറയുന്ന ഈ കമ്പനി, ഈ എക്യുപ്മെൻറ്റ് തന്ന കമ്പനി അവരുടെ സൈറ്റിൽ ഇപ്പോഴും ഇട്ടിട്ടുണ്ട്. കാര്യം അവർ പറയുന്നത് അവരുടെ എക്യുപ്മെൻറ്റിൻ്റെ സാധ്യത ഏറ്റവും ഉപയോഗിച്ചത് ഈ കേരളത്തിലെ ചാനലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഒരിടത്ത് നിൽക്കുന്നു, മറ്റുള്ള ചെണ്ടക്കാരൻ വേറെ സ്ഥലത്ത് നിൽക്കുന്നു, തായമ്പകം കൊണ്ട് വേറെ ആൾ നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം 6-7 സ്ഥലത്ത് നിന്ന് ഒന്നിച്ച് നമ്മൾ ഫ്ലോറിൽ കൊണ്ടുവന്നപ്പോഴേ അത് മാത്രമല്ല, ഒരു അമേരിക്കയിൽ നടന്നൊരു എക്സിബിഷനിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി അവരുടെ മഹത്വമായി കാണിച്ച 5 ട്രെയിലറിലൊന്നും ഇതായിരുന്നു. അത് വിസാർട്ടിയുടെ നമുക്ക്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയൊരു അഭിമാനമുള്ള കാര്യമില്ല. നമ്മളൊരു റീജിയണൽ ചാനൽ, ഡൽഹിക്കാരെ ഭാഷ ലോക്കൽ ചാനലാണിത്. അപ്പോൾ ഈ ലോക്കൽ ചാനലിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്കിപ്പോഴും അറിയുന്നൊരു കാര്യം, നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ തിരിച്ചറിയാൻ പറ്റണം. മാത്രമല്ല എനിക്ക് നമ്മൾ തമ്മിൽ അതെങ്ങനെ ഗുണം ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു തോന്നലാണ്. ഇതിന് നമുക്കൊരു ശാസ്ത്രീയ എവിഡൻസ് ഒന്നുമില്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് സാധാരണ വാർത്ത കാണാത്ത ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ ഈ കുടുംബ പ്രേക്ഷകർ എന്നുള്ള ആൾക്കാർ ഈ രാവിലെ ഞാൻ വാർത്ത മാത്രമല്ല മറ്റുള്ള കാര്യമൊക്കെ മിക്സ് ചെയ്ത് അവർക്ക് അറിയേണ്ട കാര്യങ്ങളും ഒക്കെ ചേർത്ത് ഇതിങ്ങനെ കൊടുത്തപ്പോൾ സമയം പറയും, പിന്നെ അവർക്ക് വരാനുള്ള വണ്ടി വന്നെന്ന് പറയും, ട്രെയിൻ പോയെന്ന് പറയും, ഇങ്ങനെയുള്ള അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും എന്നുള്ളതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ കോഴിക്കോട് നമ്മുടെ അർജുനെ കാണാതായപ്പോൾ സമയത്തെ അർജുൻ്റെ സഹോദരിയെ നമ്മുടെ യൂണിറ്റ് കണക്ട് ചെയ്ത സമയത്ത് ആ കുട്ടി പറഞ്ഞിങ്ങനെ മന്ത്രിയോട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും. ഞാൻ 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം, നമുക്ക് മന്ത്രി ഉണ്ടോ നോക്കാം. കെ പി ഗണേഷ് കുമാറിനോടാണ് അപ്പോൾ പറയേണ്ടത്. കെ പി ഗണേഷ് വിളിച്ച് ലൈൻ നിർത്തി, കുട്ടി പറഞ്ഞോളൂ മന്ത്രി ലൈനിൽ നിൽക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ആൾക്കാർ അവരുടെ ലൈഫിലേക്ക്, ഇത് പ്രത്യേകിച്ച് TV ചാനൽ സ്വഭാവമല്ലല്ലോ ഇങ്ങനെ നമ്മൾ ഒരു തരം കണക്ടറായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോർഡിനേഷനും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും. പിന്നെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അതൊരു വലിയ പരിധിയില്ല. അത് പിന്നെ നമ്മൾ പണ്ടേ ചെയ്യുന്നതായിരുന്നു, നാളെ അറിയാറില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോഴേ ഒരു പ്രക്ഷേപണത്തിനപ്പുറം നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതും ആൾക്കാരോട് അടുക്കാൻ കാരണം. അതുകൊണ്ടായിരിക്കും ഇത്രയധികം പ്രേക്ഷകർ ഇപ്പം 24 ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ ഇത് തുടങ്ങുന്നത് റേഡിയോയിലാണ്. നമ്മളെപ്പോഴും റേഡിയോ പറയുന്നത്, റേഡിയോ ചിലപ്പോൾ ആളുകൾ തലയുടെ അടുത്ത് വെക്കാറുണ്ട്, തലയണ പോലെ തൊട്ടടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഒരു കമ്പാനിയൻഷിപ്പ് എപ്പോഴും റേഡിയോയ്ക്കുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് 24 വിഭാവനം ചെയ്യുമ്പോഴും അവരുടെ നമ്മുടെ സ്വീകരണ മുറിയിലൊരു വാർത്താ ചാനൽ, അതിൻ്റെ ഒരു അകലം, വടിവത്ത് ഇതിൽ ആളുകൾ സംസാരിക്കുന്നു, ആ ഒരു ദൂരെ കൂടുതൽ മാറ്റി അവരുടെ അടുക്കള എവിടെയും അവരുടെ ചുറ്റുവട്ടത്തുള്ള അവരുടെ എന്ത് കാര്യവും സംസാരിക്കുന്ന, എന്നാൽ ഈ അവിടെ തന്നെയുള്ളൊരു സഹ അവതാരകളോടക്കം തോളിൽ കൈയിട്ടിട്ട് സംസാരിക്കാവുന്ന, അതിനോട് തമാശയൊക്കെ പറയുന്ന ഈ ഒരു ഗൗരവതലം പൂർണ്ണമായിട്ടും വെടിയുക, എന്നാൽ അതിനൊരു വാർത്താ അവതരണത്തിൻ്റെ നിലവാരം നിലനിർത്തുക, അങ്ങനെ ഒരു പ്ലാനിലേക്ക് വന്നതിൻ്റെ ഞാൻ ശരിക്കും റേഡിയോ തീർച്ചയായിട്ടും എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും മനുഷ്യൻ അറിയുന്നറിയില്ല, ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നതൊക്കെ ശരിക്കും ഒരു കോളേജിലായിരുന്നു. ഞാൻ തൃശ്ശൂർ കേരള കോളേജിൽ അധ്യാപക ഒരു മാഷായിരുന്നു. അപ്പോൾ കുറച്ച് കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് എന്നെ ആകാശവാണിയിൽ ജോയിൻ ചെയ്തു, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് ജോയിൻ ചെയ്തു. അപ്പം എനിക്ക് സത്യമായി ഞാൻ ഈ വാർത്ത വായിക്കുന്ന രാമേന്ദ്രൻ ചേട്ടൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ അനുകരിച്ചാണ് നമ്മുടെ വരവെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ആകാശവാണിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഈ കലാകുന്നിയുടെ ഒരു ഫീച്ചർ റൈറ്ററായിരുന്നു. അപ്പോൾ കുറേ ഫീച്ചറുകൾ, കവർ സ്റ്റോറികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കലാമതിക്ക് വേണ്ടി. അപ്പോൾ എവിടേക്കോ നമ്മുടെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മോഹൻലാലെ മമ്മൂട്ടിയാവണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ പല തന്ത്രവും പയറ്റും, എങ്ങും ക്ലച്ച് പിടിക്കത്തില്ല. കാരണം അവരൊക്കെ അപാരമായ സിദ്ധിയുള്ളവരായതുകൊണ്ടാണ് അവർ ആ സ്ഥലത്തെത്തിയത്. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ വെച്ചതൊക്കെ എളുപ്പമായി, പെട്ടെന്ന് ഒരു മോഹൻലാലാവുക. എനിക്ക് മനസ്സിലായി അതിൻ്റെ 1-ാം പകുതി വെള്ളം കുടിച്ച് നമ്മുടെ ഉപ്പാട് വരും എന്നുള്ളത്. ഇവരുടെയൊക്കെ 1-ാം പകുതി നമ്മൾ അറിയുന്നില്ല. കാര്യം ഇവരെത്ര ക്ലേശം സഹിച്ചാണ് നമ്മൾ 2-ാം പകുതിയിൽ ഇവർ നേടിയ വിജയങ്ങളുടെ കണക്കെ നമ്മുടെ കയ്യിലുള്ളൂ. ഞാനത് കഴിഞ്ഞ് റേഡിയോ ചെല്ലുമ്പോൾ ഈ റേഡിയോയിലുള്ളൊരു ഗുണം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അറിയുമോ, ടെലിവിഷനിൽ നമ്മളൊരു കാര്യം പരീക്ഷിച്ചാൽ പരാജയപ്പെട്ട ഒത്തിരി കാശ് പോകും. റേഡിയോയിൽ പരീക്ഷ നടത്താൻ പൈസ വേണ്ട, അത് വലിയ കാശൊന്നും ആകത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് പരീക്ഷിക്കാം. സത്യത്തിൽ റേഡിയോയിൽ പല ഫോർമാറ്റുകളും ഞാൻ ടെലിവിഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ ഏഷ്യാനെറ്റിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ തന്നെ എനിക്ക് വലുതായിട്ട് അന്ന് ടെലിവിഷൻ പ്രൊഡക്ഷൻ അറിയത്തില്ല. മാത്രമല്ല ഈ എഡിറ്റിങ്ങും ഒക്കെ എങ്ങനെ ചില ന്യൂസ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് ഞാൻ ദൂരദർശന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് വേറൊന്നും അറിയത്തില്ല. ഞാൻ റേഡിയോ സ്റ്റേഷനിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രഭാത ബലിയൊക്കെ എന്ന് വളരെ ഹിറ്റാണ്, അതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പറകോട് ഉണ്ണികൃഷ്ണൻ ഒരാളാണ് എൻ്റെ ചാർജ്. അപ്പോൾ ഞാനും എസ് ഗോപാലകൃഷ്ണനും ഒക്കെ ഇതിനകത്ത് ആൾക്കാരായിരുന്നു. അപ്പോൾ നമ്മളന്ന് ഒരു യുവനിരയാണ് ആകാശവാണിയിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മളിത് പലതും പരീക്ഷ നോക്കിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഞാൻ ഏഷ്യാനെറ്റിൽ ചെന്നപ്പോൾ ആദ്യം സംഗീത സാഗരം എന്നൊരു പ്രോഗ്രാമാണ് അതിൽ ഞാൻ അവതരിപ്പിച്ചത്. അതിനകത്ത് ശരിക്കും ആ പ്രോഗ്രാമിൽ SP ബാലസുബ്രഹ്മണ്യമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, S ജാനകി, അതുപോലെ തന്നെ ചിത്ര, MG ശ്രീകുമാർ, P ജയചന്ദ്രൻ, ഇവരെല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുത്താണ്. അത് ശരിക്കും റേഡിയോ ഫോർമാറ്റാണ്. ഇന്നിപ്പോൾ യൂട്യൂബിൽ പോയ മനുഷ്യനെ കാണാം ആ പ്രോഗ്രാം, ആ സംഗീത സാഗരം അടിച്ചു നോക്കിയാൽ അത് റേഡിയോ ഫോർമാറ്റ്. പക്ഷേ അന്ന് കുറച്ച് വൃത്തിയാണ് അത് ടെലികാസ്റ്റ് ചെയ്ത്. അതായത് അവിടെ നിന്ന് നമ്മൾ പിടിച്ച് കയറിയത് ഏഷ്യാനെറ്റും ഒരു പരിധി വരെ. കാരണം ഏഷ്യാനെറ്റല്ല, അന്ന് സൂര്യയാണ് ടോപ്പിലെന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റ് അത് കൂടെ ഭയങ്കര പ്രത്യേകിച്ചും SP ബാലസൂര്യൻ വന്ന എപ്പിസോഡൊക്കെ അന്നൊരു സിംഗിൾ ഡിജിറ്റ് റേറ്റിംഗ് പോലും അന്ന് വളരെ താഴ്ന്നു നിൽക്കുമായിരുന്നു റേറ്റിംഗിൽ ഏഷ്യാനെറ്റ്. സൂര്യയായിരുന്നു അന്ന് ടോപ്പിൽ. 1060 പ്രോഗ്രാം സൂര്യ TV ആയിരുന്നു അന്ന്. പക്ഷേ അന്ന് ഇത് വന്നപ്പോൾ 2 ഡിജിറ്റ് റേറ്റിംഗ് ഒരു 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് വരികയാണ്. അന്ന് കേരളത്തിൽ ലഡു വിതരണം ചെയ്ത ദിവസമായിരുന്നു അന്ന് ഏഷ്യാനെറ്റിൽ, പുളിയറക്കോണത്തെ സ്ഥലത്ത്. അപ്പോൾ ഇത് എനിക്കൊന്ന് റേഡിയോ അതിനെന്നെ സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ പ്രയോഗങ്ങളും ചില പുതിയ ഐഡിയകളും ഒക്കെ റേഡിയോ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മനുഷ്യ പറഞ്ഞാൽ കുറേ കണ്ടതും കേട്ട ഒരു എനിക്കൊന്നൊരു 2000 കണ്ടതും കേട്ടതും തന്നെ എഴുതിയിട്ടുണ്ടാവും ഇത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഈസി ആയിട്ട് എഴുതാനും ഒക്കെ ഉള്ളൊരു അവസരമാവുമല്ലോ കുറച്ച് കഴിയുമ്പോൾ. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് ചില പ്രയോഗങ്ങൾ നടത്താൻ ഞാൻ ഈ കുറേ അത് മനുഷ്യൻ അറിയാത്തൊരു രഹസ്യമാണ്. ഞാൻ ഒരുപക്ഷെ ഒരു ഇൻ്റർവ്യൂവിൽ ആദ്യം വെളിപ്പെടുന്ന കാര്യമാണ്. കേരളത്തിലെ ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിൽ ഇട്ടിട്ടുള്ള ഞാനാണ് ടെലിവിഷനിൽ. ഇന്നത്തെ ഈ പല അപ്പം ഈ നമ്മുടെ മനോരമയിൽ മഴവിൽ പോകുന്ന മറിമായി ഉൾപ്പെടെ ഈ പല പ്രോഗ്രാമിൻ്റെയും കോമഡി സ്റ്റാർ, ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ, ഇങ്ങനെയുള്ള പോപ്പുലറായിട്ടുള്ള മിക്ക നമ്മുടെ ഐഡിയ ടോപ്പ് സിംഗർ, ഇങ്ങനെ പറയുന്ന എല്ലാ പ്രോഗ്രാമിൻ്റെയും ടൈറ്റിലുകൾ ഇതെനിക്ക് കിട്ടിയത് എൻ്റെ റേഡിയോ കാലത്തിൽ നിന്നാണ്. ഞാൻ അവിടെ പരീക്ഷണം ഇഷ്ടംപോലെ പരീക്ഷിക്കല്ല, കൊള്ളത്തിലേ മാറ്റാമല്ലോ. അപ്പോൾ ഞാനിട്ട ഒരു ടൈറ്റിലായിരുന്നു നിരാലംബതയുടെ തീക്കണ്ണം. ഒരു അതായത് ഒരു തൃശ്ശൂരിലെ ഒരു മനോരോഗാലയത്തിലെ മനോരോഗികളെ കുറിച്ചായിരുന്നു, മാനസിക ചികിത്സ തേടുന്ന ആൾക്കാരെ കുറിച്ച്. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് അറിയും, ഞാൻ ഒരു വിഷ്വലായിരുന്നു. അതായത് കമ്പി അഴികളിൽ പിടിച്ച് ഒരു മനുഷ്യനിങ്ങനെ നിൽക്കുകയാണ്, അവൻ്റെ കണ്ണിൽ നിരാലംബതയുണ്ടാവും, പക്ഷെ അത് തീക്കണ്ണാണ്. അപ്പോൾ ആ നിരാലംബതയുടെ തീക്കണ്ണം ഇട്ടത്. അപ്പോൾ അതുപോലെ ഈ കലാമുതൽ ഞാൻ എഴുതിയ ഒരു കവർ സ്റ്റോറില്ലേ തൃശ്ശൂർ റപ്പായിയെ കുറിച്ചൊരു തമാശ കലർന്നൊരു സാധനം, തീറ്ററപ്പായി, കുംഭകുരിശായ റപ്പായി എന്നായിട്ടത്. കാര്യം കുംഭയായിരുന്നു അയാൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ കുറച്ച് നമ്മൾ ഈ ടൈറ്റിൽ ഇതെല്ലാം ഈ പരീക്ഷണമൊക്കെ എനിക്ക് നടത്താൻ അവസരം കിട്ടിയത് റേഡിയോ സ്റ്റേഷനിൽ. നമുക്കവിടെ ഒന്നും പരീക്ഷിക്കാം. അവിടെ അങ്ങനെ ഒരു ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായാലും അങ്ങനെ ഒന്നുമില്ല. ഞാനിപ്പോഴും ആലോചിക്കുന്നത് ലോകത്ത് വാർത്ത കൊടുക്കാൻ ഏറ്റവും വേഗത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന റേഡിയോയ്ക്കാണെന്നാണ്. ഇത്രയും സ്പീഡിൽ ഒരു സ്ഥാപനത്തിന് വർക്ക് ചെയ്യും. പക്ഷേ ഓൾ ഇന്ത്യ റേഡിയോക്ക് അത് ശ്രോതാക്കളെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. പക്ഷേ കാര്യം കാരണം അവർ ഈ സ്വകാര്യ ചാനലുകളോട് മത്സരിക്കുന്നില്ല. ദൂരദർശനാണെങ്കിൽ ഇപ്പം ദൂരദർശനും ഞാൻ ഈ പ്രകാശ് ജാവദേക്കറിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമോ, അങ്ങയോട് ഞാനൊരു രഹസ്യം പറയട്ടെ എന്ന് വെച്ചു. അങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. ഈ ദൂരദർശൻ ARഉം അതിൻ്റെ നെറ്റ്വർക്ക് സാധ്യതകൾ ഉപയോഗിച്ച് ഒരു മത്സരത്തിന് കളത്തിലിറങ്ങിയാൽ ഇന്ത്യയിലെ ഒരു TV ചാനലിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ പൊട്ടൻഷ്യൽ അവർ തന്നെ തിരിച്ചറിയുന്നില്ല. വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ട്രേഡ് യൂണിയൻസും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നേട്ടം ഉണ്ടാക്കാനും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായിട്ട് മാറുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ 2 സ്ഥാപനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ്, നമ്മൾ അറിയുന്നില്ലെങ്കിലും. പക്ഷേ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നില്ല. അതാണ് പ്രശ്നം. എനിക്കൊന്ന് ഈ റേഡിയോ ഞാൻ കുറേ ഒരു 10-60-65 റേഡിയോ നാടകങ്ങൾ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും ഒരു പ്രോഗ്രാം മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച നാടകത്തിൻ്റെ ചാർജാണ് തിരുവനന്തപുരത്ത് ആകാശവാണി തലത്തിൽ. അപ്പോൾ പിറ്റേന്ന് രാത്രി 8 മണിക്ക് പോകേണ്ട നാടകം എന്തുകൊണ്ട് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഡയറക്ടർ മലയാളിയല്ല. അപ്പോൾ അവിടെ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞു, ശ്രീധരൻ നായർ നാളെ എന്താ നാടകം എന്ന് ചോദിച്ചു. അവർക്കറിയാം നാടകം ഇല്ലയെന്ന്. എനിക്കിട്ടൊരു കുത്തിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നാടകമായിട്ടില്ലെന്ന് പറഞ്ഞ് ഡയറക്ടറെ ചീത്ത വിളിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നാടകമൊക്കെ ആയി, എൻ്റെ റെക്കോർഡിങ്ങൊക്കെ ഇന്ന് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ അതിൻ്റെ ടൈറ്റിൽ എന്ന് അവരോട് വീണ്ടും ചോദിച്ചു. ഞാൻ ടൈറ്റിൽ അപ്പോൾ നമ്മൾ പ്രശ്നമായി. അപ്പോൾ നമുക്ക് ടൈറ്റിൽ ഇട്ടിട്ടില്ല, നമ്മൾ നാടകം തീരുമാനിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു കമലാക്ഷി നീ ഒന്ന് അടങ്ങ് എന്ന് പറഞ്ഞു. സത്യത്തിൽ അവരോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതാണോ ടൈറ്റിൽ എന്ന് ചോദിച്ചു. ഈ ഡയറക്ടർ ചോദിച്ചു, അയാൾക്ക് മലയാളം അറിയത്തില്ല. യെസ് കമലാക്ഷി നീ ഒന്ന് അടങ്ങുന്ന. പിറ്റേന്ന് കുരിശായി, ഈ ടൈറ്റിൽ നാടകം പോകണം. കാര്യം അത് പ്രോഗ്രാം മീറ്റിങ്ങിൽ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ നാടകം എഴുതിയിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കൊട്ടാരക്കരയുള്ള വീട്ടിൽ പോയി. എനിക്കന്ന് രാത്രി എന്തോ കഴിച്ചിട്ട് വയറിളക്കം പിടിച്ചു. അപ്പം വയറിളായിക്കൊണ്ടിരിക്കും നാടകം എഴുതാൻ പറ്റും. അപ്പോൾ വെളുപ്പിനൊരു 2-2:30 മണിയായപ്പോൾ രക്ഷയില്ലല്ലോ. ഇതേ പേരിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തേ പറ്റൂ, വേറെ മാർഗ്ഗമില്ല.
ഞാൻ ഈ വയറിൽ കൈയും വെച്ചിട്ട് കേട്ടോ ഈ വയറിളക്കത്തെ മുഴുവൻ ആത്മനിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് ഈ നാടകം എഴുതി പോയി. ആ നാടകമായിരുന്നു ഞാൻ എക്കാലത്തെയും റേഡിയോയിൽ എഴുതിയ ഹിറ്റായ നാടകം. അതായിരുന്നു കമലാക്ഷി നീ ഒന്നടങ്ങ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആകസ്മികതകൾ. പിന്നീട് ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചിയെ കളയാക്കാൻ വേണ്ടി പറഞ്ഞത് അത് പിന്നെ ഒരു കുരിച്ചായതാ ഏറ്റവും. ആ ചേച്ചി പക്ഷേ നാടകം നന്നായിരുന്നു. പക്ഷേ ആ ചേച്ചി വളരെ നല്ല ശരി. അപ്പോൾ അവർക്ക് അവരുടെ ഒരു എന്നെക്കുറിച്ചുള്ള പരാതി എന്തായിരുന്നു, ഞാനെല്ലാം ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ ഒരു സിസ്റ്റം ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അതിലൊരു അസ്വസ്ഥ കൊണ്ട് ചേച്ചി എന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്നെ ഇത്തിരി വിഷമിപ്പിക്കുക എന്ന് തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ അവർ പിന്നീട് എന്നോട് പറഞ്ഞു. കാര്യം ഒരു മെലി ദിവസം ഉപയോഗിച്ച് പറയാൻ നമ്മളൊന്ന് വേർക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ റേഡിയോ സ്റ്റേഷന് ഒരുപാട് പക്ഷേ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് അറിയുമ്പോൾ മനീഷ്, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റേഡിയോയിലൊക്കെ അസംഖ്യം നല്ല കലാകാരന്മാരുണ്ട്, ഉണ്ടായിരുന്നു താനും. ഇപ്പോൾ പി ഭാസ്കരനും ഉറുബു കോഴിക്കോട് ആകാശവാണി അത് നമുക്ക് കെ വി മണികണ്ഠൻ നായർ, അമ്മുവിൻ്റെ ആട്ടുകൊണ്ട് പത്മരാജൻ, അങ്ങനെ എത്രയോ ആളുകൾ. അത് മാത്രമല്ല ഞാനൊരിക്കലും ഒരു തമാശ ഉണ്ട്. ഞാൻ ഈ തിരുവനന്തപുരം ആകാശവാണി ജോലി ചെയ്യുമ്പോൾ ഒരു പത്മരാജൻ ചേട്ടൻ വന്നിറങ്ങുന്നു. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ഭയങ്കര ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. കാരണം ഇങ്ങനെ വരുന്നത് തന്നെ കണ്ട ഒരു കവിതയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിട്ടാ ഇവിടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു അരിയർ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് അറിയുന്നത് പുള്ളി ഇപ്പോഴും ആ റോളിലുണ്ട്, പുള്ളി രാജിവെച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു ചേട്ടൻ പോയില്ലേ? ഞാനായിട്ട് ഇവിടുന്ന് രാജിവെക്കത്തില്ല, അവന്മാർക്ക് എന്നെ ആവശ്യമില്ലെങ്കിൽ ഇത് ചെയ്തോട്ടെന്ന് പറഞ്ഞു, പുറത്താക്കിക്കോട്ടെ. അതുകൊണ്ട് ആ അരിയർ വാങ്ങിച്ചുകൊണ്ട് എപ്പോൾ വരാമെന്ന് പോയി. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം മരിച്ച് കിടക്കുമ്പോഴാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. എന്നുവെച്ചാൽ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു ചേട്ടനോട് ഞാൻ ഒരു അസിസ്റ്റൻ്റായിട്ട് നിന്നോട്ടെ, എനിക്ക് സിനിമ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. നീ നശിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചിട്ട് പുള്ളി അകത്തോട്ട് കയറിപ്പോയി. പിന്നെ പറയാം. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഗന്ധർവ്വെന്നൊരു ഫിലിം ചെയ്തിട്ടുണ്ട്, അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നീ അടുത്ത സിനിമയിൽ ആദ്യം മുതൽ എൻ്റെ കൂടെ ചേരണം, അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റൂ. എന്തിനാണ് നീ പഠിക്കുന്നതെന്ന് ചോദിച്ചു വീണ്ടും. ഞാൻ അല്ലേട്ടാ ഇതൊക്കെ അറിഞ്ഞിരിക്കാമല്ലോ ജീവിതത്തിൽ, ഇവിടുത്തെ ജോലി പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി പോയി. പിന്നെ ഞാൻ അങ്ങനെയാണ് കണ്ടത്. അത് വേറെ അനുഭവം. ശരിക്കും അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ റേഡിയോയിൽ തുടങ്ങി ദൂരദർശനിലേക്ക് പോകുന്നു, ഏഷ്യാനെറ്റിലേക്ക് പോകുന്നു. സത്യത്തിൽ അന്ന് പത്മരാജൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത സിനിമ അല്ലെങ്കിൽ വേറെ ആളുടെ അടുത്ത് പോയാൽ എനിക്കൊരു വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു സമയത്ത് നമ്മൾ ഈ നാട്ടുമ്പുറത്തോട് നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഈ സിനിമാക്കാരൊക്കെ നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ 1-2 സിനിമയ്ക്ക് സ്ക്രിപ്റ്റൊക്കെ ചെയ്തു, അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ പറ്റിയാൻ കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞൊരു എനിക്കൊന്ന് 2 സിനിമ, ഒരു സിനിമ രാജതന്ത്രമായിരുന്നു, ഇപ്പോൾ ഏഷ്യാനിലായിരിക്കുന്നത്. പിന്നൊരു സിനിമ 4-ാം കെട്ടിലെ നല്ല തമ്പി. ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സിനിമ ഇടിയിലാണ് തുടങ്ങുന്നത്. ആ സിനിമ ഇടിച്ചങ്ങ് തീരും. അപ്പോൾ ഇടിച്ചത് നമുക്ക് ടെൻഷനൊന്നുമില്ല, പ്രൊഡ്യൂസർക്ക് മാത്രമേ ടെൻഷൻ മനസ്സിലായി. അപ്പോൾ മറ്റേ സിനിമയുടെ ആശയം നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ആലോചിച്ചാൽ നമ്മൾ ഇന്നാണ് ആ സ്ക്രിപ്റ്റ് എഴുതത്തില്ല. കാരണം ആ സിനിമയ്ക്ക് സ്പീഡ് ഭയങ്കര കൂടിപ്പോയി. ഡയലോഗൊക്കെ സൂപ്പറായതിൻ്റെ, പക്ഷേ അതിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പാപ്പരായിട്ട് ആളിനെ പറ്റിയ പരിപാടി ഉണ്ടല്ലോ, അതായിരുന്നു അതിനകത്ത് വന്നത്. ഇന്നസെൻറ്റും ജഗതിയും. അപ്പോൾ ജഗതിയൊക്കെ സൂപ്പർ റോളായിരുന്നു. ആറ്റുവാശ്ശേരി പ്രതാപസിംഹം എന്നായിരുന്നു നമ്മുടെ പേര്. കാരണം ഈ പേരുണ്ട്. അതിനകത്തൊരു സംഭവം വെച്ചാൽ ഒരു സീൻ എന്ന് പറഞ്ഞത് ഡിവോഴ്സ് ചെയ്ത് ഭാര്യയുടെ കൂടെ ഭർത്താവ് കൂടെ താമസിക്കുക. ഇന്നസെൻറ്റ് ഡിവോഴ്സ് ചെയ്ത് നാട്ടുകാർ മുമ്പിലേ ഉള്ളൂ, തട്ടിപ്പാ. അപ്പോൾ ഇയാൾക്ക് നാട്ടുകാരെ കാശൊക്കെ ഉണ്ട്, അത് എഴുതി ഭാര്യയുടെ പേര് വെച്ചിട്ട് ഇയാൾ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് കൂടെ താമസിക്കുക. രാത്രിയായപ്പോൾ ഈ ആറ്റുവാശ്ശേരി പ്രതാപ് സിംഹം വരികയാണ്. എന്നിട്ട് ആരാണ് ഈ ഉമ്മൻ എന്നാണ് ചോദിക്കുന്നത് പുള്ളി. അപ്പോൾ എൻ്റെ ഭാര്യയാണ്. നിങ്ങളുടെ ഭാര്യ? അത് മാർച്ച് 31 വിഡോസ് ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം നിങ്ങൾ ഇവരെ ഡിവോഴ്സ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഇത് പ്രോസിക്യൂഷൻ സെക്ഷൻ അണ്ടർ പുള്ളി പറയും, ഇത് പണിഷബിളാണ് അണ്ടർ സെക്ഷൻ. ഇങ്ങോട്ട് ഇറങ്ങൂ, അന്യസ്ത്രീയുടെ കിടപ്പറയിൽ കയറി നിൽക്കാൻ പാടില്ല, ഇറങ്ങി നിൽക്കൂ. അങ്ങനെ NSN ത്രൂ ഔട്ട് നിയമങ്ങൾ ഉപയോഗിച്ച് പരാജയപ്പെടുന്നതാണ് എൻ്റെ കോൺസെപ്റ്റ് വൈസ്. അത് സൂപ്പറാണ്. അതാണ് രാജതന്ത്രമാണ്. അതങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മൾ അത് കഴിഞ്ഞൊരു പിന്നീടൊരു സിനിമയ്ക്ക് ഞാൻ ഇരുന്നപ്പോഴേ എനിക്കൊരു സംശയം, ഈ സിനിമയാണോ നമ്മുടെ തട്ടകം? അത്യാവശ്യം ജോലി അപ്പുറത്തുണ്ടല്ലോ. അപ്പം പിന്നെ മാത്രമല്ല ചില സമയത്ത് നമ്മൾ അവിടെ ഈ ആരാധകരുടെ നടുവിലായിരിക്കും മിക്കവാറും ആർട്ടിസ്റ്റുകളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ആരാധന കലർന്ന് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ പല ആർട്ടിസ്റ്റുകളും അക്കോമഡേറ്റ് ചെയ്തില്ല. അവർ രാത്രിയാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പകലാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മളിങ്ങനെ നമ്മുടെ തലച്ചോറ് പണയം വെക്കുന്നത്. ഒരു ദിവസം രാത്രി ഞാൻ പ്രൊഡ്യൂസറിന് കത്ത് എഴുതി വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഒരു ചെറിയ സൗന്ദര്യപ്പണക്കം ഉണ്ടായപ്പോൾ എഴുതി വെച്ചിട്ട് ഞാൻ വാങ്ങിയ പണത്തിൻ്റെ അഡ്വാൻസ് ചെക്കും എഴുതി വെച്ചിട്ട് ഞാൻ പോവുകയാണ്,
ഈ കളരി എനിക്ക് ശരിയാവും തോന്നുന്നില്ല. ഈ തിരക്കഥ എഴുതാനുള്ള ഞാൻ എഴുതി തുടങ്ങിയായിരുന്നു 3ാമത്തെ പടത്തിൻ്റെ. ഞാൻ അവിടെ എഴുതി വെച്ചിട്ട് വീട്ടിൽ 4ാം കെട്ടിന് ശേഷം വേറൊരു കെട്ട് വരുവാ. ഞാൻ കളഞ്ഞിട്ട് പോയി. അപ്പം പിന്നെ അയാൾ പറഞ്ഞു നിങ്ങൾ എന്തൊരു ഭീരുവാണ്. ഞാൻ അതല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ തട്ടകമല്ല എന്ന് എനിക്കങ്ങ് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിൽ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്? ഈ ഗാന്ധിജി നല്ലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കളയണം. ഇവിടെ തിയറി ഓഫ് മൈഗ്രേഷനാണ്. അപ്പോൾ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് ഞാൻ അത് ആകാശവാണി തുറന്നു. കുറേ കാലം കഴിഞ്ഞപ്പം ഈ ഡോക്ടർ റെജിമേൻ എന്നോട് പറഞ്ഞു, അതേ ഈ നമ്മുടെ ഈ ടോക്ക് ഷോ നന്നായി കാണുന്ന ഒരാളാണ് നമ്മൾ തമ്മിൽ. അങ്ങനെ ഈ വെളി രാജ്യത്തുള്ളവർക്ക് തമാശ ഇഷ്ടം. റഷ്യയിലാണ്, അങ്ങനെ മോസ്കോയിലായിരുന്നു. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് നല്ല ഫലിതബോധമുണ്ട്, നിങ്ങളത് നന്നായിട്ട് ചിലവാക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു ശ്രവ്യ മാധ്യമത്തിൽ നിങ്ങളുടെ സമയം ചിലവഴിക്കരുത്. നിങ്ങൾ അവിടെ കുറേ ചിലവഴിച്ചല്ലോ, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരൂ. പക്ഷെ ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല. കാരണം ഒരു സർക്കാർ ഓഫീസ് വർക്ക് ചെയ്യുന്നില്ല, പരമസുഖം ലോകത്ത് മറ്റൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നത്. സുരക്ഷിതത്വം വളരെ സുരക്ഷിതം. പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചാലും സർക്കാർ നോക്കിക്കോളും. പിന്നെന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങൾ വേണ്ടാതെ ഭയക്കുന്നു. യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ, ഈ ജനങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ ഇവർ ഒരിക്കലും ഭയക്കത്തില്ലല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന് ഭയങ്കര പരിമിതികളാണ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ വെളിയിൽ നിൽക്കുവാണെങ്കിലേ നമുക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥയെക്കുറിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് കംപ്ലയിൻ്റ് അയക്കാം ഒരു കാർഡിനകത്ത്, ഇയാൾ ശരിയല്ലെന്ന് പറഞ്ഞു. അയാൾക്ക് ജീവിതത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാൻ ഒക്കത്തില്ല, പ്രോട്ടോക്കോളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അയാൾക്കെന്ന് വെച്ചാൽ ഈ രഹസ്യം ജനങ്ങൾക്ക് അറിയത്തില്ല. ജനങ്ങൾ വിചാരിക്കുന്നത് ഇവർ പവർഫുള്ളാണെന്നാണ്. അതിൽ ജനമാണ് പവർഫുൾ, അത് അവരറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പക്ഷേ അവിടെ പ്രോഗ്രാമിൻ്റെ പൊതുജനം കഴുതയല്ല സാർ മറ്റവരോട് പറയുന്നത്, ഈ ഉദ്യോഗസ്ഥനോട് പറയുന്നത്. ഞാനൊക്കെ യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഓഫീസുകളുടെ ഇടനാഴിയിൽ ഹ്യൂമനിസം കുത്തിവെക്കാൻ ശ്രമിച്ച ആളാണ്. എന്നുവെച്ചാൽ ഈ ആകാശവാണിയിലും ഞാൻ ഒരു പരിധിവരെ ഏഷ്യാനിലൊക്കെ ഈ നമ്മൾ എന്താ വന്നേ ഈ ഒരു കള്ളത്തൊണ്ടയിൽ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവൻ്റെയൊക്കെ മുണ്ടുരിഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടം ഓടണം ഈ കള്ളത്തൊണ്ടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. അപ്പം ഇത് നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ്റെ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഭയങ്കര അനുഭവം ഉണ്ടായി. ഞാൻ കേരളത്തിലൊരു TV ചാനലിൽ ജോലി ചെയ്യുമ്പോഴേ ഇയാളെ അന്വേഷിച്ച ഒരാൾ റിസപ്ഷനിൽ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു നിങ്ങളെ അന്വേഷിച്ചിട്ട് ഒരാളവിടെ ഇരിക്കുന്നുണ്ടല്ലോ, കുറച്ച് നേരമായി എന്ന് പറഞ്ഞു. അവനവിടെ ഇരിക്കട്ടെ, അവൻ പണ്ട് എനിക്കൊരു പണി തന്നതാണ്. അവനൊരു 10 മിനിറ്റ് അവനെ അവിടെ ഇരുത്താൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ അറിഞ്ഞു. ഇതിലൂടെ നിങ്ങൾ എന്ത് നേടുമെന്ന് ഞാൻ ചോദിച്ചു. അയാളോട് ഇയാൾ പകപോക്കും, അയാൾ അറിഞ്ഞിട്ടുമില്ല ഇയാളെ പകപോക്കിക്കൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ഇയാൾ എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെന്നു. അപ്പോൾ അയാൾ ഇതുകൊണ്ട് വരും. ഞാൻ പറഞ്ഞു നന്നായിട്ടൊന്ന് വൈറലാകിയേ തീരാവുന്നേ ഉള്ളൂ ഈ ജീവിതം, ആരോടാണ് നിങ്ങൾ ഈ പ്രതികാരം ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇത്രയല്ലേ ഉള്ളൂ. നമുക്കിപ്പോൾ നല്ല ഒരു ഛർദിലും അതുപോലെ തൂറ്റലും വന്നാൽ തീരാവുന്നതല്ലേ ഉള്ളൂ മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കിടക്കുമ്പോഴേ അത് മനുഷ്യനെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുമോ, എനിക്ക് ഒരു 10-16 വയസ്സുള്ളപ്പം എൻ്റെ ശരീരത്തിൽ ഒരു കടാരി കയറിയിട്ടുണ്ട്. ഒരു 2.25 ഇഞ്ച് കടാരി ബാക്കിൽ കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ ഒരു 48 മണിക്കൂർ ബോധമില്ല കിടന്നതാണ്. ഞാൻ തിരിച്ചു വരുമെന്ന് വിചാരിച്ചല്ല. അപ്പോൾ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു സത്യമുണ്ട് കേട്ടോ. ഞാനപ്പോൾ എപ്പോഴും ആ ഡോക്ടർ പറഞ്ഞ ആ വാചകം ആലോചിക്കും. ആ ഡോക്ടർ പറഞ്ഞു, നമ്മൾ സർജറി ചെയ്താൽ പോലും നമുക്കൊരു കത്തി ഇങ്ങനെ നട്ടല്ലി തട്ടാതെ കയറ്റി വിടാൻ ഒക്കത്തില്ല ആ സ്ഥലത്ത്. നട്ടല്ലി തട്ടും അയാളുടെ കാറ്റ് പോകും. നിങ്ങളുടെ തുരുത്തൻ വൈരാഗ്യം കൊണ്ട് കുത്തിയതാണ് നിങ്ങളെ. കുത്തിയിട്ട് അത് ഒരിടത്തും ടച്ച് ചെയ്യാതെ നേരെ ഇങ്ങനെ കയറിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇടയ്ക്കൊന്നും ചാക്കാലയില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ എത്ര എതിരാളികൾ വിചാരിച്ചാലും ചാക്കാലയില്ല. അത് അതൊന്നും കുറച്ച് കാണാതെ കാര്യം അറിയാം. കണ്ണൂരുള്ളൊരു ക്ഷേത്രത്തിൽ ഈയിടെ ഒരു ശത്രു സംഹാര പൂജ നടത്തി എനിക്കെതിരായിട്ട്. ഒരു സംഘം പോയിട്ട്. അപ്പോൾ ആ പൂജാരിയോട് പറഞ്ഞു, ഈ പേര് വായിക്കും ഉച്ചത്തിൽ വായിക്കേണ്ട, ഇയാളെ 10 പേരെ അറിയുന്നതാണ്, പതുക്കെ വായിക്കാവൂ. അപ്പോൾ ഇതിന് കൗണ്ടർ പൂജ ചെയ്യാൻ പോയി ഒരാൾ ഇതറിഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ. കൗണ്ടർ പൂജ ചെയ്തപ്പോൾ ഇതേ പൂജാരിയോട് ആവശ്യപ്പെട്ടു പേര് ഉച്ചത്തിൽ വായിക്കാൻ. കാര്യം ആളുകൾ ഈ ടെലിവിഷനിലൊക്കെ ഉള്ള ശത്രുത ഏത് വഴി വരെ പോകുന്നു അത് ഞാൻ ജീവിതത്തിൽ ആലോചിച്ചു. ഞാനിത് തമാശയ്ക്കാണ് പറയുന്നെങ്കിൽ ഞാൻ ഗൗരവമായിട്ട് ആ രാത്രി ഇന്ന് ആലോചിച്ചായിരുന്നു. കാരണം യുവമാരൊക്കെ നമ്മളെ കൊണ്ട് വണ്ടി വിട്ട് കയറ്റി ഇടിക്കത്തില്ലെന്ന് എങ്ങനെ അറിയുന്നത്? നമ്മൾ രാത്രിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമല്ലോ, തീർച്ചയായിട്ടും നമ്മൾ വഴിയിലൊക്കെ ഇങ്ങനെ വായി നോക്കി ഇറങ്ങി നിൽക്കുമല്ലോ. ബോറടിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി വഴി നിൽക്കുമല്ലോ, വണ്ടി കയറിയങ്ങ് പോകുമല്ലോ. അത്രയും പകയുടെ ആവശ്യമുണ്ടോ ആളുകൾ തമ്മിൽ? അത് ഈ പ്രിന്റിലില്ല താനും, പിന്നെ ടെലിവിഷനിൽ മാത്രം. പിന്നെ മാത്രമല്ല ഈ ടെലിവിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉള്ളതെന്ന് പറയുമോ, ഇവരെ അമ്മായിക്ക് എൻ്റെ സ്ഥാപനം ഇതെന്ന്. ഇത് ആണുങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമായിരിക്കും. അപ്പോൾ ഞാൻ ഏഷ്യാൻ്റെ ഇരിക്കുമ്പോൾ എൻ്റെ ധാരണ എൻ്റെ അമ്മായിക്ക് എൻ്റെ സ്ഥാപനം ഏഷ്യാൻ്റെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ കനത്തി പറഞ്ഞു നടക്കുന്ന കാലം അത്. അപ്പോൾ എനിക്ക് മഴ പെയ്താൽ ഏഷ്യാൻ്റെ വരന്തേ കയറാൻ പറ്റത്തില്ല, എന്തോ രഹസ്യം ചോർത്താൻ വന്നതെന്ന് വിചാരിക്കും അവർ.
ഇത് ഒരു ചാനലിൽ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ വരാന്തയിലും ഞാൻ പ്രവർത്തിച്ചെടുത്ത് പിന്നെ പോയിട്ടില്ല. പോയാൽ ശരിയാവത്തില്ല. അതേസമയം ഞാൻ ഒരു 35 വർഷം 40 വർഷത്തിന് ശേഷം ഞാൻ പഠിപ്പിച്ച കോളേജിലൊന്ന് പോയി. അവർ യഥാർത്ഥത്തിൽ അവിടുത്തെ കുട്ടികളെ എനിക്കൊരു പിടിയില്ല. ഞാൻ അവിടെ പഠിപ്പിച്ച കാലത്തുള്ള ഒരു മാഷും അവിടെ കണ്ടില്ല. പക്ഷേ അവരവരുടെ സ്വന്തം ശ്രീകണ്ഠൻ മാഷായിട്ടാണ് കാണുന്നത്. കുട്ടികളൊക്കെ ഒന്ന് എന്നോട് സംസാരിക്കുമ്പോഴേ അവർക്കൊരു അവകാശമുള്ളല്ലോ അവർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഡെസ്കിൽ പറഞ്ഞിട്ടുണ്ട് കേരളവർമ്മ കോളേജിന് ഒരു പ്രിവിലേജ് ഇവിടെ വേണം, ഒരു പ്രയോജനം. നിങ്ങൾ കേരളവർമ്മ കോളേജാന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടു വട്ടം ആലോചിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. കാരണം നമുക്കൊരു എസ്പെഷ്യലി ആ കാര്യത്തിൽ ഈ അധ്യാപകനാകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മളോട് അങ്ങനെ ഒരു പകയും വിദ്വേഷവും ഇല്ല. പിന്നെ ചില ആൾക്കാർ, ഞാൻ അത്ര വലിയ വിശ്വാസം രാധാകൃഷ്ണനൊക്കെ സ്റ്റുഡൻ്റ് അല്ലേ? അതെ, വിദ്യാർത്ഥിയൊക്കെ വിദ്യാർത്ഥിയാണ്. നമുക്ക് നമ്മുടെ അഭിമാനത്തോടെ പറയുന്ന ചില പേരുകളാണ് അതൊക്കെ. ചില പേരുകൾ നമ്മൾ പറയത്തില്ല. ഈ ഒരു കാര്യം കൂടി ഇപ്പം വളരെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ടെലിവിഷൻ എന്ന് പറയുമ്പോൾ ഈ പത്രത്തിന് ശേഷമാണ് ഇവിടെ ടെലിവിഷൻ വരുന്നത്. നമുക്കൊരു 2.5 പതിറ്റാണ്ടിൻ്റെയൊക്കെ ഒരു പ്രായമാണ് ന്യൂസ് ടെലിവിഷൻ്റെ കാര്യത്തിൽ കേരളത്തിലുള്ളത്. അപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗൗരവത്തിൻ്റെ ഒരു പ്രതലം, അല്ലെങ്കിൽ ഈ കോട്ടിട്ട് വായിക്കുന്ന ഈ അകലമുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സംഗതി ടെലിവിഷൻ്റെ കാര്യത്തിലുണ്ടല്ലോ. അവിടെ ഏതെങ്കിലും ഒരു അവതാരകനെ ചോദ്യം ചെയ്താലോ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്താൽ പോലും അവിടെ ഒരു വൈരാഗ്യ ബുദ്ധി വരിക, അതിന് ഒരു അരഗൻസോ ധാഷ്ട്യമൊക്കെ വരുന്ന തരത്തിലുള്ളൊരു സംഗതി എല്ലാ മെയിൻ സ്ട്രീം ടെലിവിഷനുമായി ബന്ധപ്പെട്ടും വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് ടെലിവിഷൻ്റെ കാര്യത്തിൽ അവതാരകരുടെ ശൈലി അല്ലെ അവതാരകർ എന്നുള്ളത് ഞാൻ അതിനെ ഏറ്റവും ലൈറ്ററായി ആളുകളോട് ഏറ്റവും ഇടപഴകുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരാൾ എന്നുള്ളത് എന്താണ് ഈ അവതാരകരുടെ ശൈലിയെക്കുറിച്ച് പൊതുവായി പറയാം? ഞാൻ പറയുന്നറിയോ മനുഷ്യ, ഇതിന് ഒന്നാമത് ഇപ്പം നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലുള്ളവരോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരാൾ നമ്മളെ എതിർത്താലും നമ്മൾ അത് അത്രയും ഗൗരവം എടുക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ശരിയാണെങ്കിൽ, ശരിയല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്, നിങ്ങൾ ആൻസറബിൾ ആണല്ലോ. അപ്പോൾ അത് പിന്നെ അവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ പരിമിതി അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഇതൊരു ഈ ടെലിവിഷനിലുള്ള ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ മോർണിംഗ് ഷോ തുടങ്ങുന്ന സമയത്ത് ഒരു വാർത്താ ചാനലിൽ നിന്ന് മോർണിംഗ് ഷോ തുടങ്ങുമ്പോൾ ഞാൻ ആളുകളുടെ യൂട്യൂബ് കമൻറ്റുകൾ വായിച്ചു തുടങ്ങി. അതെ. അപ്പോൾ എല്ലാവരും പിന്നെ അയാൾ യൂട്യൂബിലുള്ള കമൻറ്റ് വായിച്ച് ഇനി വാർത്ത നന്നാക്കാൻ പോകും എന്നായിരുന്നു പല ആളുകളും പരിഹസിച്ചത്. പക്ഷേ ഇപ്പം എല്ലാവരും മൊബൈൽ എടുത്തു വെച്ചിരിക്കുക. ഇപ്പം അതുകൊണ്ട് ഞാനിപ്പം മൊബൈൽ മാറ്റിയിട്ട് ഐപാഡ് ആക്കിയിരിക്കുക. എന്തെങ്കിലും ഒരു മാറ്റമാട്ടെ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വാർത്ത വായിക്കും. മാത്രമല്ല ഇപ്പം ഈ വേറെ കാര്യം പറഞ്ഞാൽ കോട്ടയത്ത് ഇപ്പം ബോനും മോളി നന്നായിട്ട് വിറ്റഴിയുന്നതാണ്. കാര്യം വാർത്തയ്ക്ക് കൂടെ കോമഡി പറയണമല്ലോ. അപ്പോൾ ടോംസ് ഉണ്ടായിരുന്ന വലിയ മാർക്കറ്റായിട്ടുണ്ട്. കാര്യം ആളുകൾ ഒരുപാട് ഉപദേഷ്ടാവായിട്ട്. പക്ഷേ എല്ലാവരും ഇപ്പം മാത്രമല്ല, ഞാൻ ഈയിടെ കണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നമ്മുടെ ഒരു വാർത്താ ചാനലിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വാചകം പറയുന്നതിന് ഇടയ്ക്ക് ആ കുട്ടി എവിടെ ഒരു മലിനജലം ഒഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മലിനജലം ആ കുട്ടി ഓരോ 2 വാക്കിലും ചിരിക്കുക. ഭയങ്കര വൃത്തികേടാ. കാര്യം ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ചിരിച്ച് പ്ലസൻ്റായിട്ട് അവതരിപ്പിക്കണം, ഇഷ്ടം പോലെ ചിരിയിലൂടെ ആളുകളെ നമ്മൾ ആകർഷിക്കണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവർ ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാര ചാനലുകളിലെല്ലാം എല്ലാവരും എഴുന്നേറ്റ് നിന്നു. നമ്മൾ വരുത്തിയൊരു മാറ്റമായിരുന്നു. ആരും ഇരിക്കുന്നില്ല, ഒരു മാറ്റം. രണ്ടാമത്തെ മുണ്ടെടുത്തു. അപ്പോൾ എല്ലാവരും ഇപ്പം മുണ്ടെടുത്തു കഴിഞ്ഞല്ലോ. മൂന്നാമത് യൂട്യൂബ് വായിക്കും, എല്ലാവരും യൂട്യൂബ് വായിച്ചു തുടങ്ങി. അതുകൊണ്ട് എന്തോ കുഴപ്പം. ഇപ്പോൾ ഈ ഏഷ്യൻ ന്യൂസിൻ്റെയോ മനോരമ ന്യൂസിൻ്റെയോ മാധവ് ന്യൂസിൻ്റെയോ കാണാൻ വെയിറ്റ് ഇടിഞ്ഞിട്ടുണ്ടോ? അവരുടെ വാർത്തയുടെ സീരിയസ്നെസ് പോയോ? ഒന്നുമില്ല. വാർത്ത പറയുമ്പോൾ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ട്രെയിൻ മറിഞ്ഞ് 4 പേര് കൊല്ലപ്പെട്ടു അവിടെ ആസ്ഥാനത്തെ കോമഡി അടിക്കരുത്, കല്യാണ വീട്ടിൽ ദുഃഖ ബാൻഡ് അടിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, കാരണം ആ വാർത്ത പറയുമ്പോൾ നമ്മൾ അബ്സല്യൂട്ട്ലി സീരിയസ് ആണല്ലോ. കാര്യം ഒരു മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ അംശം നമ്മൾ പറയുമ്പോൾ നമ്മളവിടെ തമാശ പറയാൻ നിൽക്കത്തില്ലല്ലോ. നമ്മൾ ഒരു സാമാന്യ ബുദ്ധി, ഒരു കോമൺ സെൻസ് അവിടെ വർക്ക് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കതിനകത്തൊന്നും ഇപ്പം നമ്മളതിനകത്തൊരു കണ്ടുപിടുത്തം നടത്തിയെന്നൊന്നുമല്ല. ഇപ്പം ഞാൻ ഒരു ദിവസത്തിൽ ഞാനിങ്ങനെ നമ്മുടെ ഒരു നാട്ടുമ്പുറമാണ്, ഒരു നടവരമ്പിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ സൈഡിൽ കുറേ തെങ്ങുകൾ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ നടവരമ്പിനോട് ഈ രാമൻ ചേട്ടൻ വായിക്കുന്ന വാർത്ത പല രീതി വായിച്ചു നോക്കി. അതിങ്ങനെ വായിച്ച് എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ആകാശവാണി കഴിഞ്ഞ് ഞാനത് വായിച്ചു നോക്കി. കാരണം ഈ പുള്ളിക്കാരൻ ഞാൻ അടിമുടി പ്രൊഫഷണലായ ഒരാളായിരുന്നു രാമൻ ചേട്ടൻ. അത് ഞാൻ അങ്ങനെ ഒരു മോഡലായിട്ട് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അങ്ങേരുടെ റിട്ടയർമെൻറ്റ് ഡേയിലെ അവസാനത്തെ വാർത്താ ബുള്ളറ്റിൻ വൈകുന്നേരം 6:30 വായിച്ച്. ആ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് അങ്ങ് പോവുക, പിന്നെ ഇങ്ങോട്ടില്ല. അപ്പം അന്ന് എങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന അറിയാൻ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു. ഞാൻ അന്നിങ്ങനെ വിടാതെ അങ്ങനെ അറിയാതെ പിന്തുടർന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ അങ്ങനെ എങ്ങനെ അറിയും, ഈ എല്ലാത്തിനും വരച്ച് വെച്ചാൽ വായിക്കുന്നത്. അതായത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു വര വരയ്ക്കും, അവിടെ നിർത്താൻ വേണ്ടി ഈ കോമഡിന് പകരം തിരുവനന്തപുരത്ത് 4 മാസമായി പ്രായമുള്ള ഒരു വര വരയ്ക്കും. ഒരു കുട്ടിയെ കണ്ടപ്പോൾ വര വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും.
സത്യത്തിൽ ഈ റിട്ടയർമെൻറ്റ് ദിവസം അങ്ങനെ വരയ്ക്കണ്ട, അന്ന് തെറ്റെന്ത് വരുത്തിയാലും പ്രശ്നമില്ല. പക്ഷേ പുള്ളി അന്ന് പേനെടുത്ത് വരയ്ക്കുന്ന ഞാൻ നോക്കിയപ്പോൾ. ആ. എന്ന് മാത്രമല്ല, ഈ വൈകുന്നേരം 6:15 ആ ബുള്ളറ്റിനും കേട്ടവർക്കെല്ലാം ഒരു കാര്യം മനസ്സിലായി, ഇനി ഒരു 100 കൊല്ലം കൂടി ഇങ്ങനെ ഇവിടെ നിന്ന് വാർത്ത വായിക്കുമെന്ന്. ആ ഗൗരവത്തിലാണ് വായിക്കുക. അത്രയും പ്രൊഫഷണലായ ആളാണ്. അടിമുടി പ്രൊഫഷണലായിട്ട് ഈ വാർത്ത വായിക്കുന്നതിൻ്റെ പുള്ളിക്ക് പിന്നെ അതിനകത്ത് തമാശയൊന്നുമില്ല. ഒരു ഭയങ്കര ഒരു കക്ഷി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുന്നിൽ ഈ വാർത്താ അവതാരകർ എന്ന് പറഞ്ഞിട്ട് വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞാനിങ്ങനെ പല ടൈപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുക കേട്ടോ. സംസ്ഥാനത്ത് 4 മാസമായി കുടിവെള്ളം കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ തെങ്ങി ഒരാളിരിപ്പുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, മോനെ നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോടാ, നീ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു, എന്തുവാ നീ പറയുന്നത്? ഞാൻ ചേട്ടാ വാർത്ത പറയാ ചേട്ടാ, അത് വാർത്ത പറയാൻ നീ എന്തിനാ വന്നത്, വേറെ ആണുങ്ങൾ വായിച്ചോളിയല്ലോ എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ ഇത് പ്രത്യേകിച്ച് ഞാൻ ഈ മനീഷിനൊക്കെ അറിയുന്നത് നമ്മൾ പലപ്പോഴും ഈ മുമ്പിരിക്കുന്ന പ്രോംപ്റ്റർ നോക്കി വാർത്ത വായിച്ച് ശീലിച്ചവരാണ്. അപ്പോൾ സേഫായിട്ട് വേണമെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മാത്രം നോക്കി ഒരക്ഷരവും മാത്രം ഫോളോ ചെയ്യാം. പക്ഷേ ഞാനങ്ങനെ ഫോളോ ചെയ്യാറില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരാളെ എലി കടിച്ചു, ഒരാളെ എലി കടിച്ചെന്നേ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ മലയാളിക്ക് താല്പര്യം. അല്ലാതെ ഒരാളെ എലി കടിച്ചു എന്ന് വികാരഭരിതനായിട്ട് പറയേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ പ്രോംപ്റ്റർ നമുക്കൊരു സപ്പോർട്ടാണ്. കാര്യം ചില കണക്കുകളൊക്കെ കൊണ്ടുവരാനും ഒക്കെ നല്ലതാണ്. എന്നല്ലാതെ ഈ പ്രോംപ്റ്റർ അടിമുടി ഫോളോ ചെയ്ത് വാർത്ത പറയണമെന്ന് പോലും എനിക്ക് തോന്നിയില്ല. കാര്യം ഇപ്പം നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ BBC അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇരുന്ന ആൾക്കാർ വാർത്ത വായിക്കുമ്പോൾ അവരുടെ വാർത്തകൾ വായിക്കുന്ന അവരുടെ കാലാവസ്ഥയും അവരുടെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ കാലാവസ്ഥയിൽ വായിച്ചാൽ മതി എന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം ആദ്യമൊക്കെ നമ്മുടെ ആൾക്കാർ നമ്മോട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ 1 മണിക്കൂറൊന്നും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നമ്മൾ ഇരുന്ന് ശീലിച്ചവരാ, അതുകൊണ്ട് നമ്മളോട് എഴുന്നേക്കാൻ പറയല്ലേന്ന് നമ്മൾ ഈ മറ്റുള്ള ചാനലിൽ വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ 3 മണിക്കൂർ നിൽക്കുന്നു. ഇപ്പം ഞാൻ മനീഷിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ 9 മണിക്കൂർ നിന്നാണ് ഈ ഫ്ലവേഴ്സിലേക്കും 24ലേക്കും കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് 65 വയസ്സുമായി, ഹിപ്പിനൊക്കെ അത്യാവശ്യം വേദന വരേണ്ട സമയമായി. എന്നെ അതൊന്നും അലട്ടുന്നില്ല. കാരണം നമുക്ക് ചെയ്യാനുള്ളൊരു ചുമതലകളിലൊന്നാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് മാത്രമല്ല, നമ്മുടെ ഈ അവതാരകൻ ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവരുതെന്ന് ഞാൻ പറയുന്ന കൂട്ടത്തില്ല. കാരണം എന്താ അറിയാമോ, നമ്മൾ ഇപ്പം നമ്മൾ തമ്മിൽ തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ ബോസ് എന്നെ വിളിക്കുക. അപ്പോൾ അവിടെ നമ്മൾ തമ്മിൽ കത്തി കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനിടയ്ക്ക് നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുക. തുള്ളുന്ന സമയത്താണ് MD വിളിക്കുന്നുണ്ട്, പിയൂണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് ഇല്ല, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇയാളുടെ ഹിന്ദുത്വം പോകും. അവസാനം അങ്ങനെ 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് കാണുമെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ 1/2 മണിക്കൂറായി. തിരിച്ചു വന്നിട്ടങ്ങ് പോയി. ഫ്ലോ പോയി മാത്രമല്ല, ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ടെൻഷൻ ആണ് ത്രൂ ഔട്ട് എന്നത്. സത്യത്തിൽ ആ ഷോ പാളി. അപ്പോൾ നമുക്ക് എത്ര നമ്മൾ അഭിനയിച്ചാലും പിന്നെ നമ്മൾ ഉള്ളിൽ ആ കടലടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ നമുക്ക് വിളി വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ MD കൂടാ ഞാൻ. അപ്പോൾ നമ്മൾ ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും 4 പിണ്ണാക്ക് വാങ്ങിച്ചു കൊടുക്കാണ്ടായത്, അതിനുള്ള പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഈ അവതാരകൻ അതിൽ നിന്നൊക്കെ വളരെ സ്വതന്ത്രനായി അദ്ദേഹം ഈ ക്രിയേറ്റീവ്. നമ്മൾ എപ്പോഴും ഞാൻ എൻ്റെ വാർത്താ മുറി ശ്രദ്ധിക്കുന്ന കാര്യം, ഈ വാർത്ത വായിക്കാൻ വന്ന ഒരാളെയും ഞാൻ വാർത്ത വായിക്കുന്നതിന് മുമ്പൊന്നും പറയത്തില്ല. അയാൾ തെറ്റുവരുത്തിയാലെല്ലാം വാർത്ത വായിച്ച് കഴിഞ്ഞ് അയാളോട് പറയും. കാരണം അയാളിൽ നമുക്ക് ഇതുപോലെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ കടൽ കയറ്റി വിട്ടവരൊക്കെ ഉണ്ടല്ലോ. ഈ കടലിൽ ഞാൻ ഇവരിലേക്ക് കയറ്റി വിടുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ശരിക്കും ഈ 24നെ രൂപപ്പെടുത്തുന്നത്. രൂപകൽപ്പന നമ്മൾക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ഞാൻ ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യാം എന്ന് വെച്ചാൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുറേ അഭിപ്രായം രൂപീകരിക്കുന്ന ഒപ്പീനിയൻ ക്രിയേറ്റേഴ്സിനെ മാറ്റി നിർത്തിയ സാധാരണ മനുഷ്യരാണ്. അവരെന്ന് പറഞ്ഞാൽ നൊമ്പരം വന്നാൽ അവരെ കണ്ണ് നിറയും, അവർക്ക് ദേഷ്യം വന്നാൽ അവരുടെ ഇതൊക്കെ ഇങ്ങനെ വീർത്ത് വരും. അത് സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അവരെ നമ്മൾ ആ രീതിയിൽ ഡീൽ ചെയ്തത്. അല്ലാതെ നമ്മൾ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇങ്ങനെയാണ് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്, സ്റ്റൈൽ ബുക്ക്. അതായിരുന്നു ഡോക്ടർ റെജിമേൻ എന്നോടുള്ളൊരു സ്നേഹവും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മലയാളിയുടെ മനസ്സറിയുന്നു, നിങ്ങളിവിടെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നു, നമ്മൾ നിങ്ങൾ ചവിട്ടി. അപ്പം ഞാൻ ഒരു ദിവസം ഒരു പുലിവാലി പിടിച്ചത് നമ്മുടെ കൃഷ്ണൻകുട്ടിയാരുണ്ടല്ലോ നടൻ, കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചു, കൃഷ്ണൻകുട്ടിയോട് അണ്ണ കഞ്ചാവ് അടിക്കുന്നു കേട്ടല്ലോ. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞു, അണ്ണ ഈ കഞ്ചാവും ചാരായും മിക്സ് ചെയ്തടിക്കുന്ന പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞു. ശരിയാന്ന് പറഞ്ഞാൽ. അപ്പം ഉടനെ സിനിമയിലുള്ള ചില ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് എതിർക്കാനൊക്കെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ എനിക്ക് മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, കഞ്ചാവും ചാരായും തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷേ ഞാനങ്ങനെ ചോദിക്കുന്നില്ല, അങ്ങനെയൊക്കെ അറിയാവുന്ന ലാംഗ്വേജ് ചോദിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു പ്രശ്നവുമില്ല. പിന്നെ മാത്രമല്ല, ഈ ആളുകൾ ഇപ്പം ഒരു ദിവസം എൻ്റെ ഈ വൈദ്യുതി ബോർഡിൻ്റെ തലപ്പത്തൊക്കെ ഒരു IAS ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഈ നമ്മൾ തമ്മിൽ വന്നു. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ, മിസ്റ്റർ നായർ,
നിങ്ങൾ എങ്ങനെയാണ് എന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത്? ഞാൻ ഒരുപാടിടത്ത് ഞാൻ മേധാവിയായിട്ടിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇയാൾ വന്ന് ഇങ്ങനെ ഇരുന്നു, കസേരയിൽ ഇരുന്നു. അപ്പോൾ ഇയാൾ ഈ മസിൽ വിടുന്നില്ല, എയർ വിടാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇയാൾ IAS ഓഫീസർ, അടിമുടി ഉറങ്ങുമ്പോഴും IAS കാരനാണ്, അങ്ങനെ ഒരു മനുഷ്യൻ. ഉടനെ ഞാൻ പുള്ളിയോട് ചോദിച്ചേ, നിങ്ങൾ ഈയിടെ ഒരു പട്ടി കടിക്കാൻ ഓടിച്ചെന്ന് കേട്ടല്ലോ, പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു? ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി. കാരണം ഇയാളിങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. ഇയാളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ട്, ഒരു പട്ടി 1.5 കിലോമീറ്ററോളം ഇയാളെ ഓടിച്ചിട്ടുണ്ട് കടിക്കാനായിട്ട്. അപ്പോൾ ഇത് എനിക്കറിയാൻ ഈ കാര്യത്തിലായിരുന്നു. ഞാൻ കയറി ചോദിച്ചോടെ ഇയാളെ കംപ്ലീറ്റ് ഐസായി. പിന്നെ ആ ഷോയിൽ ഒരു കുഴപ്പമില്ല, അയാൾ ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇയാൾ എന്തെങ്കിലും കയറി ചോദിച്ചോളാം വിചാരിച്ചിട്ട്. ഈ ആദ്യത്തെ ഒരു മസിലേ ഉള്ളൂ, അതങ്ങ് എടുത്ത് കളഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇപ്പം ഈ റേഡിയോയിൽ നിന്ന് തുടങ്ങി ടെലിവിഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു ഭയങ്കര സുരക്ഷിതമായ ഒരു മേഖല വിട്ടിട്ടാണ് ഏഷ്യാനെറ്റിൽ പോകുന്നത്. അതിൽ നമ്മൾ തമ്മിൽ തന്നെ ഒരു 1000 എപ്പിസോഡിന് എടുക്കുന്നു, പിന്നെ ഇതിൽ മറ്റേ ഗിന്നസ് റെക്കോർഡ്സിൽ വരുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പം ഏഷ്യാനെറ്റ്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് വിട്ടു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പേഴ്സണലി ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന ഒരു ഘട്ടമായിരുന്നോ? എന്തായിരുന്നു അന്നത്തെ? അങ്ങ് വിട്ടു അങ്ങനെ പോകേണ്ടി വരുന്ന കരുതിയിരുന്നു? യഥാർത്ഥത്തിൽ AR രാജിവെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ 19 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഒരു കൊല്ലം കൂടെ ആയാൽ റിട്ടയർമെൻറ്റ് എടുക്കാവുന്ന സമയത്താണ് ഞാൻ ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് രാജിവെച്ചത്. എൻ്റെ അച്ഛൻ പറഞ്ഞത് എൻ്റെ തലയ്ക്ക് ഓളാന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ആരും ചെയ്തില്ല. UPSC വഴി വന്ന ഒരു പോസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ പോകുന്ന ഏഷ്യാനെറ്റിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അന്ന് ഏഷ്യാനെറ്റ് വളരെ ഒരു 10-15 കോടിയെങ്കിലും ലോസിൽ പോകുന്ന ഒരു കമ്പനി. അത് ഞാൻ അകത്ത് ചെന്നതിന് ശേഷം മനസ്സിലായത്. അപ്പോൾ ഞാനിത് ഡോക്ടർ എജുമേനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എജുമേൻ പറഞ്ഞു, നഷ്ടത്തിലോടുന്ന, അല്ല ഞാൻ ചോദിച്ചു ഡോക്ടർ എന്നോട് ആ സത്യം പറഞ്ഞില്ലല്ലോ, ഇതൊരു നഷ്ടത്തിലോടുന്ന കമ്പനിയാണോ? അതെ. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് പൂട്ടാൻ പോകുന്ന? അല്ല, പൂട്ടത്തൊന്നുമില്ല. നിങ്ങൾക്കെന്തോ പ്രശ്നം? ഞാൻ പറഞ്ഞല്ല, ഈ നഷ്ടത്തിലോടുന്ന കമ്പനിയിലേക്ക് എന്നെ ആകാശവാണി നിങ്ങൾ വിളിച്ചു വരുത്തിയത് ലാഭത്തിലോടുന്ന കമ്പനി നിങ്ങളുടെ ആവശ്യമില്ലല്ലോ എന്ന് പുള്ളി പറഞ്ഞു. നഷ്ടത്തിലോടുന്ന കമ്പനിയിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, പോയി ജോലി ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ലാഭത്തിലോടുന്ന കമ്പനി വേറെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ പണിയുന്നതോടെ. അപ്പോൾ നമ്മൾ പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനം ഞാൻ ഈ 2ാം ലോക മഹായുദ്ധ കാലത്ത് വിൻസ്റ്റൺ ചർച്ചിൽ നടത്തിയ പ്രസംഗമില്ലേ, അതുകൊണ്ട് പ്രഭാഷണം ഈ പുളിയറക്കോണത്ത് നടത്തിയായിരുന്നു ഏഷ്യാൻ്റെ ആസ്ഥാനത്ത്. എല്ലാ സ്റ്റാഫിനെയും വിളിച്ചു കൂട്ടിയിട്ട് എനിക്ക് മനസ്സിലായി ഞാനൊരു ദുരന്തത്തിൽപ്പെട്ടു. എൻ്റെ അടുത്ത് ആകാശവാണിയിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞു, നീ രാജിച്ചു പോരുത്, നീ ഇപ്പോൾ ഞാനന്ന് അവതാരകനാണ് ഓൾറെഡി, നിന്നെ ആൾക്കാർക്ക് അറിയാം, നീ പിന്നെ എന്തിനാ അവിടെ ഈ ജോലി ഏറ്റെടുക്കാൻ പോകുന്നത്? കുരിശ് ഓൾറെഡി അവിടെ ചെയ്യുന്നുണ്ട്, പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഡോക്ടർ ജീവനോട് അത്ര നല്ല ബന്ധമായതുകൊണ്ട് ഞാൻ പോയി. ഇത് ഞാൻ അറിഞ്ഞതുമില്ല, ഈ നഷ്ടത്തിലോടുന്നെന്നുള്ളതും ഇത് കൂട്ടാൻ പോകുന്നു ഒക്കെ സൂചനയൊക്കെ ഒന്നും അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നീടാണ് അവിടുത്തെ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്നോട് പറഞ്ഞത്, ആ ജോലി ഇനി കിട്ടുമോ എന്ന് ചോദിച്ചു തിരിച്ച്. അത് പോയോ ഭയങ്കര ചതിയായി പോയി കേട്ടോ, ഇവിടെ വല്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഉള്ളി കാര്യകാരണ സഹിതം ബാലൻസ് ഷീറ്റൊക്കെ പറഞ്ഞ് പ്രശ്നമായി. നമ്മൾ ഉള്ള ഇത് പോയി, ആത്മവിശ്വാസം പോയി. പിന്നെ എനിക്ക് ഒറ്റ സംഭവമേ ഉള്ളൂ. അപ്പം ഞാൻ ഇവരോട്, അപ്പോൾ ഇവർക്ക് സ്റ്റാഫിനൊന്നും ഇത് അറിയത്തില്ല, മാനേജ്മെൻറ്റ് ഒരിക്കലും ഒന്നും പറയില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, 10-150 പേരുണ്ട് എല്ലാം കൂടെ. അപ്പം പ്രോഗ്രാം ഹെഡാണോ വൈസ് പ്രസിഡന്റ്? വൈസ് പ്രസിഡന്റ് ഞാനവിടെ ചെല്ലുന്നത്, പ്രോഗ്രാം മേധാവിയായിട്ടാണ് ചെല്ലുന്നത്, കണ്ടന്റ് ഹെഡാണ്. അപ്പോൾ ഞാൻ ഈ ചെന്നതിൻ്റെ 4ാമത്തെ ദിവസമാണ് ഈ ചർച്ചിലിനെ ഞാൻ മനസ്സിലോർത്തത്. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചോരയിൽ ചവിട്ടിയാണ് ഈ സ്ഥാപനം ഇത്രയും വലിയൊരു സാമ്രാജ്യമായത്. നിങ്ങളുടെ ചോരയിൽ ചവിട്ടി തന്നെ ഈ സ്ഥാപനം നിങ്ങളുടെ ശവത്തിൻ്റെ മേളിലൂടെ കടന്നു പോകും. ഈ സ്ഥാപനം മുതലക്കൂപ്പ് കൂത്തും. ഇത് ഇത്രയും ലോസാണ്, നിങ്ങളോട് മാനേജ്മെൻറ്റ് പറയാത്തതാണ്. ഇനി നിങ്ങൾക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ നടുക്കടലിൽ വീണ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഒന്നുകിൽ മുങ്ങി മരിക്കാം, ഇല്ലെങ്കിൽ ഞാനൊരു ഹതഭാഗ്യനാണ് നിങ്ങളെപ്പോലെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം നീന്തിക്കയറാം, പറ്റുമെങ്കിൽ നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രമിക്കാൻ താല്പര്യമുള്ളവർക്ക് കൈയടിക്കാൻ തോന്നി. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. നമ്മൾ അങ്ങനെയാണ് ഇനി മുതൽ കോമ്പൻസേറ്ററി ഓഫില്ല, ലീവുകൾ അനാവശ്യമായി എടുക്കാൻ പാടില്ല, നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ഏഷ്യാനെറ്റ് ഒരു ലെവലിലെത്തണം. കാരണം അല്ലെങ്കിൽ നമ്മൾ മുങ്ങി മരിക്കും, വേറെ ഒരു വഴിയില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ വഴിയാധാരമാക്കിയിട്ട് ഒരു മുങ്ങി മരണത്തിന് തയ്യാറാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയ ഏറ്റവും വികാരഭരിതമായ പ്രസംഗം അതായിരുന്നു. കാര്യം എൻ്റെ ജീവൻ പോയി കിടക്കുക. കാര്യം നാട്ടുകാർ മൊത്തം പറഞ്ഞതാണ് പോരുത്. അത് കേൾക്കാതെ, കാരണം എൻ്റെ വീട്ടിലൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ ഭാര്യയൊക്കെ ഒരിക്കലും ഈ ഞാൻ രാജി വെക്കുമ്പോഴേ ഇത് നല്ല കാര്യം ചെയ്യുന്നതല്ല എപ്പോഴും പ്രതികരിച്ചിട്ടുള്ളത്. ഏത് രാജിയിലും മുഴുവൻ നന്നായി ഇന്നലെ വെക്കേണ്ടതായിരുന്നു എന്നുള്ള എനിക്കത് അറിയാത്തിലേക്ക് കുറച്ച് ദിവസം കിട്ടുന്ന അതൊന്നുമല്ല. പുള്ളി എന്തെങ്കിലും ഒരു അഡ്വഞ്ചറസ് ആയിട്ട് നിൽക്കട്ടെ എന്നുള്ളത് എനിക്കറിയില്ല. പുള്ളിക്കാരിക്ക് അത് മനസ്സിലായിട്ടുണ്ടോ? കാര്യം നമ്മൾ ചങ്ക് പറഞ്ഞാൽ നിൽക്കുന്നത്, നമ്മുടെ പണി പോയി എന്നുള്ള ലൈനിൽ. പക്ഷേ അത് ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ഈ ചില ആൾക്കാരൊക്കെ പറഞ്ഞില്ല, നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരിടത്ത് നമ്മളെത്തും. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്, പക്ഷേ
ഞാൻ പക്ഷേ മറ്റേ തിയറിയിൽ ഞാൻ വിശ്വസിക്കില്ല മനീഷ്. ഈ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും. ഏത് വൃത്തികെട്ട പണിയിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തുക എന്ന് പറയുന്നതൊന്നുമല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് അറിയുമ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ലോകമായതുകൊണ്ട് നമ്മൾ ഈ വൃത്തികെട്ട പണികൾ കാണിക്കരുത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് അറിയും. അപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഈ നാളെ ഞാൻ ഈ പൊതുനിരത്തിലൂടെ ഇറങ്ങി നടക്കും, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇറങ്ങി നടക്കുമ്പോൾ ആ കള്ളൻ്റെ മക്കളാണ് പോകുന്നത് എന്നാളിൽ പറയാതെ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് എൻ്റെ വിശ്വാസം. ധാർമ്മികത വിട്ട് ഈ വാല്യൂ സിസ്റ്റം നമുക്കില്ലെങ്കിൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഈയിടയ്ക്ക് ഒരു പാർട്ടിയുടെ ആസ്ഥാനത്ത് ഒരു ചർച്ച നടക്കുക. അപ്പോൾ ഈ റഹ്മാൻ ഷോയിലൂടെ നമ്മളൊരു കുരിശ് പിടിച്ചായിരുന്നു. അപ്പം നമ്മൾ അവിടെ കൊച്ചിയിലെ കരഭൂമി നികത്തി റിസോർട്ട് ഉണ്ടാക്കാൻ പോയി ശ്രീകണ്ഠൻ നായർ. നമ്മളത് എതിർത്തതിന് നമ്മളുടെ പുള്ളിക്ക് ഇപ്പോഴും ദേഷ്യമാണെന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോലെ ഇത്രയും വർഷം 40 കൊല്ലം നമ്മൾ ഈ ഏറ്റവും കുറച്ച് രഹസ്യങ്ങളുള്ള സ്ഥലമായി ഫ്ലവേഴ്സും 24-ഉം. അപ്പോൾ അതേസമയം എനിക്ക് ട്രെയിനിങ് കിട്ടിയ കളരിയിലെല്ലാം ഭയങ്കര രഹസ്യം സൂക്ഷിക്കുന്നവരെയാണ്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഈ നാക്ക് ഭയങ്കര മോശമാണ്. നമ്മുടെ ഇവിടെ ചായ കൊടുക്കുന്ന ആളിനൊക്കെ നമ്മുടെ ബാലൻസ് ഷീറ്റ് അറിയാം. നമ്മുടെ ഇവിടെ വന്നിട്ട് ഫ്ലവേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റ് തരാന്ന് വെച്ചാൽ പുള്ളി പറയും അത്ര. അപ്പം ഞാൻ പറഞ്ഞു ഇവിടുന്ന് ചില ആൾക്കാരൊക്കെ രാജിവെച്ച് പോയിട്ടും പുറത്തിറങ്ങിയിട്ട് അവർക്ക് ഈ സ്ഥാപനത്തിന് ദ്രോഹിക്കാൻ പറ്റില്ല. കാര്യം എന്താ, ഇവിടെ രഹസ്യങ്ങളില്ല. എല്ലാവർക്കും ഒന്നുമില്ല. ഇയൊക്കെ പറഞ്ഞു കൊടുത്താലും ഒന്നുമില്ല. ഞാനതിൽ പല കാര്യങ്ങളും മാത്രമല്ല ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പറയും. ഞാൻ മോർണിംഗ് ഷോയിൽ അടുത്ത ആഴ്ച ഇങ്ങനെ പ്രോഗ്രാം വരുന്നത്, മറ്റെല്ലാം ഭയങ്കര രഹസ്യം. വിളി മിണ്ടരുത്, അവിടെ കുറ്റിയൊക്കെ ഇട്ടിട്ടാണ് ഷൂട്ടിങ്, കാര്യം ഇത് ആരും കാണരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറേ മണ്ടത്തരത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് പല സ്ഥാപനത്തിലും പോയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ ഞാൻ അവിടെ നിന്നൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ മനോരമയിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത്, 1-ാം തരം പി മാസ്റ്ററാണ് അവർ. കൃത്യ ശമ്പളം കൊടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളൊന്ന്. അതിനുപരി നല്ലൊരു ഗവേഷണ സ്ഥാപനമാണ് അത്. അതായത് ഒരു കാര്യം അവർ ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന റിസർച്ച് എല്ലാം ചെയ്ത് തറവായിട്ട് ചെയ്യും. ഞാനൊക്കെ എടുത്തടിച്ച് ചെയ്യും. നമ്മൾ ചിലപ്പോൾ റിസർച്ചൊന്നും ചെയ്തൊന്നുമില്ല, നമ്മുടെ സെർച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒരു തട്ടുകട എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആ തട്ടുകടയിൽ ചായ അടിക്കാൻ ആൾ വരുമോ നമ്മൾ ആദ്യം അന്വേഷിക്കണം. അതിന് റിസർച്ച് ആവശ്യമാണ്. പക്ഷെ നമ്മൾ തട്ടുകട എങ്ങനെ തുടങ്ങും, ആരെങ്കിലും വിളിച്ച് കൂട്ടാന്നുള്ള പ്രതീക്ഷയിൽ. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പഠിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ തിയറി അതാണ്. കാരണം ഈ വൈവിധ്യതയുള്ള സ്ഥാപനമാണല്ലോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ദൂരദർശൻ വേറൊരു രീതിയാണ്, അതിനൊരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. ഏഷ്യാനെറ്റ് വേറൊരു തരത്തിലൊരു പ്രോഗ്രാം, ഒരു പരീക്ഷണം വേറെ രീതിയിലാണ് ഏഷ്യാനെറ്റ് എന്ന് കൊണ്ടുവന്നത്. പിന്നെ അന്ന് ഈ പറയുന്ന പലതരത്തിൽ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളുടെ നിയന്ത്രണത്തിലാണത്. പിന്നെ സൂര്യ ആണെങ്കിലും പിന്നെ അല്ല ഞാൻ മഴവില്ലാണ് അസോസിയേറ്റ് ചെയ്ത ഭയങ്കര വൈവിധ്യതയുള്ള സ്ഥാപനത്തിലാണല്ലോ. പക്ഷേ ഏഷ്യാനെറ്റ് ഞാൻ പറഞ്ഞ ഇത്രയും ഈ ചർച്ചിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ഇത്രയും സാഹസികമായ ഒരു കാര്യം ഏറ്റെടുത്ത് പരീക്ഷണം ഏറ്റെടുത്തപ്പോഴും പെട്ടെന്ന് അതൊരു കോർപ്പറേറ്റ് ടേക്ക് ഓവർ, റൂപ്പർട്ട് മർഡോക്കിൻ്റെ ഒക്കെ ടേക്ക് ഓവർ വന്ന സമയത്ത് നമ്മൾ വളരെ അപ്രസക്തമാവുന്നു എന്നുള്ളൊരു സംഗതി. അല്ല, അത് മാത്രമല്ല, എൻ്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിധി വിട്ട് ഞാൻ പേഴ്സണലൈസ് ചെയ്തു പോയി. നമ്മൾ ഈ KR ചുമ്മാ സാർ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എപ്പോഴും വിശ്വസിക്കണം ഈ സ്ഥാപനം നിൻ്റെയാണെന്ന്. ഒരു മിനിറ്റ് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, എപ്പോഴും നീ വിശ്വസിച്ചോളണം ഈ സ്ഥാപനം നിൻ്റേതല്ല എന്ന്. ഞാൻ രണ്ടാമത് പറഞ്ഞത് ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ വീട് പോലെയാണ് നമ്മൾ ഈ സ്ഥാപനത്തെ കാണുന്നത്. ഏഷ്യാനെറ്റ് നമ്മുടെ വീട് പോലെയാണ്. അപ്പോൾ ഏഷ്യാനെറ്റിനെ കുറിച്ച് എന്തെങ്കിലും ആയാലും പറഞ്ഞാൽ നമുക്ക് രക്തം തിളയും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസത്തിൽ സത്യത്തിൽ ഈ ഏഷ്യാനെറ്റിനകത്ത് വേറൊരു ടേക്ക് ഓവർ വരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. എന്നെ ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ വിളിച്ച് ഭാര്യയുടെ പേരും തോന്നി ചിലപ്പോൾ മുഴുവൻ പേരും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഏഷ്യാനെറ്റിൻ്റെ ആണ് നമ്മൾ കൃത്യമായിട്ട് എല്ലാം പറയും. അങ്ങനെ നടക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിപ്പോയി. അപ്പോൾ എല്ലാം കൈവിട്ടു പോയൊരവസ്ഥ. കാരണം നമ്മളുടെ ഒരു സ്ഥാപനം വിട്ട് വരുമ്പോൾ നമ്മൾ ശരിക്കും ഈ സ്ഥാപനത്തിൽ ഒരു ആജീവനാന്തര ജോലി കിട്ടുമെന്നുള്ളതല്ല, നമുക്കെന്തോ റിയലൈസേഷൻ ഉണ്ടല്ലോ ഇവിടെ, അതെല്ലാം കൈവിട്ട് പോയാലും എനിക്ക് തോന്നി. അപ്പം ഞാനന്ന് വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഒരു രാജിക്കൂടെ സമയമായി. ഭാര്യ ചോദിച്ചു, വിൽക്കണം. ഭാര്യ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, അവിടെ നമ്മുടെ അവതാര ലക്ഷ്യം പൂർത്തിയായി, നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഈ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഒന്ന് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് എംപ്ലോയി നമ്പറിൽ അറിയപ്പെടും. അവിടെ ഒരു 108 ഉണ്ടല്ലോ, വാട്ട് ഈസ് ഹിസ് നെയിം എന്നേ വരൂ, പിന്നെ പേരില്ല. നമ്മൾ അവിടെ കിരീടം വെക്കാത്ത രാജാവായിട്ട് പുള്ളിയറക്കോണം നടക്കരുത്. പെട്ടെന്ന് നമ്മുടെ കാളയ്ക്കൊക്കെ ഇടുന്ന നമ്പർ ചുരുങ്ങി 106 ഏതാണ്ട് നമ്പറിലേക്ക് നമ്മൾ ചുരുങ്ങി. മാത്രമല്ല, ഞാനന്ന് ഈ മൾട്ടിനാഷണൽ കമ്പനിയുടെ തലപ്പത്തുള്ള ഒരാൾ അന്ന് പുള്ളിയറക്കോണത്ത് വന്നു. അതിനെ വല്ലാണ്ട് ഹർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ എന്നോട്, മിസ്റ്റർ നായർ, വാട്ട് യു ആർ ഡൂയിങ് ഹിയർ?
ഞാനിങ്ങനെ നോക്കി അങ്ങനെ കേട്ടോ. അപ്പം നമ്മുടെ ധാരണ നമ്മൾ ഈ ഐഡിയ സ്റ്റാർസും കൂടെ ഒക്കെ രാത്രിയിൽ അജയൻ കേന്ദ്രൻ്റെ പ്രൊഡ്യൂസർ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും അത് നട്ട പാതിലേക്ക് 34 പോയിന്റ് പോയ പ്രോഗ്രാമാണ് അത്, 12:30 മണിക്ക് രാത്രി അതിൻ്റെ ഫിനാലേക്ക്. 10 റെക്കോർഡിട്ട പ്രോഗ്രാമൊക്കെ എൻ്റെ ധാരണ ഈ നെറ്റ്വർക്കിൻ്റെ മൊത്തം ഏരിയയിലും ശ്രീധരൻ നായർ അങ്ങനെ ഒരാളുണ്ട് കേരളത്തിൽ, ഭയങ്കര സംഭവം ആൾ. എന്തൊക്കെ അവർക്ക് അറിയത്തില്ല ഇയാളെ, എന്നോട് പേര് ഫുള്ള് പുള്ളി ചോദിച്ചു എന്തുവന്ന്, മൊത്തം പേരും ചോദിച്ചു, ഹൂ ഈസ് യുവർ ഫാദർ, ബാക്കി എല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നോ 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 ഐ ഡോണ്ട് വാണ്ട് സം മോർ ഡീറ്റെയിൽസ്, മൈ ഫാദർ വാസ് എ ഫാർമർ, നോ നോ ഐ ഡോണ്ട് വാണ്ട് വാട്ട് യു ആർ ഡൂയിങ് ഹിയർ, ഞാൻ ഡൂയിങ് സം പ്രോഗ്രാംസ്. എന്നിട്ട് ഞാൻ ഈ മേധാവിയോട് തിരിഞ്ഞിട്ടു, ഇങ്ങനെ എത്ര ക്ണാപ്പന്മാരോട് നമ്മുടെ ബയോഡേറ്റ പറയേണ്ടി വരും ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോറ് വലിച്ചടച്ചിറങ്ങിപ്പോയി. വൈ ദിസ് ഫെലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അവിടെ ഈ നമ്മുടെ ബോംബെയിൽ നിന്ന് വന്ന കക്ഷി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി, കാരണം അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഈസ് ദ പില്ലർ ഓഫ് ഏഷ്യാനെറ്റ് എന്നൊക്കെ നമ്മുടെ ബോസ് പറഞ്ഞു നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. എന്നാലും എനിക്കത് നമ്മുടെ ശരിക്കും നമ്മൾ ഈ രക്തം കൊടുത്ത് നിർത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ സീറോ ആയിട്ട് ഇല്ലാതാവുമ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഓർത്തു, നിന്നെ അവർ ആവശ്യത്തിന് ഉപയോഗിക്കും, അത് കഴിഞ്ഞ് നിന്നെ ചവിട്ടിയെടുത്ത് പുറത്ത് കളയും. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ആയിരിക്കില്ല. ഇത് ആരുടെ ഒരാളിൻ്റെ കീഴിലല്ല, നീ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. നീ മരിക്കുന്നത് വരെ ഈ സ്ഥാപനം നിൻ്റെ കൂടെ സംരക്ഷണത്തിലുണ്ടാകും, നീ മറക്കരുത്. ഒരു സുഹൃത്ത് എന്നോട് ഉപദേശിച്ചു. ഞാൻ അസൂയക്കാരനായിരിക്കും, നമ്മൾ പോയി രക്ഷപ്പെടുന്നുണ്ട്, നമ്മുടെ വളർച്ചയെ കണ്ട് കയറി കുറുകയിക്കാന്ന് നമ്മൾ പോയി. പക്ഷേ പിന്നീട് അവൻ പറഞ്ഞതൊക്കെ ഞാൻ ഇങ്ങനെ ഓർമ്മിച്ചെടുത്തു. അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചു, ഞാൻ രാജി അയച്ചിട്ട് ഞാൻ എൻ്റെ ഉറങ്ങാൻ പറ്റിയ ദിവസമായിരുന്നു. അതിൻ്റെ ഉറങ്ങാൻ പറ്റിയില്ല. നമ്മൾ കാര്യം നമ്മുടെ സ്വന്തം വീടിനേക്കാളും സ്നേഹിച്ചൊരു സ്ഥാപനം നമ്മളിൽ അവിടെ നമ്മളൊന്നും ഇല്ലാതായി പെട്ടെന്ന്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജി എഴുതിയിട്ട് ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അങ്ങ് കിടന്നു. ഉറക്കം വരില്ലല്ലോ, നമ്മൾ ഈ തലേണെടുത്ത് പടിയിലോട്ട് വെച്ച് ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, വാട്ട് നെക്സ്റ്റ് എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഒരാൾ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ബാങ്കിൽ 550 രൂപ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു, നിങ്ങൾക്ക് നാളെ മുതൽ പാല് വാങ്ങണം, കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യണം, എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ രാജിയൊക്കെ വെച്ചത് എന്ന് ചോദിച്ചു. ഈ രാജി പുറത്തിറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ആകെപ്പാടെ മനുഷ്യ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുക, അതിൻ്റെ കൂടെ ഇനി നാളെ മുതലുള്ള ചിലവ് കൂടെ എന്നെ ബോധ്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അപ്പോൾ കുറേ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട്, അപ്പോൾ എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് നമ്മൾ ഈ നാട്ടുമ്പുറത്ത് വന്നിട്ടുണ്ടല്ലോ മനുഷ്യർ, നമുക്കൊരു കരുത്തുണ്ടാവും കേട്ടോ. നമുക്ക് തെങ്ങ് കയറാനൊക്കെ അറിയാമല്ലോ, നമ്മൾ തെങ്ങിലും കവുങ്ങിലൊക്കെ കയറി പരിചയമുള്ളവരാണല്ലോ. അപ്പോൾ വാഴ വെട്ടാൻ അറിയാം, പിന്നെ നമുക്ക് റേഷൻ കടയിൽ നമ്മൾ ശീലിച്ച സംഭവമുണ്ട്, ഈ മണ്ണെണ്ണ ബാരലിൽ നിന്ന് വളരെ വേഗത്തിൽ മണ്ണെണ്ണ പിടിക്കാൻ അറിയാം. അപ്പോൾ ഒരു 5 കട കിട്ടിയാൽ അത് ജീവിച്ചു പോകാൻ പറ്റും കേട്ടോ. ഭയങ്കര ഞങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രതിയായിരുന്നു ഞാൻ. ഏറ്റവും വേഗത്തിൽ മണ്ണെണ്ണ ബാരലിൽ നിന്ന് പിടിക്കുന്ന ആളായിരുന്നു ഞാൻ. അതുപോലെ ഈ എൻ്റെ അച്ഛൻ്റെ ചെറിയൊരു പലചരക്കട ഉണ്ടായിരുന്നു, റേഷൻ കടയും പലചരക്കടയൊക്കെ ഉണ്ടായിരുന്നു. ഹിന്ദു പേപ്പറിൽ ഏറ്റവും വേഗത്തിൽ കുമ്പിട് കുത്തുന്നതിൽ ഞാനൊരു എക്സ്പെർട്ടായിരുന്നു, അതിലൊരു പഞ്ചായത്ത് പ്രതിയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കലാപരിപാടി കുറേ അറിയുന്നുണ്ട്. നമുക്ക് ശരിക്കും ഈ ഒരു ജോലി പോയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആരോഗ്യം വേണം, യു ഷുഡ് ബി ഹെൽത്തി, അല്ലേ പിന്നെ രക്ഷയില്ല. നമ്മൾ കിടന്നു പോയി നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നിലനിർത്താൻ പറ്റും. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പം എൻ്റെ ഭാര്യയൊക്കെ എൻ്റെ പൂർണ്ണമായിട്ട് എൻ്റെ സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ രാജിവെക്ക് എന്ന് പറഞ്ഞാലും പുള്ളി അത് ഇയാളെ കൊണ്ട് വേറെ പണി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ലൈനിലാണ്. അപ്പം പക്ഷേ നമ്മൾ നടു റോഡിലാകുമ്പം ഈ ആളുകളിപ്പം ഈ ടെലിവിഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊരു മണ്ടത്തരമുണ്ട്, ഒരു ചിന്തയുണ്ട് പലർക്കും. അവർ വിചാരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം നമ്മളെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന, അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആൾ മാർക്കറ്റിൽ വളരെ എസൻഷ്യൽ ഒരാളെ ആയിരിക്കും. അല്ലല്ല എല്ലാവരും അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് പോകത്തില്ല. പക്ഷേ എല്ലാവരും ഈ നിലക്കണ്ണാടിയൊക്കെ നോക്കി ഇങ്ങനെ തടിച്ച് കൊഴുത്തിരിക്കുകയാണല്ലോ. ഒരു ഞാനങ്ങോട്ട് ഇറങ്ങുന്നു, ഏഷ്യൻ ന്യൂസ്, 24, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ് എല്ലാം ചാടി വരുന്നു, വാടേ ഇങ്ങോട്ട് കയറി വാ മക്കളെ എന്ന് പറയുന്നത്. ഒന്നും സംഭവിക്കത്തില്ല, വീട്ടിലിരിക്കത്തേ ഉള്ളൂ. അത് ആളിൽ അറിയുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് ഞാൻ അന്നെടുത്തൊരു തീരുമാനം നന്നായി എന്നാണ് എൻ്റെ ഇന്നത്തെ ഒരു ചിന്ത. എന്തെന്നറിയുമോ, ഞാൻ പിന്നെയും അവിടെ തുറന്നു കഴിഞ്ഞാൽ ഇതെന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ തിയറി ഓഫ് മൈഗ്രേഷൻ ഉണ്ടല്ലോ, അവിടെ അപ്ലൈ ചെയ്യാൻ നേരമായി. പക്ഷെ ഞാൻ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ പെട്ടെന്നൊന്നും പോയല്ലോ. ഞാൻ 1993 ഡിസംബറിലാണ് ഈ പുളിയറക്കോണം മണ്ണിൽ ചവിട്ടിയത്. ഞാൻ ഇറങ്ങുമ്പോൾ ശരിക്കും 2010 അപ്പോൾ ഒരു സ്ഥാപനത്തിൽ 17-18 വർഷമൊക്കെ തുറന്നു എന്ന് പറഞ്ഞാലേ ചെറിയ കാര്യമല്ല. പിന്നെ അതിൻ്റെ വളർച്ചയുടെ അതിൻ്റെ വളർച്ചയുടെ എല്ലാ മേഖലയിലും ഞാനുണ്ടായി. ഇന്നും ഈ ഡോക്ടർ ജിമേനോൻ എന്നോട് അന്ന് നിർബന്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എയറിൽ തന്നെ തുറന്നേനെ. അതേ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു പ്രവചനം പോലെ വന്നു, നിങ്ങൾക്ക് ടെലിവിഷനിൽ പലതും ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നെ സൂപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണെന്ന്. പക്ഷെ അങ്ങനെ ഒരാളല്ല. അങ്ങനെയെന്ന് വെച്ചാൽ ഈ ലോകം കണ്ടുള്ള അങ്ങനെ ഒരു എൻ്റെ അറിവിലൊരു 130 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. നമ്മുടെ UN സെക്രട്ടറി പോലും അത്രയും രാജ്യം സന്ദർശിച്ചാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ലോകത്തിലെ ജനങ്ങളെക്കുറിച്ച് അറിയാം. കാരണം നമ്മൾ ഈ ഒരു ദിവസം ഒരു തമാശ ഉണ്ടായി.
ഈ ഡോക്ടറെ കുറിച്ച് നമ്മുടെ NRS ബാബു സാറാണ് കലാമൊന്നിൽ എഴുതിയത്. പക്ഷേ ബാബു സാർ പേരിട്ടില്ല, സ്റ്റാഫ് റിപ്പോർട്ടറാണ്. പക്ഷേ സാറിൻ്റെ ലാംഗ്വേജ് ആണ് നമുക്കറിയാം. ഈ പൊളിറ്റിക്കൽ കാലിഡോസ്കോപ്പ് എന്നൊക്കെ സാറാണ് പ്രയോഗിക്കുന്നത്. അങ്ങനെയൊക്കെ ചില പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ പുള്ളി ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് ഒരു ലേഖനം എഴുതി, ഈ ഡോക്ടർ ഈമേനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഈ ലേഖനത്തിന് മറുപടി എഴുതിക്കൊണ്ട് മുതലാളി എടുത്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മുതലാളി ഇന്ന് സൂചിപ്പിച്ചളയാം, കാര്യം നമ്മൾ ഇദ്ദേഹത്തിനൊരു മറുപടി കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്തോ പ്രശ്നം. ഞാൻ പറഞ്ഞു ഇങ്ങനെ കലാമൊന്നിൽ ഡോക്ടറെക്കുറിച്ച് വളരെ മോശമായിട്ട് ലേഖനം വന്നു, അത് എഴുതിയ ആളിനൊക്കെ എനിക്കറിയാം, ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ അതിനൊരു മറുപടി തയ്യാറാക്കിയിട്ടുണ്ട്, ഈ ഒരു മറുപടി അവർക്ക് അയച്ചു കൊടുക്കണം, ഇത് പബ്ലിഷ് ചെയ്തിട്ട് അവിടെ. അപ്പം പുള്ളി ചോദിച്ചു അങ്ങ് വായിച്ച്. ഞാൻ എല്ലാം വായിച്ചു. ഞാൻ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ചിലയിടത്തൊക്കെ ഈ സ്പെഷ്യൽ വികാരമൊക്കെ ഇട്ട് കേട്ടോ ഒക്കെ ഇട്ട് ഇഫക്ട്സ് ഒക്കെ ഉണ്ട് ചില സ്ഥലത്ത്. ഫുൾ സ്റ്റോപ്പൊക്കെ നമ്മൾ പങ്ക്ച്വേഷൻ പറയുന്നില്ലെങ്കിലും ഈ ഫുൾ സ്റ്റോപ്പ് ഫീൽ ചെയ്യും പുള്ളിക്ക്. ആ രീതിയിൽ കോമയൊക്കെ ഇട്ട് നമ്മൾ ഈ നാടിൻ്റെ കോമ ഇട്ട് അങ്ങോട്ട് ഒന്ന് നോക്കും. അപ്പോൾ അദ്ദേഹം ഇമ്പ്രസ്സൊക്കെ കേട്ടോണ്ടിരിക്കുക പുള്ളി. എല്ലാം കേട്ട് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ദേ ആ കൊട്ടയില്ലേ അതിൽ ഇട്ടേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് കുറച്ച് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്താൽ ഇത് കൊള്ളത്തില്ല. ഞാൻ അതെന്താ ഡോക്ടറെ അങ്ങനെ ഇത്രയും നല്ല സാഹിത്യം അതോ ഇതിൻ്റെ ലാംഗ്വേജ് പോരെ? അതല്ല, അദ്ദേഹത്തിന് മലയാളമൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ശ്രീനാഥനെ പറ്റിയ അബദ്ധം എന്ന് പറയാം. ഞാൻ പറഞ്ഞത് ഞാൻ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രിയായ സോവിയറ്റ് യൂണിയനിലെ മോസ്കോയിലിരുന്ന് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡായ കൺട്രിയായ ഇന്ത്യയിലേക്ക് നോക്കുന്നു. ഇന്ത്യയുടെ സദേൺ ടിപ്പിൽ ഒരു ക്യാപിറ്റൽ സിറ്റിയുടെ ഒരു ചെറിയ പ്രദേശത്ത് കുറച്ച് ഈഴവർ അധിവസിക്കുന്ന ഒരു സ്ഥലമായ പേട്ടയിൽ നിന്ന് പബ്ലിഷ് ചെയ്ത വെണ്ണാക്കുളർ എന്നാ പുള്ളി വെച്ച് മാഗസീനിൽ ഈ റെജിമെൻറ്റിനെ കുറിച്ചൊരു ചെറിയ ലേഖനം എഴുതു. ഹൂ ഈസ് ബോദർ ശ്രീനാഥൻ? നിങ്ങൾക്ക് എന്താ പറ്റി? ഞാൻ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് നിങ്ങൾ 8 കിലോമീറ്റർ അപ്പുറമുള്ള പേട്ടയെ കണ്ടു, അതാണ് നിങ്ങൾ യു ആർ മിസ്റ്റേക്കൺ. നിങ്ങളുടെ മനസ്സ് വലിപ്പത്തിലാക്കൂ, വിശാലമായി കാണൂ. അതുകൊണ്ടാണ് ഞാൻ ഇനി ആ കൊട്ടയിലിട്ടേക്കാൻ പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ കൃത്യമായിട്ട് ആ കൊട്ടയിലിട്ടുള്ളത്. അതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ. അപ്പോൾ പുള്ളിക്ക് ഈ നമ്മൾ ഈ തമാശ പറയുക, പുള്ളിക്ക് ടെൻഷനുള്ളപ്പോൾ നമ്മൾ കോമഡിയൊക്കെ ചോദിക്കും. അപ്പോൾ പുള്ളിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. പുള്ളി വിചാരിക്കുന്നത് എപ്പോഴും ഈ കോമഡി നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വെച്ചേക്കുവാണ് 2 എണ്ണം എടുത്ത്. ഈ സുരാജ് വെഞ്ഞാറമ്മൂടിനെ കാണുമ്പോൾ ചില ആൾക്കാരെ അണ്ണാ 2 വിറ്റ് പറയണം എന്ന് പറയും. ഏത് സമയത്ത് അത് രാത്രി വിളിച്ചോണത്തിട്ടൊക്കെ പറയും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ 2 കോമഡി പറഞ്ഞാലേ. അപ്പോൾ ഈ കോമഡി അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണെന്ന്. പക്ഷേ അതേസമയം എനിക്ക് ഒരു കാര്യം അറിയാം, കേരളത്തിലെ മലയാളികളെ പോലെ ഈ ഫലിതം എൻജോയ് ചെയ്യുന്ന ജനസമൂഹം വേറെ ലോകത്തിൽ കാണത്തില്ല. പുള്ളി തിങ്ങീസ് നമ്മൾ വെളിച്ചത്ത് എൻജോയ് ചെയ്യത്തില്ല. ലൈറ്റ് കിടന്ന് നമ്മൾ ആദ്യം അല്ലെങ്കിൽ ഇവൻ പറഞ്ഞത് കോമഡി തന്നെയാണോ ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ നോക്കും. അതിനകത്ത് വാലും തലയൊക്കെ ശരിയാണോ വ്യാകരണപ്പെടണോ എല്ലാം നോക്കിയിട്ട് എന്ന് ചിരിക്കും. എന്നാൽ തിയേറ്ററിൽ പോയിരുന്ന് ഈ ഇരുട്ടത്താണെങ്കിൽ കുലുക്കി കിടന്ന് ചിരിക്കും ആളുകൾ. ഒരു പ്രോബ്ലം ഇല്ല അവിടെ. കാര്യം അവിടെ ഇവരെ ആരും കാണുന്നില്ല. അപ്പോൾ ഇവർ ഈ വെളിച്ചത്ത് ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഇരുട്ടത്താണെങ്കിൽ സൂപ്പറാണ്. അതാണ് ഇവരുടെ സ്റ്റൈൽ. ഞാനതിൻ്റെ കാര്യം പറഞ്ഞതറിയോ, നമ്മൾ ശരിക്കും ഒരു വാർത്താ ചാനൽ ലോകത്ത് പരീക്ഷയില്ലാത്തൊരു കാര്യം 24 പരീക്ഷ. അതായത് തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൽ ചെറിയ ഫലിതം കൊണ്ടുവന്നു. ഇലക്ഷൻ റിസൾട്ട് കൗണ്ടിങ് ഡേയിൽ നിന്നും ഒരു തമാശ ആർക്കും പറയാൻ. എനിക്ക് ഓർമ്മയുണ്ട് ശിവാജി ഗണേശൻ. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാര്യം നമ്മളിത് അസ്ഥാനത്താവുമോ എന്നുള്ള സംഭവം. പ്രത്യേകിച്ച് കാര്യം ഇത് ചിലപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി ലോക്കൽ സഖാവ് പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അവരുടെ ഈഗോ സ്ട്രൈക്ക് ചെയ്യും. ചിലപ്പോൾ ഇത് പ്രശ്നമാവും, അവർക്ക് ഇത് സഹിക്കത്തില്ല. അങ്ങനെ ആൾക്കാർ ചീത്ത വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ഫോണെല്ലാം എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു, നമ്മളൊരു കളി തുടങ്ങാൻ പോവുക. അപ്പോൾ നമ്മൾ ശരിക്കും ഞാനും അരുണും നമ്മുടെ വിജയകുമാറോടെ സംഭവം ചെയ്തു. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണം വന്നു. ഏറ്റവും ലാസ്റ്റിൽ ഞങ്ങൾ ചെയ്തത് ഭയങ്കര സംഭവം ആൾക്കാർ നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ലൈവിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ ആളറിയൂ. അതല്ല യൂട്യൂബിൽ നമ്മുടെ അജയ് വിദ്യാസാഗർ എന്നൊരാൾ യൂട്യൂബിൻ്റെ തലപ്പത്തുണ്ട്, ഏഷ്യൻ ചീഫാണ് പുള്ളി. പുള്ളി എന്നോട് പറഞ്ഞത് യൂട്യൂബിൽ അത് റെക്കോർഡായിരുന്നു അവിടെ 5.25 ലക്ഷം ആൾക്കാർ ലൈവ് നിൽക്കുന്നത്. അപ്പം നമ്മളെന്താ ആൾക്കാർ നമ്മൾ ഈ ആരാണി മധു എന്നൊക്കെ ചോദിച്ചൊരു സംഭവമൊക്കെ ഭയങ്കര വൈറലായി. അപ്പോൾ CPIയുടെ ഒരു കക്ഷിയായിരുന്നു അങ്ങനെ കൊല്ലത്ത് ഇലക്ഷൻ നിന്ന് ജയിച്ചു. അതായിരുന്നു നമ്മൾ. അപ്പം അരുണും ഇങ്ങനെ മധു 42,000 വോട്ടിന് വിജയത്തിലേക്ക്. ഞാൻ മധു അങ്ങനെ ജയിക്കണം, മധു അങ്ങനെ ഒരു മനുഷ്യനാണ്. എന്നിട്ട് ആരാണി മധു എന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ പുള്ളി എനിക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആരാണി മധു എന്നുള്ള ചോദ്യം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി CPIയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി അങ്ങനെ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറാക്കി. ഇപ്പോൾ കൊല്ലത്ത് പുള്ളി ആരാണി മധു എന്ന് പറഞ്ഞാൽ അവിടെ ഡെപ്യൂട്ടി മേയർ. ഈയിടെ ഞാൻ ഈ സ്റ്റേറ്റ് സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ നടക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കൊല്ലത്ത് വെച്ച് കണ്ടു. പുള്ളി ചോദിച്ചു എന്നെ ഓർമ്മയുണ്ട് ആരാണി മധു. ഞാൻ ഇപ്പം അങ്ങനെ ചോദിക്കണ്ട, ഞാൻ ഡെപ്യൂട്ടി മേയറാന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ അത് നമ്മളിപ്പം തീർച്ചയായിട്ടും ഞാൻ ഇന്നും കൂടെ എൻ്റെ ഭാര്യയെ ബോധവൽക്കരിച്ചു. കാരണം ഞാൻ ഒരു മോർണിംഗ് ഷോയിൽ പറഞ്ഞൊരു കാര്യം ഒരു തമാശയെക്കാളും കുറച്ച് ഗൗരവമായിപ്പോയി എന്ന് പറഞ്ഞ ഒരു കാര്യം പുള്ളി എന്നെ ശ്രദ്ധപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഈ അന്തം വിട്ട് കോമഡി പറഞ്ഞതിനിടയിൽ ചിലത് കൃത്യമായിട്ട് ചീറ്റും.
ചിലത് നാട്ടക്കേസാവും. നീ അത് മനസ്സിലാക്കിയാൽ മതി. കാര്യം നമ്മൾ ഈ കോമഡി എറിക്കണം എന്നൊക്കെ പറഞ്ഞാലല്ലോ എറിക്കുന്നത്. നമ്മൾ മരണവേഗത്തിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിലത് വീഴും, ചിലത് ഊർന്ന് വീഴും, ചിലത് പ്രീപ്ലാൻഡും അല്ലല്ലോ. ഒന്നുമല്ല. നമ്മളൊന്നും എന്തോ ഇതങ്ങ് സംഭവിച്ചു പോവാണല്ലോ. എറിച്ചില്ല അങ്ങനെയാണ്. പക്ഷേ അത് മലയാളികൾ അത് എൻജോയ് ചെയ്യുന്നത് മാത്രമല്ല, ഈ എന്നെ കണ്ട പല നേതാക്കന്മാരും പറഞ്ഞു കഴിഞ്ഞ ഈ നമ്മുടെ ഈ ലാസ്റ്റ് ലോക്സഭാ ഇലക്ഷനിൽ അവർ കൃത്യമായിട്ട് ഇത്രയും മണിക്കൂർ ഫോളോ. അതും എത്ര മണിക്കൂറാണ്? ഞാൻ തന്നെ 11 മണിക്കൂർ നിന്നു. ഈ 11 മണിക്കൂർ ഞങ്ങൾ 3 പേര് നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ 11 hours കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റുമായിട്ട് ഇതിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന ആൾ, അവരുടെ ക്ഷമയുടെ കപ്പാസിറ്റി ഭയങ്കരമാണ്. ചില ആളിൽ ചീത്തയും വിളിക്കുന്നുണ്ട്, ഒരു സ്ഥലം വരെ പാനുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ. എന്നാൽ പോലും അത് പക്ഷേ അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എപ്പോഴും നമ്മൾ എങ്ങനെ അറിയാം മനീഷ്, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് നമ്മളെക്കുറിച്ച് ആൾക്കാർ എല്ലാ അഭിപ്രായങ്ങളും എഴുതും. ഇപ്പം ഫേസ്ബുക്കിലോ എവിടെയൊക്കെ എഴുതും. അപ്പോൾ ഇതാണ് അന്തിമമാക്കാൻ നമ്മൾ വിശ്വസിച്ച് നമ്മൾ അതുവഴി പോകും. ഭയങ്കര അബദ്ധമായി. ഇവരെല്ലാം കൂടെ 50 പേരെ കാണൂ, ഈ 700. 50 പേർക്ക് അപ്പുറം ഒരു 3.5 കോടി മനുഷ്യർ ഇപ്പോൾ ഉണ്ട്. നമ്മൾ അവരെ നോക്കാവൂ. ഞാനൊക്കെ ഏതായാലും 1.5 വർഷം സോഷ്യൽ മീഡിയ സ്വിച്ച് ഓഫ് ചെയ്ത ആളാണ്. ചിലപ്പോൾ മനുഷ്യനെ കണ്ടേ കാണത്തില്ല. കാരണം ഞാൻ ഈ ചില ആളുകളുമായിട്ടൊക്കെ ചില ഏറ്റുമുട്ടൽ നടത്തിയപ്പോഴേ അവർ അതിൽ 8 കെയിലൊക്കെ തുടങ്ങിയവരൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവർ അവസാനം ഉണ്ട് 80,000 കെയിലൊക്കെ ആയി. ഇത് വലിയ അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ തെറി വിളിക്കുന്നുണ്ട്, എൻ്റെ തന്തയ്ക്ക് വിളിച്ച് അവർ കേക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ശരിയല്ലെന്ന് ഞാൻ നിർത്തിക്കളഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഇന്നലെയും കൂടെ ഒരാളടുത്ത് പറഞ്ഞു, നിങ്ങൾ കേക്ക് വേണ്ടി ആൾക്കാർ ഇവർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ നോക്കിയപ്പോഴേ ഒരു കണക്ക് വന്നത്, യൂട്യൂബിൽ ഇന്ത്യയിൽ തന്നെ 7.25 ലക്ഷം വ്ളോഗേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ 5,10,000 കേരളത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കെല്ലാം കേ കൂട്ടിയല്ലേ വല്ലതും കിട്ടൂ. അതാണല്ലോ അന്തിമമായ പ്രശ്നം. അപ്പോൾ ഇവരിത് കൂട്ടാനും കേ കൂട്ടാനും നമ്മുടെ തന്തയ്ക്ക് വിളിക്കുന്നുള്ള ഉറപ്പാണ്. അതല്ല, നമ്മുടെ അച്ഛനാണെങ്കിൽ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു സാധാരണക്കാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എനിക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ണാടിയിൽ ഇരിക്കുന്ന ഒരു നെയ്യപ്പം അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന സമയപ്പോഴും അദ്ദേഹം മരിച്ചുപോയി. അപ്പം അദ്ദേഹം ടെലിവിഷനിൽ വന്നിട്ടില്ല. ടെലിവിഷനുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ കിടന്ന് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ടി വിയിലായി പിടിച്ചീത്ത് വിളിക്കുന്നത്. അത് ശരിയല്ലല്ലോ എന്നുള്ള എൻ്റെ ധാരണ. ഞാൻ അത് വെച്ച് മാത്രം ഒരു കക്ഷിയുടെ പേരിലൊരു ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. പുള്ളി ബാക്കിയെല്ലാം ഞാൻ പുറത്തു. പുള്ളി ഒരുപാട് എന്നെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, നിരപരാധിയായ എൻ്റെ അച്ഛനെ കുറിച്ച് അയാൾ റെഫർ ചെയ്തു. അതുകൊണ്ട് അത് ഞാൻ ടോളറേറ്റ് ചെയ്യില്ലാന്നോ. ഇപ്പോഴും ആ കേസ് കിടപ്പുണ്ട്. അയാൾ വന്ന് അയാൾക്ക് കേസ് എടുത്ത് കളഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതറിയോ, നിങ്ങൾക്ക് എന്നെ പറയാം. എനിക്ക് കാര്യം ഞാൻ പൊതുജന മധ്യം നിൽക്കുന്നത്. ഇപ്പോൾ കുന്താലി ഇളക്കാൻ പോയിരുന്ന ആരും പറയില്ലല്ലോ. നമ്മൾ ഈ ജനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നുകൊണ്ടല്ലേ ഈ ആൾക്കാർ പറയുന്നത്. പക്ഷേ നമ്മളെ ഒരു അതെ എനിക്ക് ഇപ്പം ഞാൻ ഈ നമ്മൾ തമ്മിലൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ, അമ്മയ്ക്ക് അത്ര വിദ്യാഭ്യാസമില്ലായിരുന്നു. അമ്മ ശരിക്കും, ഞാൻ വീട്ടിലങ്ങനെ ആ സിറ്റുവേഷനിൽ പോകത്തില്ലായിരുന്നു. അമ്മ പലപ്പോഴും അമ്മയ്ക്ക് വല്ലതും പറയാണ്ട് ഞാൻ ഈ നമ്മൾ തമ്മിൽ ഒരു അമ്മ ടെലിവിഷനോട് സംസാരിച്ച് പ്രശ്നങ്ങൾ ഇങ്ങോട്ടൊന്നും കേൾക്കണമെന്നില്ല. അപ്പോൾ അത് ആ ബന്ധം അമ്മയ്ക്കെങ്കിലും ഉണ്ട്, അച്ഛനതുമില്ല, ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ എന്തിനാണ് നമ്മൾ പ്രതിക്കൂട്ടി നിർത്തുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാര്യം നമുക്ക് പലപ്പോഴും ഈ അച്ഛനും അമ്മയും ഒരുപക്ഷെ നമ്മൾ മക്കളെപ്പോഴും ഈ അച്ഛൻ്റെ പ്രസക്തിയൊക്കെ അറിയുന്ന കുറച്ച് മുതിർന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് പിള്ളേരുണ്ടാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ അച്ഛൻ എന്ത് ബുദ്ധിമുട്ടിയായിരിക്കും നമ്മളെ ഈ വഴിക്കൊക്കെ പിടിച്ച് നടക്കുന്നത്. മറ്റേതൊക്കെയാണ് ഇയാൾ എന്തൊരു തന്തയാണ് എന്നൊക്കെ നമ്മൾ ഈ കൂട്ടുകാരോടൊക്കെ ചോദിക്കുമല്ലോ. ഇനി നമുക്ക് ഫിലോസോഫിക്കൽ പ്രോബ്ലമാണ്, മനസ്സിലാവത്തില്ല തന്തയെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോഴും ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞൊരു അവതാരകനെ സ്ക്രീനിൽ കാണുന്ന ഘട്ടം, അതിപ്പം ഫ്ലവേഴ്സിലാണെങ്കിലും 24-ലാണെങ്കിലും നമ്മൾ ഒന്നിച്ച് ഏഷ്യാവിഷൻ ഇവിടെ എല്ലാം പ്രസന്നവദനായിട്ടുള്ള, എത്ര ടയേർഡാണെങ്കിലും ആരെങ്കിലും മുന്നിലെത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി കളയാത്ത ഒരാളാണ്. ഇപ്പം ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും ആളുകളോട് ഇറങ്ങിയിട്ട് സംസാരിക്കുന്നത്, എല്ലാം കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഇത്രയധികം ആളുകളെ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്. ഉറപ്പായും ഈ പറഞ്ഞ രാവിലെ മുതൽ വലിയ ദൈർഘ്യത്തിലാണല്ലോ. ഈ മടുക്കാതിരിക്കുന്ന, എല്ലാ ദിവസവും ഈ ആവേശം, ഇന്ന് തിരിച്ചു പോയി ഗുഡ് മോർണിംഗ് ഷോ ചെയ്യണം, അല്ലെങ്കിൽ വൈകുന്നേരം വരെ നീണ്ട, ഇതിനുള്ളൊരു ആവേശം ജനിപ്പിക്കുന്ന ഇതിനകത്ത് ഞാൻ ഈ ലൈഫിൽ ഈ മീഡിയ പോലൊരു പാഷനായിട്ടാണ് ഞാൻ എടുത്തത്. ഈ പാഷനായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മടുക്കത്തില്ലെന്ന് എൻ്റെ ധാരണ. അപ്പോൾ ഏറ്റവും ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യം, നമ്മൾ ഒരുപക്ഷെ ലോകത്ത് ആദ്യ സംഭവം അത് പ്രേക്ഷകരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്തി കൊച്ചിയിൽ നടത്തി. വലിയ വിജയമായിരുന്നു അത് കേട്ടോ. ആൾക്കാരൊക്കെ എന്നോട് വട്ടാന്ന് വെച്ചു. പിന്നെ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഇലക്ഷൻ വല്ലതും നിൽക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് നമ്മൾ മലപ്പുറത്ത് കൊണ്ട് ജില്ലാ സമ്മേളനം നടത്തി. അടുത്ത ജില്ലാ സമ്മേളനം നമ്മൾ വയനാട്ടിൽ നടത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പോൾ മുഖ്യമന്ത്രി പറയില്ലേ, ഇപ്പോൾ ഒരു ഫയലിൽ ഒരു ജീവിതമുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ വിളിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് സഹായിക്കാൻ പറ്റും. ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ പരസ്യമായിട്ട് വെറുതെ മോശമാണ്. ഞാനിപ്പം ഒരു പൊതുജനം ഒരു പരാതി നമ്മളവിടെ അയച്ചെന്ന് വെച്ചു. ഇപ്പോൾ ഏതെങ്കിലും പൊതുമരാമത്ത് വകുപ്പിലോ വിദ്യാഭ്യാസ വകുപ്പിലോ ഒരു പ്രശ്നം നടക്കുന്നു. ഞാൻ എന്തോ അറിയുമോ,
നമ്മുടെ ഈ വാർത്താ ചാനലിൻ്റെ ഒരു സ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ആ മന്ത്രിക്ക് അങ്ങ് ഫോർവേഡ് കൊടുക്കും, ഒരു പേഴ്സണൽ കത്തോടെ. ഇതിൽ പറയുന്ന ഒരു അനീതി എനിക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളിത് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ ഇത് വാർത്തയാക്കി ഒട്ടിക്കേണ്ടി വരും, ഒരു അര ഭീഷണിയിൽ ചിലപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ ഇത് ഉടനെ അവർ മന്ത്രിയുടെ തന്നെ നേരിട്ടൊരു അറ്റൻഷൻ കിട്ടില്ല, അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടും. നമുക്ക് ഈ മീഡിയ കൊണ്ട് വലിയ സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നുള്ളതല്ല, ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ ലൈഫ് അതോടെ രക്ഷപ്പെടും. ഞാൻ അങ്ങനെ അതിനെ കാണുന്നത്. മാത്രമല്ല ഞാൻ ശരിക്കും ഈ നമ്മൾ ഈ ജില്ലാ സമ്മേളനം നടത്തിയപ്പോഴേ ഒരു 3500 പേരെയെങ്കിലും ഞാൻ കെട്ടിപ്പിടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഈ മലപ്പുറത്ത്. ഒരാൾ എന്നോട് ചോദിച്ചു ക്ഷീണിച്ചില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 30,000 പേരെ മാതാ അമൃതാനന്ദമായി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് അവർക്കുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ റെക്കോർഡ് ഒരു സംഭവം. പക്ഷേ മാത്രമല്ല നമ്മളെ ഇവർ കാണുന്നത് ഇപ്പോൾ എനിക്ക് മാത്രമല്ല, എനിക്ക് ഏറ്റവും മനസ്സിലായി, നമ്മൾ ഈ സെലിബ്രിറ്റികൾ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇവരിങ്ങനെ പറയുന്നുണ്ട് ഈ പൊതുജനത്തിൻ്റെ ഇടയിലൂടെ ഇറങ്ങാൻ വയ്യ. പക്ഷേ ഞാൻ ഇത്രയും കാലമായി ഞാൻ ജനങ്ങളിലെല്ലാം നടക്കുന്നത്. ഞാൻ പണ്ടൊക്കെ എനിക്കൊരു പരിപാടിയുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ ഈ സിറ്റി സർവീസ് എൻ്റെ ഒരു ദൗർബല്യം, ആ ബസ്സിൽ കയറി നടക്കും ഞാൻ. അപ്പോൾ ഇതിന് ഇവരൊക്കെ എന്ത് ആളുകൾ നകലാൻ ശ്രമിക്കുന്നു, നേരെ തിരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ നമ്മളിതൊരു കുന്താലികളെ ഒരു മനുഷ്യൻ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ രാവിലെ ന്യൂസിൽ കളയ്ക്കാൻ പോകും, അത് കഴിയുമ്പോൾ ഫ്ലവേഴ്സിൽ കളയ്ക്കുന്നു, ഇത്ര മാത്രമേ ഒരു കിളയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കിളയോട് നമുക്കൊരു മാനസിക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ, ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കളയ്ക്കും, ഇല്ലെങ്കിൽ നമ്മൾ കിളച്ചൊന്ന് വരുത്തി പോകും. ഞാൻ പറഞ്ഞാൽ നന്നായിട്ട് കളയ്ക്കണം എന്നുള്ള അഭിപ്രായം. കാരണം എന്നെ സംബന്ധിച്ചോളം ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകരെന്ന് പറയുന്നത്, ഞാനിപ്പം അവരോട് കുറച്ചുകൂടെ ഒരു ഇൻഡിവിജ്വൽ ബന്ധം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇന്നലെയോ കണ്ട ഏതോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അയാൾ അടിമൂടി ഫ്രോഡാണ്, കപടമാണ്, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കറിയാൻ സാഹിത്യമൊക്കെ പുള്ളി പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകം കണ്ടപ്പോൾ മനീഷിനെ ഞാൻ കാണുന്നു. ഞാൻ മനീഷിൻ്റെ ബയോഡേറ്റ് എനിക്കറിയില്ല മനുഷ്യരാണെന്ന്. ഞാൻ മനീഷ് അയാൾ കണ്ടിട്ടൊരു കള്ളൻ്റെ ലക്ഷണമാണ് എന്ന് ഞാനങ്ങ് സ്ഥാപിക്കുന്നു. ഒരൊറ്റ ഇക്വേഷൻ. പണ്ട് നമ്മൾ കണക്ക് സാറ് ദേർഫോർ അടിക്കുമല്ലോ, എന്നാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇയാൾ എങ്ങനെ വന്നതാണെന്നോ, ഇയാളുടെ വിദ്യാഭ്യാസം എന്താണെന്നോ, ഇയാളുടെ സാഹചര്യം എന്താണെന്നോ, ഇയാളുടെ അച്ഛൻ ആരാണെന്നോ, ഇയാളെ സോഷ്യലൈസ് ചെയ്ത തറവാട് ഏതാണെന്നോ ഒന്നും അറിയുന്നില്ല. അവർക്കറിയണ്ട, അവരപ്പോഴേ അങ്ങ് തകർത്ത് കളയുക. കാര്യം കുത്താൻ വീട്ടിലിരുന്ന് മുറിക്കകത്ത് ഇരുന്ന് കുത്താൻ പറ്റുന്നുണ്ട്, കുത്തി അവൻ്റെ നെഞ്ചത്ത് കുത്തുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇത് ഇൻഡിവിജ്വലായിട്ട് പ്രതികരിച്ച് ഒരുപാട് യൂട്യൂബ് പ്രേക്ഷകർ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, സാറിന് ഇങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ ആസ്വദിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ, ഇതൊരിക്കലും ഒരു പ്രക്ഷേപകന് കിട്ടത്തില്ല. അവരുടെ ഇടയിൽ ഒരാളിന് മാത്രമേ ഇത് കിട്ടൂ. കാര്യം അവരുടെ ഒരാളാണ് നമ്മൾ, ഒരു ഫാമിലി പോലെ. അപ്പോൾ നമ്മളതുകൊണ്ട് 24 കണക്ട് എന്നൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുടയാ അത്. ആ കുടയ്ക്കകത്ത് മലയാളിക്ക് കയറി നിൽക്കാം. നമ്മൾ പറയുന്നത് ഉള്ളവൻ്റെ വാങ്ങി ഇല്ലാത്തതിന് കൊടുക്കുക. നമ്മൾ ഈ മീഡിയയുടെ ഒരു പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് വരുന്ന ഒരുപാട് ആളുകൾ സഹായിക്കാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അവരുടെ കാശ് വാങ്ങിച്ചിട്ട് നമ്മൾ പുട്ടടിക്കത്തില്ല എന്നവർക്ക് ഉറപ്പുണ്ടാവണം. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ നമ്മൾ വയനാടിന് വേണ്ടി നമ്മളൊരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആപ്പ് എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈ ഫാമിലി ഈസ് വിത്ത് വയനാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ആൾക്കാർ പണം അയച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് 100% ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇതിൽ ആര് പൈസ തരുന്നു, എങ്ങനെ ചിലവാക്കുന്നുള്ളത് വെബ്സൈറ്റിൽ കൊടുത്തേക്കും, ചാനലിലും കാണിക്കാം. അത് എൻ്റെ ഗ്യാരണ്ടിയാണെന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദി പറഞ്ഞല്ലേ, ഇറ്റ്സ് മൈ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഗ്യാരണ്ടിയിൽ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം സത്യമാണ്, നമുക്ക് വളരെ സുതാര്യമായി ട്രാൻസ്പെറൻ്റായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. പ്രത്യേകിച്ച് സ്ഥാപനം നടത്തുന്നുണ്ട്. പല രീതി നമ്മൾ ഇപ്പോൾ കൈക്കൂലിക്കെതിരെയുള്ള നിലപാട് ഞാൻ എടുത്തിട്ടുണ്ട്. ബ്രൈബ് ചെയ്യത്തില്ല ആരെയെന്നുള്ളത്. പക്ഷേ ഈ ബ്രൈബ് വാങ്ങണമെന്ന് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾ രത്തൻ ടാറ്റയാണ്. കാരണം അങ്ങേരിൽ ഞാൻ കണ്ട മഹത്വം എന്ന് പറഞ്ഞാൽ അതായത് ഈ ബാക്ക് ഡോർ ഓപ്പറേഷൻസിലൂടെ പല കമ്പനികളും രംഗത്ത് വരുമ്പോൾ ഇതൊന്നും ചെയ്യാതെ ലോകത്തിൻ്റെ നെറുകെ കയറി ഒരു കമ്പനി നടത്തുക. അങ്ങനെ കൈക്കൂലിയില്ല, ഒരു പരിപാടിയില്ല, എല്ലാം നേരെ പോകും. അങ്ങനെ നമ്മുടെ ഒരു ആരാധ്യ പുരുഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുടെ നമ്മങ്ങളുടെ ഫാനാണ് നമ്മൾ. മറ്റേ ഉള്ള ആൾക്കാരെയൊക്കെ പ്രൈമറി സ്കൂളിൽ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൂരെ നിന്ന് കണ്ടോണം, അടുത്ത് നിന്ന് അവരുടെ സൗന്ദര്യം പോകുന്നു. പല ആൾക്കാരെയും നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ ഇറ്റ് ഈസ് ഓക്കെ, അടുത്ത് പോയാൽ ഇവർക്ക് നാറും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ജനങ്ങൾ പ്രേക്ഷകരെന്ന് വെച്ചാൽ അവർക്ക് കള്ളത്തരമൊന്നുമില്ലല്ലോ. അവർ സാധാരണ മനുഷ്യരാണ്. അവരോട് നമ്മൾക്ക് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാനിങ്ങനെ ചിലപ്പം കല്യാണത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യ എന്നും പറയുന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഈ നമ്മൾ തമ്മിൽ കത്തിക്കുന്നത് ഏഷ്യാനെറ്റ് അന്ന് കുറേ പൊട്ടൻഷ്യലുള്ള സമയമാണല്ലോ. അപ്പം ഞാൻ എല്ലാവരോടും സംസാരിച്ച് ഉറുമ്പെഴയുന്നില്ല ഇങ്ങനെ വരും. താങ്കൾ ചോദിച്ചാൽ അതേ ചോദ്യം, എല്ലാവരോടും ഇങ്ങനെ മിണ്ടേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളിങ്ങനെ പോരാല്ലോ എന്ന്. പക്ഷെ ഞാൻ വിഷയമൊക്കെ ചോദിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തോളെ കേട്ട് 2 പടമൊക്കെ എടുത്ത് ഇങ്ങനെ വരും. അപ്പോൾ ഭാര്യ പിടിച്ചുകൊണ്ട് വരണ 1/2 മണിക്കൂർ എടുക്കുന്നു. അപ്പം ഞാൻ വേണ്ടി അതല്ലേ നമ്മുടെ ഒരു കൗതുകം. നമ്മളിപ്പം ഒരു AC മുറിയിൽ ഇരുന്ന് ലോകത്തോട് പ്രക്ഷേപിക്കുമ്പോഴേ ലോകത്ത് എന്തോ നടക്കുന്നത് നമ്മൾ അറിയത്തില്ലല്ലോ. പക്ഷേ അവരുടെ കൂടെ നിന്ന് അവരുടെ വേർപ്പിൻ്റെ ഗന്ധം അറിയുമ്പോഴല്ലേ അവരുടെ ജീവിതം എന്തോ നമ്മൾ അറിയുന്നു.
അപ്പോൾ അത് എനിക്കത് ഞാൻ ആകാശവാണി ഉള്ളപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു സ്റ്റൈല് ഒരാൾക്ക് പെട്ടെന്ന് കൊണ്ടുവരാനും പാടാണ്. കാര്യം നമ്മളിപ്പോൾ ഈ അത്ര നല്ല അഭിനേതാവാണെങ്കിൽ അത് ആൾ അറിയാതിരിക്കും. നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ. ചില ആളുണ്ട് മോഹൻലാലിലോട്ട് അഭിനയിച്ചു കളയും, ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല അവർ. മോഹൻലാൽ എപ്പോഴാണ് അഭിനയിക്കായിരിക്കും നമുക്ക് പിടിയിട്ടതല്ലോ, ഒരു അത്ര നല്ല ആർട്ടിസ്റ്റ് അങ്ങനെ. അതുകൊണ്ട് അതുപോലെ അഭിനയിച്ച് തകർക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കെട്ടിപ്പിടിച്ച് കരയും, അതൊക്കെ ചെയ്ത് കളയും. ഇതത്രയും പറഞ്ഞപ്പോഴേ നമ്മൾ തമ്മിൽ വലിയ ദൈർഘ്യമേറുള്ള സംഗതിയായിരുന്നു. അതിപ്പോൾ മലയാളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ദൈനംദിന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ തമ്മിലിൻ്റെ തന്നെ ഒരു ശൈലി തുടർച്ച പോലെയാണ് 24 വന്നിരിക്കുന്നത്. കാരണം പേഴ്സണലി ആളുകളോട് വളരെ രീതിക്കുള്ള ശരീരഭാഷയുടെ സംസാരത്തിലേക്ക് ഞാൻ മനീഷ് പറഞ്ഞ ഞാൻ ഒരു കാര്യം ഇംഗ്ലീഷ് പറഞ്ഞല്ലേ, ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അത് 24 ഓൺ ദ ഹോൾ അതിൻ്റെ ഒരു ഫേസ് എന്താണെന്ന് വെച്ചാൽ അത് ഒരാളുടെ കാതിൽ പറയുന്ന പോലെയാണ്. ആ വാർത്തയുടെ രീതികളും എല്ലാം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ ഹെഡ്ലൈൻസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അങ്ങ് കനപ്പിക്കുമല്ലോ, ശബ്ദമൊക്കെ മുഴക്കി നമ്മൾ പറയുമല്ലോ. അതുപോലും വേണമെന്ന് എനിക്കിപ്പോൾ സംശയമാണ്. അതായത് ഭാഷയുടെയും ശരീരഭാഷയുടെയും 484 കോടി രൂപ സമ്മാനം എന്നൊക്കെ പറയും. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോഴും ഒരു ഡൗട്ടാണ്. പിടിക്കുന്നവനല്ല 24 അനുകരിച്ചെങ്കിലും ആ ശൈലി മാറി. ഇപ്പൊ ഈ ചിരി എന്ന് ഒരുപാട് ചിരിയും യൂട്യൂബ് വായനയും ചെറിയ കാര്യമില്ല. മാത്രമല്ല ചില ആളുകൾ പ്രശ്നം എന്താ അറിയാമോ, ഈ രണ്ട് കാര്യങ്ങളിലും മലയാളിക്ക് പ്രത്യേകിച്ചുണ്ട്. നമ്മൾ ഈ മുടിയൊക്കെ പെയിന്റ് അടിച്ച് കറപ്പിച്ച് വെച്ചേക്കാണ്. പിന്നെ ഈ കണ്ണട വെക്കത്തില്ല, മറ്റേ ലെൻസ് അങ്ങനെ കയറ്റി വെക്കാമെന്നൊക്കെ ആലോചിക്കും. അപ്പോൾ ചില വാർത്താ മുറി നിൽക്കുന്ന ചില ആൾക്കാർക്ക് പ്രായമായിട്ടുണ്ട്, പക്ഷെ അവർ പെയിന്റ് അടിച്ച് പൊട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ യൂട്യൂബ് വായിക്കാൻ ചെറിയ അക്ഷരമല്ലേ, ഇവർ കണ്ണും പിടിയും കിട്ടത്തില്ല. അപ്പോൾ ഇവർ കിടന്ന് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. എന്നാൽ കണ്ണാടി വെക്കാൻ ഇവരുടെ ഈഗോ അനുവദിക്കുന്നുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ 1-2 പേരോട് ഈ 65-ാം വയസ്സിൽ കണ്ണ് കാണാൻ പറ്റുമോ, നിങ്ങൾ മറ്റേ ലെൻസ് വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ലെൻസൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇതുവരെ കണ്ണ് പീസായിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ ആൾക്കാർ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് എബ്രഹാം എഴുതിയ ഇത് അപ്പോഴത്തേക്കും ലാഗാണല്ലോ സ്ക്രീനിൽ, അതൊക്കെ വലിയ പാടാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് നമ്മൾ സ്വയം നിർമ്മിച്ചെടുക്കുന്ന ഒരു ശൈലിയാണല്ലോ, വേറെ സ്ഥലത്ത് അനുകരിക്കാവുന്ന സാധനം. ഇത് ഒരുപാട് പേര് ഈ മുന്നിലുള്ളവരും, ഇപ്പം നേരത്തെ ഇതിന് മുന്നിലുണ്ടായിരുന്ന ഏഷ്യാനെറ്റാണ്, പിന്നിൽ മാതൃഭൂമി, മനോരമ എന്നൊക്കെ പറഞ്ഞ ഈ ലെഗസി പ്രിന്റിന്റെ മറ്റു മാധ്യമങ്ങൾ, ഇവരെല്ലാം പരസ്പരം അനുകരിച്ചു വരുമ്പോൾ നമ്മുടേതിനും പുതുമയില്ലാതായി പോകുമല്ലോ. അപ്പൊ ഇനി ഇതിനെ പുതുക്കുക എന്നുള്ളത് കൂടി ഒരു ദൗത്യമാവില്ല. അല്ല, അത് ഇതിപ്പോൾ പ്രശ്നം ഏതാ ഒറിജിനൽ എന്നുള്ള ചോദ്യം വന്നു തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തോ താങ്കൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഇപ്പം നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്ത് നമുക്ക് തന്നെ പറയാവുക, അങ്ങനെ നമുക്ക് പണി കിട്ടിയ പോലെയാണ്. അപ്പം നമ്മളിനി അത് ചെയ്തുകൊണ്ടിരിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ പിന്നീട് എന്താ അറിയാം, ഞാൻ നമ്മുടെ ഈ റിപ്പോർട്ടേഴ്സിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശരിക്കും നിങ്ങൾ മണ്ണിൽ കാലുറപ്പിച്ചെന്ന് തോന്നും, കാല് പൊങ്ങരുത്. പിന്നെ നമ്മൾ 24 ആർമി എന്നാണ് പറയുന്നത്. നമ്മുടെ റിപ്പോർട്ടേഴ്സൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ സുർജിത്ത് അയ്യപ്പത്ത് എന്ന് പറഞ്ഞൊരു വയനാടിലുണ്ട്. ഈ സുർജിത്ത് ശരിക്കും ഈ വയനാട് റിപ്പോർട്ടിങ്ങിനിടയിൽ കണ്ണ് നിറഞ്ഞൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം തലേ ദിവസം ഈ വെണ്ണാറമല സ്കൂളിൽ പോയിട്ട് അയാൾ ആ സ്കൂള് ഒരു നദിക്കരയിൽ ഇങ്ങനെ മനോഹരമായൊരു സ്കൂള്, ആ സ്കൂളിൽ കുറച്ച് അത്തിയാവകര എന്നൊക്കെ പറഞ്ഞ് വളരെ ആലങ്കാരികമായിട്ട് അവതരിപ്പിച്ചിട്ട് ഒരു 8 മണിക്കൂർ തികയുമ്പം ഉരുൾ പൊട്ടി അവിടുത്തെ 50ഓളം കുട്ടികളെ കാണാനില്ല എന്ന് പറയുന്നൊരു അവസ്ഥ അയാൾ തന്നെ എൻജോയ് ചെയ്യുക. ഭയങ്കര താങ്ങാൻ പറ്റത്തില്ല. അയാളുടെ കണ്ണൊക്കെ പല സമയം നിറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 24 ആർമി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഈ കൂടെ നിൽക്കുന്ന ആളുകൾക്കും അവതാരകർക്കും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത് കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും സംഭവം എന്തറിയുമോ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളിന് ഒരു പ്രാധാന്യം വരായിരിക്കാം നമ്മൾ ചെത്തിക്കും. കാര്യം നാളെ എനിക്ക് പണി തരും, വേറെ ചാനൽ പണി തരും വിചാരിച്ച് പ്രാധാന്യം കൊടുക്കത്തില്ല. എനിക്കും എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവം അങ്ങനെയാണ്. എന്നുവെച്ചാൽ ഇയാൾ എപ്പോഴെങ്കിലും ഈ പ്രശ്നമാവുമോ എനിക്ക് എന്ന് കരുതി നമ്മളെ ഇങ്ങനെ വെട്ടി വിട്ടുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ വെട്ടത്തില്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നമ്മുടെ കഴിവിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്നതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഡോക്ടർ അരുണൊക്കെ 24 വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യം എന്തായിരുന്നു. അരുണ് ഈ പുറപ്പുറത്ത് ഗ്രീക്കായിരുന്നു എപ്പോഴും, താഴെ ഇറങ്ങിയിട്ടില്ല. കാരണം അത്രയും ഫ്രീഡം നമ്മളവിടെ ഉണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന വിജയകുമാർ ആയാലും ആഷ്മി ആയാലും ഗോപികൃഷ്ണനായാലും ഇവർക്കൊക്കെ ഭയങ്കരമായ ഫ്രീഡം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലൂടെ കാണുന്നത് എന്തറിയുമോ, എനിക്ക് കിട്ടിയിട്ടുള്ള മീഡിയ കരിയറിൽ ചില അസ്വാതന്ത്ര്യങ്ങളുണ്ട്, അത് ഇവരനുഭവിക്കുന്നത്. കാരണം അവരുടെ മുഴുവൻ ഒരു ഫ്രീഡം, ഒരു കഴിവ് നമുക്ക് ടാപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കണം എന്നുള്ളതാണ്. അത് ഞാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഓഫീസിലേ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിലെ ആൾക്കാരോട് പറയുന്നറിയോ, നമ്മൾ ഈ കശുവണ്ടി ആഫീസിലെ ഐറ്റം അണ്ടിയാന്ന് പറയുന്നില്ലേ, ഇവിടെ വാർത്തയും പ്രോഗ്രാമുമാണ്.
അപ്പോൾ അതുണ്ടാക്കാൻ അവരെ കാര്യക്ഷമമാക്കാനും അവരെ ഒരു കംഫർട്ട് ലെവലാക്കാനും ഉള്ള ആക്സിലറി ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങൾ. എല്ലാ ഓഫീസിലും അങ്ങനെയല്ല. ഫിനാൻസുകാർ കാര്യങ്ങൾ തീരുമാനിക്കും, മാർക്കറ്റിംഗുകാർ കാര്യങ്ങൾ തീരുമാനിക്കും, ഇവരെൻ്റെ പിന്നാലെ കൂടിക്കോണം. അങ്ങനെയല്ല. ഇതിൻ്റെ ഇവിടുത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ കശുവണ്ടിയുടെ ഐറ്റം പോലെ ഇവിടുത്തെ ഐറ്റം പ്രോഗ്രാമോ ന്യൂസുമാണ്. അപ്പോൾ അതുണ്ടാക്കുന്നവരാണ് നമ്മുടെ മുന്നണി പടയാളി. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് നല്ല ക്ലാരിറ്റിയാണ്. അത് കാരണം അവർ കുഴപ്പം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അതെന്തോന്ന് അറിയാമോ പറ്റിപ്പോയത്? ഈ വാർത്താ ചാനലിൻ്റെയും ഈ ഫ്ലവേഴ്സ് ഈ എൻ്റർടൈൻമെൻറ്റ് TV ചാനലിൻ്റെ ഒക്കെ തലപ്പത്ത് MBA പാസ്സായ നല്ല ഒന്നാം തരം മാർക്കറ്റിംഗ് കക്ഷികളാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടൻറ്റ് കക്ഷികൾ എന്ന് പറഞ്ഞാൽ വികാരജീവികളാണെന്ന് അവർ പറയുന്നത്. അവർക്ക് ഭരണ പാരവശ്യമേ ഉള്ളൂ, കാര്യക്ഷമതയില്ലെന്ന്. അതുകൊണ്ട് ഇവരെ കയറ്റി ഇരുത്തത്തില്ല. ലോകത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഒരു ന്യൂസ് എഡിറ്റർ MD ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇവരെ ഇരുത്തിയ കമ്പനി തകർന്നു പോകുന്നതാണ് ഈ പണം മുടക്കുന്ന ആളുകളെ ഇത്ര കാലം വിശ്വസിപ്പിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ 24 ഇതും മാനേജിങ് ഡയറക്ടറായിട്ട് ഇരിക്കുന്നു. എനിക്ക് വികാര പാരവശ്യമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ വികാര പരവശനല്ല. അപ്പം ഇതൊരു കോമൺ സെൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനുള്ള ഒരു കമ്പനിയാണിത്, ഒരു സംസ്ഥാനമാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഈ കണ്ടൻറ് മേക്കേഴ്സ് എന്ന് പറയുന്നവരുടെ പ്രാധാന്യം ഇടിച്ചു കളഞ്ഞത് ഇങ്ങനെയുള്ള ഈ കമ്പോളത്തിൽ മുൻവിധിയോടെയാണ്. ഇവർക്കിതൊന്നും പറ്റത്തില്ല. ഇതെന്തോ പറ്റാത്ത എന്തോ സംഭവം. എൻ്റെ അഭിപ്രായത്തിൽ എന്നറിയുമോ, ഏറ്റവും നല്ല മാർക്കറ്റിംഗുകാരനാവാൻ പറ്റുന്നത്, ഒരു സെയിൽസ് പേഴ്സൺ ആവാൻ പറ്റുന്നത് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ന്യൂസ് പ്രസൻറ്ററൊക്കെ ആയിരിക്കുന്ന കാര്യം. ഈ ന്യൂസ് പ്രസൻറ്റർ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ചെന്നാൽ ഇങ്ങോട്ട് നോക്കുക, അയാൾ ഒരു സാധനമായിട്ട് 180 രൂപയാണ് ഈ വർഷം നിങ്ങളുടെ വരുമാനം, ഇതൊരു 360. അപ്പോൾ 360 വരുമല്ലോ. അപ്പോൾ മുതലാളി വിശ്വസിക്കും, 360 എഴുതി കാണിച്ചു. 360 രൂപ കിട്ടിയാൽ കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് നാളെ കൈയൊക്കെ അടിച്ച് ഈ അവതാരകൻ്റെ സർവ്വസാധ്യത ഉപയോഗിച്ചിട്ട് ഈ മുതലാളിയെ വീഴ്ത്തുന്നു, മുതലാളി കുളിപ്പിച്ച് കിടത്തി. അത് മറ്റേയാൾ അങ്ങനെയല്ല. മറ്റേയാൾ അവിടെ ചെന്ന് പതുക്കെ താളമൊക്കെ ചവിട്ടി മുതലാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ച്, പുള്ളി അവതാരകനൊന്നും അല്ലല്ലോ. ആ രീതിയിൽ അതിനേക്കാളും ചെയ്യാൻ പറ്റിയവർക്ക് എന്നാൽ എൻ്റെ വിശ്വാസം കണ്ടോ. എനിക്ക് ഇതുവരെ ഞാൻ പരീക്ഷിച്ചിട്ടുള്ളത്. ഈ കാര്യം ചോദിക്കുമ്പോൾ ഉള്ളത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വലിയൊരു സെക്ടറാണ് ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഗ്രൂപ്പ് സ്റ്റാറും എല്ലാവരും വന്ന് വീഴുക. അവിടെയാണ് ഒരു റീജിയണൽ പ്ലാറ്റ്ഫോമായിട്ട് ഫ്ലവേഴ്സ് വരുന്നത്. ഫ്ലവേഴ്സ് നോക്കിയാൽ നമ്മൾ പറയുകയാണ് ബിഗ് ബോസ് മോഹൻലാലിനെ ഓൺ ബോർഡ് ചെയ്യാണ്. കോടീശ്വരൻ വരുന്ന സമയത്ത് കോൺബനഗർ ബച്ചൻ, ഇവിടെ സുരേഷ് ഗോപി ഓൺ ബോർഡ് ചെയ്യാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ഗെയിം ഷോ വരുന്ന സമയത്തേക്ക് അവിടെ പുറത്തുനിന്നൊരു സെലിബ്രിറ്റിയെ ഓൺ ബോർഡ് ചെയ്യുന്നതിന് പകരം അവിടെയും ശ്രീകണ്ഠൻ നായരാണ് വരുന്നത്. അതൊരു സക്സസ്ഫുൾ ഫോമുലയിലേക്ക്. ഞാനൊരു രഹസ്യം പറയാം. നമുക്ക് പിന്നെ അത് വലുതായിട്ട് മറിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മൾ ഈ ഫ്ലവേഴ്സ് 1 കോടി കൊണ്ടുവരുമ്പോഴേ നമ്മൾ വലിയൊരു സെലിബ്രിറ്റി, ഒരു ഹെവി വെയ്റ്റിനെ, നമ്മളൊന്നും ഹെവി വെയിറ്റ് അല്ലല്ലോ, അപ്പോൾ ഒരു ഹെവി വെയ്റ്റിനെ പ്ലേസ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചൊരു വെയ്റ്റിന് വേണ്ടി അന്വേഷണം തുടങ്ങി. നമ്മൾ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ദിവസം ഞാൻ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യും, ബാക്കി അദ്ദേഹം പൊഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ നാവി നോക്കിയിരിക്കുക, നമ്മൾ അടുത്തത് എപ്പോൾ പൊഴിയും, മുത്തുകൾ പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. 30 ലക്ഷം രൂപ എനിക്ക് ഒരു ദിവസം ഒരു എപ്പിസോഡ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങ് 30 ലക്ഷം അല്ല, അങ്ങ് 5 ലക്ഷത്തിന്? അതൊക്കെ കാലം പോയി. ഞാനിപ്പം എത്ര പടം ചെയ്തു, അതിൻ്റെ മാർക്കറ്റ് കഴിഞ്ഞു. 30 ലക്ഷം രൂപ തരാമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ കുറേ ഫെസിലിറ്റി ഉണ്ട്, ജിമ്മന്മാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ടെലിവിഷനിൽ ഈ കാരവൻ കൾച്ചറില്ല. കാര്യം ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഓടി കാരവനിൽ പോയിരിക്കുന്ന പരിപാടിയില്ല. കാരവൻ കൃത്യമായിട്ട് വേണം ഈ ദിവസങ്ങളിലെല്ലാം. അപ്പോൾ പിന്നെ എല്ലാ സെറ്റപ്പും മാറി. നമ്മൾ വന്നിട്ട് നമ്മുടെ കണക്കന്മാരെ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, പുള്ളിക്ക് 30 ലക്ഷം രൂപ കൊടുക്കുന്നു, ബാക്കി ചിലവർ അനാപത്തെല്ലാം ചേർത്ത് 35 ലക്ഷം ഒരു എപ്പിസോഡ്, എത്ര വരുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏതാണ്ട് 48 ലക്ഷം രൂപ എപ്പിസോഡിന് വരും. അപ്പോൾ ഞാൻ മാർക്കറ്റിങ്ങിനോട്, നിങ്ങൾക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും? ഞങ്ങളൊരു 8 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ പാവങ്ങളുടെ മമ്മൂട്ടി ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഒരു 5.5-6 ലക്ഷത്തിൽ തീർത്ത് സംഭവം മുടക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹെവി വെയിറ്റിൻ്റെ പിന്നാലെ പോകുമ്പോഴേ ഇതൊരു വലിയ കോർപ്പറേറ്റ് സെറ്റപ്പിന് പറ്റും. ഈ ഫ്ലവേഴ്സ് പോലൊരു പ്രാദേശിക ചാനലിനൊന്നും താങ്ങാൻ പറ്റത്തില്ല. മാത്രമല്ല നമ്മുടെ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി ശ്രദ്ധിച്ചാൽ തന്നെ ഈ ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ കൊണ്ടാണ് ഈ ഇൻഡസ്ട്രി പ്രശ്നത്തിലായി പോകുന്നത്. 800-900 കോടി രൂപയാണ് ഒരു വർഷം ഇൻഡസ്ട്രി നശിപ്പിച്ച് കളയുന്നത്. വിജയിച്ചു എന്ന് പറയുന്ന സിനിമ 4-5 ആയിരിക്കും. അപ്പോൾ ഈ സിനിമ ആർട്ടിസ്റ്റുകൾ ഈ ഒരു സിനിമയുടെ ആകെ ചിലവിൻ്റെ 50% അവർക്കുള്ളതാണ്, റെമ്യൂണറേഷനായിട്ട് പോവുക. അപ്പോൾ അത്രയും താങ്ങാനുള്ള കരുത്ത് ഈ കേരളത്തിലെ ഇൻഡസ്ട്രിക്ക് ഇല്ല ശരിക്കും.
ഇത് തന്നെയാണ് ടെലിവിഷൻ്റെയും കഥ. പക്ഷേ അവർക്ക് എന്ന് പറയുമ്പോൾ അവർ ഈ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണത് ഭാവിക്ക് വേണ്ടി. അവർ നോക്കുന്ന ഈ സ്ഥാപനത്തിന് വാല്യൂ ഷോ വരും, ഇത്ര റേറ്റിംഗ് പോയിന്റ്സ് കിട്ടിയാൽ ഇങ്ങനെയാവും എന്നൊക്കെയുള്ള വലിയ കണക്കുകൂട്ടലിലാണ് അവരിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ അവർ കമലഹാസനെയും ഒക്കെ ഇവിടെ ഇറക്കിയെന്നിരിക്കും, ചിലപ്പോൾ അമിതാഭ് ബച്ചൻ വന്നിറങ്ങും. നല്ല കാര്യമാണ്, നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ 600-620 എപ്പിസോഡ് നമ്മൾ ചെയ്തു. ഈ ഫ്ലവേഴ്സ് ഒരു കൂടി ഒരുപാട് പേരെ കരയിപ്പിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇത്രയും കാലം കരഞ്ഞതല്ല, ഇനി ചിരിക്കാൻ ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു കൂടി വിത്ത് കോമഡി എന്നാക്കി. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുക. കാരണം അത് കുറച്ചുകൂടി എളുപ്പമാണ്. മറ്റേ അത് ഇത് നമ്മുടെ കപ്പ് ഓഫ് ടീ ആണ്, നമ്മുടെ കപ്പ് ഓഫ് ടീ അല്ല. പക്ഷേ എന്നാലും അവരുടെ ഒരുപാട് നമ്മൾ ഇതുവരെ കേട്ടാൽ വിശ്വസിക്കാത്ത രീതിയിലുള്ള യൂട്യൂബിലൊക്കെ അത് അവൈലബിള എത്രയോ പേരുടെ അനുഭവങ്ങൾ വന്നു. കുറേ ആൾക്കാർ രക്ഷപ്പെട്ടു. ചില ആളുകളൊക്കെ ഈ ഞാനൊരു ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴേ ഒരായിട്ട് തിരികെ വെച്ചിരിക്കുന്നു ഫ്ലവേഴ്സ് 1 കോടി ഫെയിം, ഒരു നൃത്ത സ്കൂളാണ്, ഡാൻസ് സ്കൂളും, അതിൻ്റെ ടീച്ചറിൻ്റെ പേരാ ഫ്ലവേഴ്സ് 1 കോടി ഫെയിം. അപ്പോൾ ഇതൊക്കെ അവരുടെ ജീവിത നിലവാരത്തിൽ ഒരുപാട് പേര് മാറിപ്പോയി, ഒരുപാട് മാറിപ്പോയി. അല്ലെ ഈ പറഞ്ഞത് സാർ പറഞ്ഞ പോലെ ഈ ഒരു മാധ്യമത്തിൻ്റെ ശേഷിയും ഈ പറയുന്ന ദൃശ്യത ഉപയോഗിച്ചിട്ട് മനുഷ്യരുടെ ജീവിതം ഒരു ഇഞ്ചെങ്കിലും മാറ്റാൻ പറ്റും എന്നുള്ള ശ്രമം. ഈ കണ്ണാടിയുടെ ഒരു കാര്യം പറയുന്നത് ടി എൻ ഗോപകുമാർ സാറുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഇപ്പം ഒരുപക്ഷെ പിന്നീട് ഏഷ്യാനെറ്റിൻ്റെയൊക്കെ പേരെടുത്ത് വിമർശിക്കൊണ്ടുകൂടി വന്നിട്ടുള്ള ഒരാളാണ്. ഈ അന്നത്തെ ഒരു കാലം വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്ന സമയമാണല്ലോ. അന്ന് എനിക്ക് തോന്നുന്നത് കണ്ണാടി നമ്മൾ തമ്മിലാണ് ഏഷ്യാനെറ്റും. ഞാൻ വിമർശിച്ച കാര്യം എന്നറിയോ, അതായത് എല്ലാ ടെലിവിഷൻ ചാനലുകളിലും ആളുകൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ചെയ്തു. നമ്മുടെ മനസ്സിലെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഇപ്പം നമ്മളെ ഒരാൾ കൊച്ചിയിൽ കടവന്തറ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റുകാരൻ നമ്മോടൊരു ചായ കഴിക്കാൻ വരണം. ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ ഈ അവാർഡുകൾ വെച്ചു. അപ്പോൾ ഇതിൽ 1-2 ദുരന്തരന്മാർ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ഉള്ള മേധാവികളുണ്ടല്ലോ, ഇവർ ആലോചിച്ചിട്ട് ഇവർക്കൊരു വിലക്ക് ഏർപ്പെടുത്തി. അപ്പോൾ ടി എൻ ഗോകുമാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്നറിയോ, അങ്ങനെ പറഞ്ഞത് എനിക്ക് ശ്രീധരൻ നായർ വയ്യാതിരിക്കുകയാണ്, പക്ഷേ കൊച്ചിയിൽ വന്ന് നിങ്ങളെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ അവാർഡ് വാങ്ങുന്ന എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, ഞാൻ വരും എന്നാണ് പറഞ്ഞത്. 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, അതായത് ഈ അവാർഡിൻ്റെ അന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു, എന്നോട് ക്ഷമിക്കുക, എനിക്ക് വരാൻ കഴിയുന്നില്ല, ആളുകൾ തടഞ്ഞു, എൻ്റെ യാത്ര മുടക്കി, എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. പിന്നെ ഞാൻ അദ്ദേഹം മരിച്ച ദിവസമാണ് അദ്ദേഹം വീട്ടിൽ പോയത്. അപ്പോൾ ടി എൻ ഗോപകുമാർ ശരിക്കും ഈ അവാർഡ് വാങ്ങാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. വേറൊരു വൈകാരിക സംഭവമാണല്ലോ. അപ്പോൾ നമ്മളൊന്നിച്ച് ഒരേ എഡിറ്റിംഗ് ടേബിളിൽ ഏറ്റുമുട്ടിയൊക്കെ വളർന്നവരല്ലേ. അപ്പോൾ നമ്മൾ ഒന്നിച്ച് മുത്രപ്പരക്കർ ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചെയ്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 പേരുടെ ഒരു സംഗമമായിരുന്നു അത്. പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ വേദിയിൽ ഈ പുരസ്കാരം വാങ്ങിച്ച ചാനലുകളെ കുറിച്ച് പറഞ്ഞു. ഒക്കെ പറഞ്ഞ് ഇന്ന നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി പുരസ്കാരം നിഷേധിച്ചവരുടെ രജിസ്റ്റർ കൂടെ വായിക്കാം, അതുകൂടെ പറയണമല്ലോ, നമ്മൾ ജനങ്ങളുടെ അടുത്ത് നമ്മൾ ഓപ്പൺ ആകും. നമ്മൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ടി എൻ ഗോകുമാറിന് എതിരായിട്ടുള്ള നീക്കമൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ എനിക്ക് ഇപ്പോഴും ഒരു വിഷമമുണ്ട്. കാരണം ഗോപൻ ഒരു അപാര കക്ഷിയായിരുന്നു, ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ജേർണലിസ്റ്റായിരുന്നു. അപ്പോൾ പുള്ളി എടുത്തൊരു സ്വപ്നമായിരുന്നു പുള്ളിക്ക് ഇവിടെ വരണമെന്നുള്ളത്. പുള്ളി പ്രത്യേകിച്ച് ആ ഒരു മാനസികാവസ്ഥയിലൊക്കെ പുള്ളി ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശാരീരിക അവശതകളുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് അദ്ദേഹത്തിന് ഈ പുരസ്കാരം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോയി എന്ന് പറഞ്ഞത് ഒരു വലിയ വിഷമമായി, വലിയ സങ്കടമായിരുന്നു അത് തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ആത്യന്തികമായിട്ട് നമ്മളിപ്പോൾ ചാനലിനോടൊന്നും വിരോധിച്ചിട്ട് കാര്യമില്ല. നമ്മളിതൊരു മത്സരമാണ്. ഞാൻ പറയുന്ന തീയറി എന്ന് പറയുമോ മനീഷ്, കണ്ടന്റിൽ നമുക്ക് മത്സരിക്കാം, ഏത് എക്സ്റ്റനിലും പോകാം. നമ്മൾ ഈ ആളുകൾ തമ്മിൽ പേഴ്സണൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരുപാട് അവരെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുക, കള്ളക്കഥകൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ആ പാർട്ടി ഓഫീസിൽ നടന്നൊരു ചർച്ചയുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ പ്രിൻസിപ്പിൾ തന്നെ നമ്മുടെ പിള്ളേർ കടന്നു പോകുമ്പം കള്ളൻ്റെ മക്കളാണെന്ന് പറയുന്നതാണ്. ആ പാർട്ടിയിൽ ഇത് അവതരിപ്പിച്ച നേതാവിന് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ എൻ്റെ ബയോഡേറ്റ വായിച്ചിട്ടില്ല. നമ്മളതുപോലെ ഈ ചില ആൾക്കാർ പറയുമല്ലോ, ഈ പെട്ടെന്ന് പുള്ളിക്കാരന് ചീഫ് എഡിറ്ററായി. അപ്പോൾ നമ്മൾ ശരിക്കും എത്രയോ കാലമായി ഈ റേഡിയോ മാധ്യമത്തിലും പത്രത്തിലും ടെലിവിഷനിലും ഒക്കെ കിടന്ന് ഈ നമ്മുടെ സാമൂഹ്യ രംഗത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു വരുന്ന ഒരാളാണ്. ഈ ആളുടെ ഒരു വിചാരം എന്താ അറിയുമോ, ഈ നമ്മളൊരിക്കലും ഇപ്പോൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരാൾ ഫ്ലോറിലോട്ട് ഇറങ്ങി വാർത്തയൊക്കെ തുടങ്ങുക, അങ്ങനെ വല്ലതും തുടങ്ങാൻ നോക്കൂ? ഒരിക്കലും തുടങ്ങാൻ പറ്റത്തില്ല. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അങ്ങനെ ഒരു മുൻവിധി ഈ വിനോദ ചാനലിൽ കൂടുതൽ കാലം പ്രവർത്തിച്ചുകൊണ്ട് ജേർണലിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത ശ്രീകണ്ഠൻ നായർ നടത്തിയാൽ ഇതെങ്ങനെ വിജയിക്കാനാണ്? അതൊരു അന്തിച്ചർച്ചയുടെ പിൻബലമില്ലാത്ത ഒരാളായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു കക്ഷി പറഞ്ഞത്, നമ്മളിപ്പോൾ നമ്പർ 1 നിൽക്കുന്ന സമയത്തും ഞാൻ ഓർമ്മിച്ചു പോയി അയാളെക്കുറിച്ച്. കാരണം 8 നില പൊട്ടുമെന്ന് തലക്കെട്ടടിച്ച അയാൾ.
എന്തിനാ പുള്ളി എന്നെ 8 നിലയിൽ പൊട്ടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിനോദമാണ് 24 പൊട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയ കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ അവർ മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചില ആളുകളുടെ കാര്യത്തിൽ ഞാനിങ്ങനെ പറയും, ഞാൻ ചിലപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കേണ്ടി വരും. അവർ നവാഗത പ്രതിഭയായിരിക്കും. കാരണം ഇവനെ നമ്മൾ അംഗീകരിക്കപ്പെടാതെ പോയാൽ പിൽക്കാലത്ത് അവൻ എന്ത് പറയുമോ, അന്ന് എൻ്റെ 22-ാം വയസ്സിലാണെന്ന് തോന്നുന്നു, ഞാൻ അന്നൊരു TV ചാനലിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു അഹങ്കാരി ഒരുത്തനെ കണ്ടു. ഇന്ന് കട്ടയും പടവും മടങ്ങി വീട്ടിൽ കിടക്കാവൻ. അവനൊക്കെ അനുഭവിച്ച് എന്നിട്ട് അവൻ ഇൻ്റർവ്യൂ കൊടുക്കുമെങ്കിൽ നമ്മൾ ആരെയും അണ്ടർറേറ്റ് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആളുകളത് വളരെ പേഴ്സണലാക്കുന്നു. അതിന് എനിക്കൊന്ന് ഇപ്പോഴും ഒരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലെ ടെലിവിഷൻ ചാനൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒന്നിച്ച് പോകാൻ നിലവിൽ അതൊരു ആഗ്രഹം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന്. ചിലപ്പോൾ പരസ്പരം പലതും സഹായിക്കാൻ പറ്റിയേക്കും. നമ്മൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറമാനോ അല്ലെ ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസർക്കോ ഒരു വാഹനാപകടം ഉണ്ടായി, ഈ ആളുകളെല്ലാം കൂടെ പിരിച്ചൊരു പൈസ ഉണ്ടാക്കാൻ തീരുമാനിച്ച അയാൾ എവിടെ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചുകൂടെ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇത് വാർത്താമുറി മാത്രമല്ലല്ലോ, ജീവിതം എന്ന് പറഞ്ഞിങ്ങനെ പരന്ന് കിടക്കുമല്ലേ. അപ്പോൾ നമ്മളവിടെ എന്തെല്ലാം സഹായിക്കും, നമ്മൾ എത്രയോ ആൾക്കാരെ സഹായിക്കുന്നു. അപ്പോൾ അതിന് അങ്ങനെയൊക്കെയുള്ള സഹായത്തിൻ്റെ അതെനിക്കൊന്നുമില്ല. ഒന്ന് പത്രമാധ്യമങ്ങൾക്കിടയിൽ അതുണ്ട്, പത്രത്തിലുണ്ട്. പത്രത്തിൽ അവർ വൈകിട്ട് ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യും, ഒരു പ്രോബ്ലം ഇല്ല. അവർ കാര്യങ്ങളൊക്കെ പറയും. എന്നും പറഞ്ഞാൽ അവിടെ ബിസിനസ് സീക്രട്ട് ഇല്ലേ, ഉണ്ടല്ലോ. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒന്നാമത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ അകത്തും ഈ മാനേജ്മെൻറ്റിൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്ന താഴെക്കിടയിലുള്ള ആൾക്കാർ കുറവാണ്. കാരണം മാനേജ്മെൻറ്റ് ഒന്നും വിട്ടുകൊടുക്കത്തില്ലല്ലോ. നമ്മുടെ ചായ അടിക്കുന്ന ആൾക്കാർ കോഫി മാൻ അറിയാമെന്നല്ലാതെ അത് നമ്മൾ വേറൊരു സ്റ്റൈൽ നമ്മൾ കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഇതൊരു മോഡലാണെങ്കിലും ഇത് മോഡൽ ചെയ്യാൻ പാടില്ല. കാര്യം ഒരു കോർപ്പറേറ്റ് കൾച്ചർ വേണം എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ ആൾക്കാർ സീരിയസ് ആയി എടുക്കത്തില്ല. നമ്മളിപ്പോൾ വളിപ്പൊക്കെ അടിച്ച് കൂടെ നടക്കുമ്പോഴേ നമ്മൾ പറയുന്ന ചിലപ്പം മറ്റൊന്നും ഗൗരവമായിട്ട് എടുക്കത്തില്ല, കേട്ടുകൊണ്ട് പോകത്തേ ഉള്ളൂ. അങ്ങനെ ചില പിഴവുകൾ ഇതിന് പറ്റും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. പക്ഷേ ഞാനിത് രണ്ടും ചെയ്യും. ഞാൻ ടഫ് സ്റ്റാൻഡ് എടുക്കേണ്ടിടത്ത് ഞാൻ ടഫ് സ്റ്റാൻഡ് എടുക്കും. ഒരു എംപ്ലോയിയോട് ഞാൻ അപ്രിയമായ ഒരു സത്യം പറയുമ്പോഴേ ചിലപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിലൊക്കെ ഒരു ദിവസം ഞാൻ ജോയിൻ ചെയ്തതിൻ്റെ അന്നോ അതിൻ്റെ പിറ്റേന്നോ 3 വരെ ഒന്നിച്ച് സസ്പെൻഡ് ചെയ്തു. അപ്പം ഒരാൾ ഞെട്ടിപ്പോയി, നമ്മൾ തമ്മിൽ അവതാരകന് ഇത്രയും കപ്പാസിറ്റി ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കസേര വന്ന് ഇരുന്ന് കഴിഞ്ഞു, അപ്രിയമായ തീരുമാനങ്ങൾ എടുക്കാൻ കൂടിയാണ് എന്നെ ഈ കസേര ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കും. അവന്മാർ കാണിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവരെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല, അവരങ്ങ് തിരിച്ചെടുക്കുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. പക്ഷേ ഒരാഴ്ച ഞാൻ അവരെ പുറത്ത് നിർത്തി. അപ്പോൾ അത് ചിലപ്പോൾ പ്രൊഫഷണലിസവും അതിൻ്റെ പ്രൊഫഷണലായിരിക്കണം. നമ്മൾ ഇതിനകത്ത് എന്താ പറയുക മനീഷ്, നമ്മൾ ഈ വളിപ്പടിക്കുന്നവർക്കുള്ള ആൾക്കാർ കൽപ്പിച്ചു കൂട്ടുന്ന ഒരു ബ്രാൻഡായത് കേട്ടോ. അതായത് നമ്മളൊട്ടും സീരിയസ് അല്ല. പക്ഷേ നമ്മൾ അറിയേണ്ടത് ഈ വളിപ്പടിക്കുന്നവരുടെ ഉള്ളിൽ ഭയങ്കര പ്രൊഫഷണലായിരിക്കും. അവർ ഇപ്പം സുരാജ് വെഞ്ഞാറമ്മൂട് സിനിമ പ്രൊഡ്യൂസ് തുടങ്ങി, ചിലപ്പോൾ ഉഗ്രം പ്രൊഡ്യൂസർ ആയിരിക്കും കേട്ടോ. കാര്യം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഉള്ളിലുണ്ടാവും. ഈ ശൈലി പ്രൊഫഷണൽ. അപ്പോൾ അത് അതെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആൾക്കാർ ധരിക്കുന്നത് നമ്മൾ മുൻവിധി അങ്ങ് ചാർത്തി കൊടുക്കുക, ഇയാൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഈ ചില ആളുകളൊക്കെ എന്ന് എഴുതിയൊക്കെ ചെയ്തു, നിങ്ങൾ പറഞ്ഞ അതേ സംശയം കൊണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംഭവം, ഞാൻ SLC പാസ്സായ ആളാന്ന് പോലും അറിയത്തില്ല ഇയാൾക്ക്, ഈ എഴുതുന്ന ആൾ. SLC ഒക്കെ പാസ്സായിട്ടുണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ ഇയാൾ അറിയുന്നില്ല, ഇയാൾ നമ്മുടെ ബയോഡാറ്റ പഠിച്ചിട്ടില്ല. നമ്മളെങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ തമ്മിൽ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഹയർ ചെയ്ത ഒരു അവതാരകൻ നമ്മളന്ന് ചെയ്യുന്നറിയോ, 4 സബ്ജക്റ്റ് നമ്മൾ എടുക്കും ഒരു മാസം. അതിൽ ഒരു സബ്ജക്റ്റ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അപ്പം ഞാൻ ശരിക്കും കറണ്ട് അഫയേഴ്സ് കൃത്യമായി ഫോളോ ചെയ്തിട്ടുള്ള ആളാണ്. കാര്യം ഞാൻ എന്നും ഈ പ്രോഗ്രാമിലായിരുന്നല്ലോ. അപ്പം ഞാൻ കൃത്യമായിട്ട് കുറേ പത്രങ്ങൾ വായിച്ച് എഡിറ്റർ പ്രിൻ്റഡ് വരെ വായിച്ചു പോയി കാര്യങ്ങൾ. അതിൽ നിന്നാണ് നമ്മൾ സബ്ജക്റ്റൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ. അപ്പോൾ ആ ബയോഡാറ്റ ഇയാൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇയാൾ പറയുന്നത്, ഇയാൾ എവിടെയോ നിന്നിട്ട് എടുത്തെറിഞ്ഞതുപോലെ 24-ൻ്റെ വാർത്താമുറിയിൽ നിൽക്കുന്നു ചീഫ് എഡിറ്ററായി. എന്താ ദിശമേ, ദൈവത്തിന് സ്നേഹം എത്ര ഭയങ്കരമേ നമ്മളും പറയും. ഈ എപ്പോഴും ടെലിവിഷനെ കുറിച്ച് പറയുമ്പോൾ ടെലിവിഷൻ്റെ നിലവാര തകർച്ച എന്ന് എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗം ഈ കോഴിപ്പോര് പോലെ അന്തിച്ചർച്ച മാറുന്നു. അവിടെ ഈ പറയുന്ന എന്നോ കണ്ട അതേ മനുഷ്യർ വന്നിട്ട് എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ 24-ൻ്റെ മുന്നേറ്റത്തിൽ ഒന്നാമതെത്തതിൽ അതിനെ കുറച്ചെങ്കിലും പൊളിച്ചു കളയാൻ നോക്കി. ഒരു അന്തിച്ചർച്ചയുടെ ഒരു ടിപ്പിക്കൽ ഫോർമാറ്റിനെ ഏറെ പറ്റാവുന്നത്ര പൊളിച്ചു കളയാൻ നോക്കി. എന്നാൽ പോലും 24-ഉം ഈ വിമർശനം നേരിടുന്നുണ്ട് ഈ പറഞ്ഞ അന്തിച്ചർച്ചയുടെ കാര്യത്തിൽ. അതിനെക്കുറിച്ചുള്ളൊരു അല്ല, ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, ഞാനത് ഇന്നല്ലെങ്കിൽ നാളെ അത് കൊണ്ടുവരും. നമ്മുടെ ഈ ചർച്ചകളുടെ രീതി മാറണം എന്നുള്ള എൻ്റെ അഭിപ്രായം. അതായത് ഒരു ബോക്സിനകത്താക്കി 6 പേര് ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, ഒരു അവതാരകനും പിന്നെ 5 പേരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇത് കുറച്ച് ബോറാവും ആൾക്കാർക്ക്. ഒരേ ആളിരുന്ന് ഒരേ ആളുകൾ ഒരേ എല്ലാ ആളിന്ന് വിഷയത്തിലും. ഒരേ കാര്യം. അതെന്ന് വെച്ചാൽ ഇവർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഇവർ അറിയുന്നില്ല. നമ്മളിതിനകത്ത് ഒരുപാട് കാലം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം റിപ്പീറ്റേഷൻ ആണല്ലോ. അതെ. ഈ ആവർത്തന വിരസത ജനങ്ങളെ തളർത്തുന്നുണ്ടാവും. അപ്പോൾ ഇവർ അടിച്ചു നോക്കുമ്പോൾ ഇന്നും അങ്ങനെ ഇരിപ്പുണ്ടോ, ഉടനെ അടിച്ചു നോക്കി ആൾക്കാരൊന്നും. ഈ വാർത്താ ചാനലിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ റിമോട്ടിൽ നിന്ന് വിരലെടുക്കുന്നില്ല. ഒരു തത്തി കളിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ചാനലിലും പോയി നോക്കും അവിടെയൊക്കെ എന്തുവാ നടക്കുന്നതെന്നുള്ളത്. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ചാനലിൽ വന്ന് നിൽക്കും. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഈ സത്യത്തിൽ ഞാൻ സംതൃപ്തനല്ല ആ കാര്യത്തിൽ. ഞാൻ ഈ യഥാർത്ഥത്തിൽ ഒരു വേറൊരു ഫോർമാറ്റ് നമ്മൾ ഈയിടയ്ക്ക് പരീക്ഷിച്ചപ്പോൾ എന്താ പറയുക കുഴപ്പം, ഈ ഗസ്റ്റുകളൊന്നും ഇപ്പോൾ സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക് വരത്തില്ല. ഗസ്റ്റുകൾ വീട്ടിലിരുന്ന് സൂചിച്ച് പഠിച്ചു പോയി, കട്ടൻ കപ്പിയൊക്കെ അടിച്ച്. കാര്യം ഇവരെ തിരക്കി. അങ്ങനെ ഈയിടയ്ക്ക് ഒരു കക്ഷി ചെയ്ത് കേൾക്കണോ, അതായത് ഇയാളെ വിളിക്കാത്തൊരു വാർത്താ ചാനലിൽ നിന്ന് അയാളെ വാർത്ത ഇങ്ങനെ ഈ സംവാദത്തിലേക്ക് വിളിച്ചു. അയാളോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഇപ്പം നിൽക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഇയാൾ ശരിക്കും കോതമംഗലത്ത് നിൽക്കുക. അയാൾ ഞാൻ അടിമാലി നിൽക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി അയക്കാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിമാലിലോട്ട് അയച്ചോളൂ. എന്നിട്ട് ഇയാൾ വണ്ടി പിടിച്ച് അടിമാലിക്ക് പോയി. ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി മാത്രം അയാൾ അടിമാലി പോയി. ശരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ സുഖം പറ്റിയ ആളുകൾ ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പൊളിറ്റീഷ്യൻസ് മാത്രം പങ്കെടുക്കുന്ന ഒരു സംവാദ സായാഹ്നം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ പ്രേക്ഷകർക്ക് അത്ര പ്രിയങ്കരമല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചർവിത ചർവണം ചെയ്ത വിഷയത്തിലാണ് ഈ ആളുകൾ കിടന്നുറങ്ങുന്നത്. ഞാനതിൽ തൃപ്തനല്ല. പക്ഷെ ഞാൻ പരിമിത വിഭവക്കാർ ഒരേ എല്ലാ വിഷയത്തിലും പല ദിവസവും വിഷയം കാണത്തില്ല. അപ്പോൾ UN ഈസ് എൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നൊക്കെ ചർച്ച ചെയ്ത് കളയും. അപ്പോൾ ഇത് ആളുകൾക്ക് മടുക്കും. ഇപ്പോൾ ഞാനതിന് ഇങ്ങനൊരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക, എങ്ങനെയാണ് ഇത് മാറ്റിമറിക്കേണ്ടത്. കാരണം അതിനകത്തൊരു പൊളിച്ചെടുത്ത് അത്യാവശ്യമാണ്. താങ്കൾ ഓർപ്പിച്ച നന്നായി, ഇനിയും കുറച്ചുകൂടെ വേഗം കിട്ടും. ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പം ഒരു ഘട്ടത്തിൽ ഈ 24 ഒരു റിപ്പോർട്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേസ് വന്ന സമയത്ത് ഞങ്ങൾ ഒന്നടങ്കം ജയിലിൽ പോകാൻ. അപ്പം എപ്പോഴും ഈ ഒരു പ്രതിപക്ഷ സ്വഭാവം ഉണ്ടല്ലോ ഈ പറയുന്ന മാധ്യമപ്രവർത്തനത്തിന്. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളായിട്ടുള്ള വ്യക്തിബന്ധം എന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഇപ്പം നായനാരുമായിട്ടുള്ള കാര്യം പറഞ്ഞു. ശരിക്കും അന്ന് കരുണാകരനുണ്ട്, AK ആൻ്റണി ഉണ്ട്, VS അച്യുതാനന്ദനുണ്ട്, പിണറായി വിജയനുണ്ട്. ഇവരൊക്കെ ആയിട്ട് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ വിഷയാധിഷ്ഠിതമായിട്ടുള്ള വിമർശനവും ചർച്ചകളും പ്രതിപക്ഷ സ്വഭാവം ഉണ്ടാവും. വ്യക്തിബന്ധങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഞാൻ ഇവരോട് ഞാൻ ഉമ്മൻചാണ്ടിയുടെ അയലത്ത് താമസിച്ചിരുന്നത്. അതുപോലെ പിണറായി വിജയനെ ഞാൻ വിജയേട്ടാന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. അതുപോലെ VS ഞാൻ പ്രോഗ്രാമിൽ ജനകീയ കോടതിയിൽ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം EK നായനാർ പ്രോഗ്രാമിൽ വന്നു, AK ആൻ്റണി വന്നിട്ടുണ്ട്. ഇവരെല്ലാം പക്ഷേ ഇവരോടെല്ലാം വ്യക്തിപരമായ ബഹുമാനം നിലനിർത്തുമ്പോൾ തന്നെ ഞാനൊരു മാധ്യമപ്രവർത്തകൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി ഒരു ആഗ്രഹവും പാലിക്കും. ഞാൻ അനാവശ്യമായി കേസിട്ട് വിളിക്കാറില്ല, പറയാറില്ല, ശുപാർശകൾക്ക് പോകാറില്ല. പരമാവധി എനിക്കൊന്ന് ഞാൻ ഈ വിജയേട്ടൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തവണ മാത്രമേ അദ്ദേഹത്തെ അടുത്ത് പോയി കണ്ട് സംസാരിച്ചു. കാരണം ഞാൻ എപ്പോഴും ഈ ഡിസ്റ്റൻസ് നമുക്ക് നല്ലതാണ്. കാരണം ഇവർക്ക് പക്ഷേ നമ്മളിന്നൊരു അകലം തോന്നത്തില്ല. കാര്യം നമ്മൾ സ്ക്രീനിലുണ്ടല്ലോ, സ്ക്രീനിൽ കാണുന്നുണ്ട്, ഇവരെ എപ്പോഴും കാണുന്നു എന്നൊരു തോന്നലാണ് ഇവർക്കുള്ളത്. പക്ഷേ നമ്മളവരെ കാണുന്നില്ല. ഇവരുമായിട്ടൊരു ലാവണ്യപരമായ അകലം പാലിക്കുന്നതാണ് നമ്മുടെ തടിക്ക് നല്ലത്. എപ്പോഴും എനിക്കങ്ങനെ തോന്നില്ല. കാര്യം ഒരു അപ്രിയമായ കാര്യം പറയാൻ എന്നെ സംബന്ധിച്ചോളം ഈ വിനീത എന്ന് പറയുന്ന പെൺകുട്ടിയോട് കാണിച്ചത് വളരെ വിവരക്കെട. മാത്രമല്ല, ഒരു റബ്ബർ ഷൂ എറിഞ്ഞൊരു മുഖ്യമന്ത്രി കൊല്ലാൻ ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നുള്ള രീതിയിൽ പോലീസ് ഒരു FIR ഉണ്ടാക്കി. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വ്യാഖ്യാനം മാത്രമല്ല. ലോകത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഒരാളെയും റബ്ബർ ഷൂ എറിഞ്ഞ് കൊലപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കേരള പോലീസിലെ ആരോ ഒരാൾക്ക് ഈ താല്പര്യം തോന്നിയിട്ട് ചെയ്തു വെച്ചാണ്. അതേപോലെ ആയിരുന്നു നമ്മുടെ മറ്റൊരു പ്രാദേശിക റിപ്പോർട്ടറെ, അതിരപ്പള്ളി റിപ്പോർട്ടറോട് ഇവർ കാണിച്ചത്. മനസ്സിലായി? അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിരപ്പള്ളി റിപ്പോർട്ടർ ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും. അത് കണ്ണിൽ കരടായി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക്. പക്ഷേ അതിൽ അയാളുടെ കൂടെ തന്നെ നിന്നു. അപ്പോൾ ഞാൻ വിനീത ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ പറയുക, നമ്മൾ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ജേർണലിസ്റ്റ് ആവാൻ ശ്രമിച്ചാൽ നിങ്ങൾ കോടീശ്വരനൊന്നും ആവാൻ പോകുന്നില്ല. കഷ്ടിച്ച് പുട്ടടിച്ച് പോവാം ജീവിതത്തിൽ. പെണ്ണും മക്കളെയൊക്കെ കെട്ടിച്ചേക്കേണ്ടി വരുമ്പോൾ വലിയ പാടുപെടുകയും ചെയ്യും. പിന്നെ നിങ്ങൾ എപ്പോഴും തീരുമാനിക്കേണ്ടത് ഇതൊരു മത്തയല്ല. ചിലപ്പോൾ 2 ദിവസം പൂജപ്പുര പോയി കിടക്കേണ്ടി വരും. അതിന് തയ്യാറാവണം. നഗരത്തിൽ ഇറങ്ങി ഒരു പോലീസിനകത്ത് ഒരു അടി കിട്ടാൻ സാധ്യതയുണ്ട്, വല്ലവരും വന്ന് കത്തിക്ക് കുത്താൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അനുഭവിക്കാനും കൂടെ നമുക്കൊരു ധൈര്യം നമ്മൾ അവലംബിച്ചില്ലെങ്കിൽ നിങ്ങളൊരു ഭീരുവായ പത്രപ്രവർത്തകനായി പോകും. ഞാൻ പച്ചയായിട്ട് പറഞ്ഞതാണല്ലോ. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അസാമാന്യമായ ധൈര്യത്തിലാണ് നിങ്ങളോട് എനിക്ക് ബഹുമാനം തോന്നിയെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഈ ക്യാപ്സ് ഇതങ്ങനെ ഷെയർ ചെയ്ത് 2 അയച്ചു കൊടുത്തു. ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചപ്പോൾ അങ്ങ് വിളിക്കുമെന്ന്
കോടതിയല്ലേ, ഇരിക്കുന്നിടം കോടതിയാണല്ലോ, അതെ. അദ്ദേഹത്തിന് എന്തുകൊണ്ടും ചെയ്യാമല്ലോ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ ഇത് ഒരുപാട് പേര് അത് സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തൊരു നിലപാട്. ടീമിലുണ്ടാക്കുന്ന ഒരു ആത്മവീര്യം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു പ്രാദേശിക ലേഖനം ഞാൻ മനീഷിന് അറിയാം, ഒരു TV ചാനൽ എത്രമാത്രം പരിഗണിക്കും, ഒരു കോൺട്രാക്ട് വേഴ്സിൽ കഴിയുന്നത്. പക്ഷേ അയാളെ നമ്മുടെ ഒരു ഫുൾ ടൈം റിപ്പോർട്ടറിന് കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ഈ എസ്റ്റാബ്ലിഷോട് ഫൈറ്റ് ചെയ്തത്. കാര്യം അയാളുടെ മുമ്പിൽ ഒരു മെറിറ്റ് ഉണ്ട്. ആ മെറിറ്റിനെയാണ് ഇവർ ഇങ്ങനെ പിടിച്ച് ഒലിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അറിയാം, ഞാൻ ചില അധികാരികളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം 18 മണിക്കൂർ ജോലി എടുക്കുന്ന ആളാണ്, 18 hours. അപ്പോൾ ഈ 18 മണിക്കൂർ ജോലി എടുത്ത് അല്ലേ നമ്മൾ അന്നം കണ്ടെത്തുന്നത്. നമ്മളെന്തിനാ ഒരാളുടെ പിന്നെ മുമ്പിൽ പോയി കുനിയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഇയാളുടെ ഔദാര്യത്തിലല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇയാൾക്ക് അപ്രിയമായി തോന്നുന്ന കാര്യം പറയാം. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ എത്ര ഉയരത്തിലുള്ള ആൾ രാഷ്ട്രീയ നേതാവായാലും നമുക്കൊരു അപ്രിയമായി തോന്നലുണ്ടെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി പറയണം. കാരണം അത് നമ്മൾ പറയാതിരിക്കുന്ന എപ്പോഴാണ് ഇയാളെ കൊണ്ട് വല്ല കാര്യവും സാധിക്കാന്നുള്ളത്. നമുക്കത് വേണ്ടാന്ന് തീരുമാനിച്ചാൽ നമുക്കൊരു ഇഷ്യൂ അല്ല. എനിക്ക് 40 കൊല്ലമായപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ നേതാക്കന്മാർ നമ്മളെ പേടിച്ചൊന്നുമല്ല നടക്കുന്നത്. പക്ഷേ അതേസമയം നമ്മൾ ഈ നേതാക്കന്മാരോട് പറയേണ്ടത് പറയണം. അതേസമയം എനിക്ക് രാഷ്ട്രീയ ലോകത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്നറിയാമോ? നമുക്ക് ഈ നേതാക്കന്മാരെ എത്ര വേണം വിമർശിക്കാം, ഒരേ ഭിത്തിയിൽ ഒട്ടിക്കാം, മോർണിംഗ് ഷോയിൽ നിന്ന് മിസ്റ്റർ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ബാക്കിയും കുറയാം. അതേസമയം നമ്മൾ സിനിമയിലെ ഒരാളെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഈ സഹിഷ്ണുതയില്ല, ഭയങ്കര പ്രശ്നമാണ്. ഇത്രയും രാഷ്ട്രീയ സഹിഷ്ണുതയുള്ള ഒരു ജനവിഭാഗം രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും അവർ കേട്ടോണ്ടിരിക്കും. പിന്നെ കാണുമ്പോൾ അല്ലൊന്നും വെച്ചിരിക്കും, താൽക്കാലിക ബഹിഷ്കരിച്ചാലും പിന്നെ കാണുമ്പോൾ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിലവരെ ബഹുമാനിക്കണം. പക്ഷേ മറ്റുള്ള ഏത് മേഖലയാണെങ്കിലും നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇവരറിയും. സിനിമ പ്രത്യേകിച്ച് അത്ര പ്രത്യേകിച്ചും ഒട്ടുമില്ല, സഹിഷ്ണുതയില്ല, തീരെയില്ല അവർക്ക്. അവർ വേറെ എന്തോ ലോകത്ത് ഇറങ്ങിയവരെ ചൊവ്വാഗ്രഹത്തിൽ വന്നവരോ കൂട്ട് പെരുമാറിക്കളഞ്ഞു. ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഈ ലാസ്റ്റ് ലോക്സഭാ ഇലക്ഷൻ്റെയൊക്കെ ശേഷമുള്ള വോട്ടെടുപ്പൊക്കെ വന്ന സമയത്ത് ശരിക്കൊരു പ്രതിപക്ഷ സ്വഭാവത്തിലൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മാധ്യമങ്ങളൊക്കെ വളരെ കനപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു സമയത്ത് പിന്നെ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട സമയത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു അനുപാതത്തിന് തെറ്റലിനെ കുറിച്ച് എപ്പോഴും ആളുകൾ പറയാറുണ്ട്. ഒരു വർഷം നടത്തുന്ന മൊത്തം ടെലിവിഷൻ ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ വിമർശിക്കാനും കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം വരുമ്പോൾ ചാനലിൽ ലൈസൻസിനെ ബാധിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാ ചാനലുകളും ഒരു ഉൾഭീതിയിലാണ് ഉൾവലിയലുണ്ടായിരുന്നു എന്നുള്ളത്. അക്കാര്യത്തിൽ അല്ല, നമ്മളിപ്പം ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ ലൈസൻസ് പോയി, നമുക്കൊരു പ്രശ്നവും വന്നിട്ടില്ല, അങ്ങനെ ഒരു ഇടപെടലോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ സംസ്ഥാന സർക്കാരിൽ ആരും നമ്മുടെ ലൈഫിലൊന്നും കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇടപെടലൊന്നും. അപ്പം പിന്നെ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കൊലപാതകയെക്കുറിച്ച് നമ്മളൊരു സ്റ്റോറി കൊടുക്കുമ്പോഴും ആ കൊലപാതകയ്ക്ക് ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ, നമ്മളത് എടുക്കാൻ പലപ്പോഴും തയ്യാറാവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കേട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുന്നതായിരിക്കും പലപ്പോഴും, അത് പറഞ്ഞു തരുന്നത് കേട്ടത് മുഖവിലേക്ക് വിശ്വസിച്ച് നമ്മൾ വാർത്തയും കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ വെടികൊണ്ട് വീഴുന്ന ആളുണ്ടല്ലോ, അയാൾക്കൊരു അഭിപ്രായം ഉണ്ടെന്നുള്ളത് നമ്മൾ എടുക്കുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നമ്മുടെ 24 എങ്ങനെയായിരിക്കണം ഇതിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്നാലോചിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തിയൊരു വഴി എന്നറിയോ, അതായത് ഈ ഓരോ പാർട്ടിക്കാരെയും സപ്പോർട്ട് ചെയ്യുന്ന വാർത്താ ചാനലിലൂടെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചാനലുണ്ട്. ഇനി അവർക്ക് ഒന്നും കൂടെ ഒരു ചാനലും കൂടെ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഉള്ളത് ഒരു ന്യൂട്രൽ സ്പേസാണ്, ഒരു പോസിറ്റീവ് ന്യൂട്രലിസം എന്ന് ഞാൻ പ്രയോഗിക്കും. ആ ന്യൂട്രലായിട്ട് നിൽക്കുക. ചില സമയത്തൊക്കെ ഇടതുപക്ഷത്തേക്ക് ചായുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതികൾ വന്ന സമയത്തുണ്ട്. ഞാൻ പക്ഷേ അപ്പോഴൊക്കെ നിശ്ചിതമായ നിലപാടെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സ്ട്രെയിറ്റ് പോവുക, ലെഫ്റ്റിലും ഇല്ല റൈറ്റിലും ഇല്ല, നമ്മൾ നേരെ പോവുക. അപ്പോൾ നമ്മളിപ്പം ഏതെങ്കിലും പക്ഷത്തേക്ക് ചാഞ്ഞൊന്നും ആരും പറയത്തില്ല. അപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു BJP നേതാവ് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഇലക്ഷനിൽ നമ്മളോടൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്റ്റാൻഡ് അതല്ല, നിങ്ങളുടെ വോട്ട് ഷെയർ അനുസരിച്ച് നിങ്ങൾക്ക് കവറേജൊക്കെ കിട്ടും, അല്ല നിങ്ങളുടെ പക്ഷത്തേക്ക് പ്രാതിനിധ്യം ഉണ്ടാവും, അല്ല നിങ്ങളുടെ പക്ഷത്തേക്ക് നമ്മൾ ചായുന്ന പ്രശ്നമില്ല, നമ്മൾ ന്യൂട്രലായിട്ടേ പോകും. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ന്യൂട്രലായിട്ട് പോകണമെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും കൂടാരത്തിലേക്ക് കയറും, അങ്ങനെ കയറരുത്. ഇല്ലല്ല, അങ്ങനെ കയറത്തില്ല എന്ന് പറഞ്ഞു. ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തെ വീണ്ടും കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു, സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു നിലപാട് നമുക്കുണ്ട്. നമ്മളിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേസമയം ചില ഈ കയറി വരേണ്ട ചില മെറിറ്റോറിയസ് ആയിട്ടുള്ള ചില പൊളിറ്റീഷ്യൻസിനെ ഈ ആൾക്കാർ ചവിട്ടി താഴ്ത്തുന്ന കണ്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ തെരഞ്ഞു പിടിച്ച് പൊക്കിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നൊരു പ്രക്ഷേപണത്തിലൊരു ശത്രു ഉണ്ടാകുന്നു എന്ന് നമ്മൾ വലിയ രീതിയിൽ പരിഗണിക്കേണ്ടതെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ ഉള്ളതാണ്, ഒരു ഉപോൽപ്പന്നം പോലെ ഇത് വരും. കാര്യം ഇത് ആരുടെയെങ്കിലും പുറത്തായിരിക്കുമല്ലോ നമ്മൾ കയറുന്നത്, അത് ഗുണമായാലും ദോഷമായാലും ആരെങ്കിലുമൊക്കെ ശത്രുക്കൾ ഉണ്ടാവും. പോലീസ് കേസ് ഇപ്പോൾ ഇഷ്ടംപോലെ കേസുണ്ട്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 കൊല്ലം പറയാനുള്ള കേസുണ്ട്. അത്രയുണ്ട്. ഈ റിട്ടയർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുകയാണ്,
ഇത് ഭയങ്കര പാഷനേറ്റ് ആണ്. റിട്ടയർമെന്റ് കഴിഞ്ഞു. അല്ല, ഇപ്പം SKN എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. അതിൻ്റെ പേരിൽ 2 പ്ലാറ്റ്ഫോമുകൾ, അത് രണ്ടും രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കി വിജയിച്ച ആളാണ് ചെറിയ കാലഘട്ടത്തിൽ. 24 ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും. ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഇത് ആലോചിക്കുന്ന സമയത്ത് ഇപ്പം എല്ലായിടത്തും ഒരു സ്ഥാപനം എന്നുള്ള സങ്കല്പം ഒരു കൺസെപ്റ്റിലാണല്ലോ ഇരിക്കുക. ഇപ്പം SKN ഒരു കുറച്ചു കാലം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രെയിമിൽ നിന്ന് മാറി നിന്നാൽ കൂടി 24 ഇതേ രീതിയിൽ ഇതേ ഊർജ്ജത്തിൽ മുന്നോട്ട് പോകും. എന്താ പറയുക, ഇപ്പം നമ്മൾ ഈ കുറച്ച് ദിവസം ആൾക്കാർ കാണാൻ ഇവിടെ പോയി SKN എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതിനടിയിലൊരു കോർപ്പറേറ്റ് സ്ട്രക്ചറുണ്ട്. കാര്യം അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്നൊരു ഡാമേജ് ഉണ്ടാകും. കുറച്ച് ദിവസം നിൽക്കുമായിരിക്കും, കുറച്ച് ദിവസം ആൾക്കാർ ഒരു വാക്വം ഫീൽ ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ ഇത് ആരിലും വന്നും ഫീൽ ചെയ്യുന്നതാണല്ലോ ചരിത്രം. നമ്മളിപ്പോൾ ഏതോ ഒരുവനെ ഞാൻ കാത്തിരിക്കുക, അവൻ വരും, അവനെ കാത്തിരിക്കുക, അവൻ വരും. മാത്രമല്ല എനിക്കുള്ള ഏറ്റവും ഭാഗ്യം ഉണ്ടായ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പം കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്, കുറച്ച് നമ്പർ. ഇപ്പോൾ ഗോകുലം ഗോപാലേട്ടനാണ്, പിന്നൊരു മിസ്റ്റർ ആലിംഗലം മുഹമ്മദുണ്ട്, ഡോക്ടർ വിദ്യാ വിനോദുണ്ട്, അതുപോലെ ഡോക്ടർ ഗോവിന്ദൻ സാറുണ്ട്, പിന്നെ സതീഷ് പിള്ളയുണ്ട്, ഡേവിസ് ഇടക്കളത്തുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇവർ ഡോക്ടർ വിദ്യാ വിനോദ്, ഈ 6 പേരാണ് നമ്മുടെ ബോർഡിലുള്ളത്. ഇവർ ശരിക്കും എനിക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം ലോകത്തൊരു മാനേജിങ് ഡയറക്ടർ കിട്ടി കാണുന്നത്. എൻ്റെ സ്വന്തം സ്ഥാപനം പോലെ, എൻ്റെ വീട്ടുകാരെയും പോലെ ഞാൻ കൊണ്ടു നടക്കുക. അപ്പോൾ അതുകൊണ്ട് അതാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇത്രയും ഞാൻ എൻ്റെ എന്ത് ഭ്രാന്ത് പരീക്ഷിക്കുന്നതിനും അവർ തടസ്സമല്ല. അവരുടെ പണം കുറച്ച് നഷ്ടപ്പെട്ടാലും ഭ്രാന്തുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാൻ പറയും. അത് അവരെടുത്തിട്ടുള്ള ഒരു വാത്സല്യമാണ് എന്നോട് കാണിക്കുക. ഒരുപക്ഷെ എന്നിലുള്ള വിശ്വാസമായിരിക്കാം, ഒരു കോൺഫിഡൻസ് ആയിരിക്കാം. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് ആയിരിക്കാം അതേസമയം എതിർത്ത് നിന്നിരുന്നെങ്കിൽ എനിക്ക് പലതും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ കുറച്ചുകൂടെ ഒരു വലിയ സങ്കല്പത്തിലാണ് നടക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷയിലും വാർത്താ ചാനൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റിൽ തമിഴ് ആരംഭിക്കും, അത് കഴിഞ്ഞാൽ തെലുങ്ക് കൊണ്ടുവരും. 24 തമിഴ്, 24 തെലുഗു, 24 കന്നഡ. അതുപോലെ നമ്മൾ യൂട്യൂബിൽ ഒരു കിഡ്സ് ചാനൽ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അതുപോലെ OTT പ്ലാറ്റ്ഫോം വരുന്നത് വലിയൊരു എക്സ്പാൻഷന് വേണ്ടി നമ്മളിപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ അക്കാഡമി ഒരു കോളേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ വലിയൊരു അതുപോലെ നമ്മുടെ ഈവൻറ്റ്സ് ആൻഡ് എക്സ്പോ ഒക്കെ എല്ലാ മാസവും ഇനി സംഭവിക്കാൻ പോകും. നമ്മൾ ഈ വർഷം ഒരു വലിയ എക്സ്പാൻഷനിലേക്ക് പോകും. ഇതെല്ലാം ഈ ഡയറക്ടേഴ്സിൻ്റെ ഒരു പിൻബലം എനിക്കുണ്ട്. കാരണം അവർക്കൊന്നും ഇതിൽ നിന്ന് 10 പൈസ എടുത്ത് റേഷനിൽ വാങ്ങിക്കേണ്ട ആൾക്കാരല്ല. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അല്ല എല്ലാ ആഴ്ചയും വന്ന് ചോദിക്കില്ലേ വരുമാനം എവിടെ എന്ന് ചോദിക്കും. ഇവരിത് ചോദിക്കുന്നില്ല. കാരണം അവരിത് സ്ഥാപനം നന്നായി പോകുന്നു എന്നതാണ് അവരുടെ പുറത്തിറങ്ങി പറഞ്ഞാൽ ഞാൻ 24 എന്നാണ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് എന്നാണ് പറയുമ്പോൾ അവർക്ക് ഒരു റെസ്പെക്റ്റ് അവിടെ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് അവരതിൻ്റെ ഒരു വരുമാനമായിട്ട് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള ലാംഗ്വേജിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ അത് ഒരുപക്ഷെ ഈ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂസ് ചാനൽസ് എന്ന് 24 അറിയപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ലാസ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ചാനൽ യൂട്യൂബിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. മലയാളികളൊക്കെ അക്രോസ് വേൾഡിൽ പോയിട്ടുണ്ടല്ലോ. ഈ 4 ചാനൽ പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇംഗ്ലീഷ് ചാനൽ തുടങ്ങുക യൂട്യൂബിൽ. അത് യൂട്യൂബിലുള്ള കളിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു സ്ട്രാറ്റജി നോക്കിക്കൊണ്ടിരിക്കുക. വലിയൊരു എക്സ്പാൻഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ബോർഡിലൊക്കെ അങ്ങനെ വലിയ ചർച്ചയൊക്കെ വന്നു. ഡയറക്ടേഴ്സൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു. ഈ ഗോയക്കട്ട് എന്നുള്ള ഒരു സിഗ്നൽ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി കാര്യം മനീഷിന് കുറച്ച് കഴിയുമ്പം അന്ത അറുമയാണ് തമിഴിലെ എന്നെ കാണാൻ തമിഴിൽ കൂടി എനിക്കൊരു തമാശ ഉണ്ടായി. ഞാൻ നാഗർകോവിലിലെ FM സ്റ്റേഷനിലെ ഡയറക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ദിനത്തന്തി എന്ന് പറഞ്ഞൊരു തമിഴ് പത്രത്തിൽ എനിക്കെതിരായിട്ടൊരു എഡിറ്റോറിയൽ വന്നു. ഇപ്പോൾ ഏക്കുണർ ശരിയല്ല എന്നാണ് അതിന് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏക്കുണർ തമിഴിൽ എന്തോ ചീത്ത വിളിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും ഒരു എഡിറ്റോറിയലൊക്കെ എങ്ങനെ ചീത്ത വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അറിഞ്ഞ ഡയറക്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡയറക്ടർ ശരിയല്ലേ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കൽ തമിഴിലെ ഒരു ചാനൽ മേധാവി എന്നോട് പറഞ്ഞു, ഈ മോർണിംഗ് ഷോ ഒക്കെ ഇട്ട് കണ്ടിട്ട് പുള്ളി കുറച്ച് മലയാളമൊക്കെ അറിയാം. പുള്ളി പറഞ്ഞു തമിഴിലൊരെണ്ണം ചെയ്തു തരുമെന്ന് ചോദിച്ചു. നമുക്ക് അത്രയും അറിയത്തില്ല തമിഴിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തമിഴ് പഠിക്കും, പഠിച്ചിരുന്നെങ്കിൽ ഒരു മോർണിംഗ് ഷോ നമ്മൾ ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ ഈ തമിഴിലൊക്കെ നമ്മൾ ഈ മോർണിംഗ് ഷോ നാളെ ചെയ്തില്ലെന്ന് ആര് കണ്ടു? എനിക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് പറഞ്ഞ ആത്മവിശ്വാസത്തിലാണല്ലോ ഇവിടെ. അതേ ഉള്ളൂ. എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഒട്ടും തമിഴ് അറിയാത്തപ്പോൾ ഞാൻ കുപ്പുസ്വാമി എന്നൊരു INTC ലീഡറെ തമിഴിൽ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഇടയ്ക്ക് ചോദ്യം ചോദിക്കാനുള്ള തമിഴില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ത കാലത്തിൽ വിളയാടി, നീ എന്നെ മാതിരി വിളയാടി എന്ന് ചോദിച്ചു. പുള്ളിക്ക് അപ്സെറ്റായി. വിളയാട്ടമൊക്കെ തമിഴ് വേറെ അർത്ഥമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ തമിഴ് എന്ന് വെച്ചാൽ ഞാൻ ഈ ശിവായ ഗണേശൻ്റെ തങ്കപ്പതക്കമൊക്കെ ഒരു 6-7 തവണ ഞാൻ തങ്കപ്പതക്കം കണ്ടിട്ടുണ്ട്. അപ്പം ഈ നിന്നുലകത്തിലെ തമ്പി
നിന്നെപ്പോലെ നടിക്കറി എന്നൊക്കെ ശിവാജി ഗണേശാന്തി പറയുന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ഈ തമിഴിനോടുള്ള ഒരു ഭ്രമമുണ്ട് എനിക്ക്. ഭയങ്കര ഒരു ഇഷ്ടം എനിക്ക് ആ ലാംഗ്വേജ്. കാരണം ഞാൻ ഈ ശബരിമല ദൃക്സാക്ഷി വിവരണം പറയാനായിട്ട് മകരവിളക്കിൻ്റെ അന്ന് ഈ ആകാശവാണി ചാർജിൽ പോകും. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ചില കമൻറ്റേറ്റേഴ്സ് വരും, അന്ത ശബരിമലൈ എന്നും പറഞ്ഞാണ് ഇവർ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇവരുടെ കമൻട്രിയാണ് കേൾക്കുന്നത്. കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ വണ്ണ സൂര്യോദയം എന്നൊക്കെ പറഞ്ഞ് ഇവർ തകർത്ത് കളയും കേട്ടോ. ഈ രാമേന്ദ്രൻ ചേട്ടനെയും കരമന ജനാന്നേരമൊക്കെയാണ് മലയാളത്തിൽ കമൻട്രി പറയുന്നത്. അതും 10 പൈസ വിൽക്കത്തില്ല എൻ്റെ മുമ്പിൽ. കാര്യം ഫ്ലവറി ആയിട്ട് ഇങ്ങനെ പറയുന്നൊരു ലാംഗ്വേജ്, അത് ഭയങ്കര രസമാണ് അത് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തമിഴ് പഠിക്കൊണ്ടിരിക്കുക. അപ്പോൾ 5-6 വാക്ക് പഠിച്ചു കഴിഞ്ഞു എഴുതാൻ. തമിഴിലും കാണും തമിഴിൽ അന്ത അറുമയാന പൊണ്ണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ പറ്റും. ഇനിയും അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന സമയത്ത് ഉറപ്പായും ആ ചാനലിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അത് നിലനിർത്തുക എന്നുള്ളതാണല്ലോ. ഇനി ഇപ്പം ആ കാര്യത്തിൽ വളരെ കോൺഫിഡൻസ്. സത്യം പറഞ്ഞാൽ നമ്മൾ എൻ്റെ അടുത്ത് സിയുടെ മുതലാളി സുഭാഷ് ചന്ദ്ര പറഞ്ഞായിരുന്നു. എന്നോട് ചോദിച്ചു വാട്ട് ഇസ് യുവർ ഐഡിയ എന്ന് ചോദിച്ചു. ഐ വാണ്ട് ടു ബി നമ്പർ 1, നോൺസെൻസ്, ഒരിക്കലും ശ്രമിക്കരുത്, ഡോണ്ട് അറ്റംപ്റ്റ് ദാറ്റ് എന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, നിങ്ങൾ നമ്പർ 2 ആയിട്ട് നിന്നോണം. നമ്പർ 1 ആയാൽ നിലനിർത്താനും പാടാ, കോസ്റ്റ്ലിയാണ്. നമ്പർ 2 ആയാൽ വിറ്റ് പോവുകയും ചെയ്യും, നിങ്ങൾക്ക് ടെൻഷനില്ല. ബുദ്ധിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ബുദ്ധിയാണ്. പക്ഷേ അപ്പം നമ്മൾക്ക് നമ്പർ 1 നിലനിർത്തി പോവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ ചെറിയ പ്രശ്നം എന്ന് പറയും മനീഷ്, നമ്മൾ 600 കുടുംബങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട്. ഇവരെല്ലാം നമ്മൾ വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ കുടുംബങ്ങൾക്ക് ഒരു നാശം ഉണ്ടായിരിക്കണമെങ്കിൽ ഈ ചാനൽ നല്ല വൃത്തിയായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ആ കഠിനാധ്വാനം അവർ തരുന്നുണ്ടെങ്കിൽ പോലും വൃത്തിയായിട്ട് നമ്മുടെ സ്റ്റാഫൊക്കെ പട്ടാളം പോലെ വർക്ക് ചെയ്യുന്നു. ലീവ് എടുക്കുക, അത് അങ്ങനെയൊന്നും അവരുടെ ജീവിതത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. ചില ആൾക്കാർ പറയുന്നത് ബംഗാളികൾ നമ്മളെ പറയുന്നത് ഇപ്പോൾ ന്യൂസിലെ ബംഗാളികൾ. അപ്പോൾ ഈ ബംഗാളിത്തമായാലും നമ്മളങ്ങനെ മുന്നോട്ട് പോയിട്ട് ഈ 1-ാം സ്ഥാനം തന്നെ നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റണം. കാരണം നമ്മൾ പക്ഷേ റേറ്റിംഗ് ഒരു ബിഹേവിയറാണ്, അതിന് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ടെമ്പററി ആയിട്ട് നിർത്തിക്കൊണ്ട് ഇൻ ദ ലോങ് റൺ ഇത് 1-ാം സ്ഥാനത്ത് തന്നെ വിശ്വാസ്യതയിലൊന്നാവുന്നുണ്ട്. അതെ. പിന്നെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി കളഞ്ഞു കുളിച്ചാൽ വാർത്താ ചാനൽ നിലനിൽക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ സ്ക്രീനിൽ വരുന്ന ആൾ ഒരു കാര്യം പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കുമെന്ന് പ്രേക്ഷകൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിന് നീണ്ടിരിക്കത്തില്ല. ഈ ക്രെഡിബിലിറ്റി ഫാക്ടറിൽ നമ്മൾ ഈ കള്ളവാർത്തകൾ എഴുതുക, കള്ളവാർത്തകൾ പ്രക്ഷേപണം ചെയ്യുക, ആൾക്കാരോട് വ്യക്തിവൈരാഗ്യം വെച്ച് എന്തെങ്കിലും ചെയ്യുക, അതൊക്കെ ചിലപ്പം ഇൻഡിവിജ്വലി ചില റിപ്പോർട്ട് ശ്രമിച്ചാൽ പോലും നമ്മൾ നിരുത്സാഹപ്പെടുത്തി കളയണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനിതൊക്കെ അവർക്ക് കറക്റ്റ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോകുന്നൊരു ജീവിതമേ ഉള്ളൂ. അതിനിടയിൽ പരമാവധി അയൽവാസിക്കിട്ട് പണി കൊടുത്തു, പാര വെച്ചു എന്നുള്ളത് കൊണ്ട് ആവരുത് നിൻ്റെ ഉറക്കം. അതാണ് നമ്മുടെ തിയറി എന്ന് പറഞ്ഞ കാര്യത്തിൽ. അപ്പോൾ താങ്ക് യു മനീഷ്.